പല്ല് തേക്കാതെ രാവിലെ 7 മണിക്ക് എത്തുന്ന ഗസ്റ്റുകൾ. അതിന്റെ ഈ ചുക്കിടി പരിപാടി എന്നെ എന്തിനു തേച്ച്? എടാ നമ്മള് സംസാരിച്ചതേ ഭയങ്കര സെന്റിമെന്റൽ ടോക്കുകളായി പോയി. ഞാൻ തന്നെ ആലോചിച്ചു, ഞാനിത് എന്ത് പുല്ലനാണ്. ഞാൻ കയറി തൂങ്ങിക്കളഞ്ഞ അത് ആദ്യം വെച്ചിരുന്ന ആർക്കും എനിക്ക് അറിയാൻ വയ്യ. അതിന് ആണോ നീ കെട്ടിക്കുന്ന ഏലസ് എവിടെ നിന്നാണ്? ഇല്ല ഞാൻ ഇടിപ്പൊന്ന് പൊക്കി. ഇല്ല തമിഴിൽ നിന്ന് കൊണ്ടുവരുന്ന ഒരു താരം, വലിയ താരം. ഈ താരം അണഞ്ഞു പോവാണ് ആ സിനിമയില്. അണയുന്നു പവർ കട്ട് മൊത്തം. എവിടെ പോയാലും കാറ്ററിംഗ് കണക്ക് 500 ഉച്ചവരെ നിൽക്കുകയാണെന്നുണ്ടെങ്കിൽ 350. കാമുകിയെ പോലും കാണാൻ പറ്റും. കാമുകി ഇല്ല അന്ന്. ഇപ്പൊ ഉണ്ട്. ഇപ്പോഴും ഇല്ല. എന്താ ഈ കക്ക വാരാനൊക്കെ കക്ക വരാൻ പോയിട്ടുണ്ട് കൊറോണ ടൈമില്. കക്ക വരാൻ ആരുടെ ഒരു മാന്ത്രിക കൈ, അജിത്ത് 6 സമൂസയും 6 കടലും. സാമാന്യ മര്യാദ ഉണ്ടെങ്കിൽ ഒന്ന് ഇത്രയും കാര്യങ്ങൾ എന്നെ ഏൽപ്പിച്ച് ഞാൻ ഇല്ലാത്ത പൈസ കൊടുത്ത് നാട്ടിൽ വന്നിട്ട് ആ സമയത്ത് ഇല്ല. ശുചിത്വം കേസ് കൊടുക്കും. അല്ല എന്ന് വെച്ചാ നടന്നു ഒരാളിങ്ങനെ നിൽക്കുന്നു, ചേട്ടാ എന്നെ പട്ടി അടിച്ചേട്ടാ എന്തെങ്കിലും. ഇവിടെ സിനിമയിൽ ഇപ്പം എന്താണ് അളിയന്റെ സേഫ് ഒന്നും അല്ലേ? അതൊക്കെ ഒന്നും പറയാൻ പറ്റില്ല. എല്ലാം ഉണ്ട്. എന്താ ഉദ്ദേശിച്ചത്? എന്റെ തല എങ്ങനെയെങ്കിലും കാണിക്കുമെന്ന് പറഞ്ഞായിരിക്കും. 3 ദിവസം മുൻപ് കൂടെ ചുമ്മാ നടക്കുന്ന ഫോട്ടോ ഇട്ടപ്പോഴേ ബ്രോ മുട്ടിച്ചേരുമെന്ന്. എന്തുണ്ട് വിശേഷം? അമ്മ തിരിച്ച് ചോദിക്കണേ. എനിക്കല്ലേ വെറുതെ. ഇപ്പൊ നീ ഇപ്പൊ എപ്പോ വിളിച്ചാലും ഞാൻ ഫ്രീ ആണ്. വരും വിളിച്ചാൽ മാത്രം. മലയാളത്തിൽ വരട്ടെ. ഇത് മറ്റേ ബംഗാളി പറയുമ്പോഴത്തേക്കും സൈഡ് ചെയ്തിട്ട് പോഡ്കാസ്റ്റില് പ്രാങ്ക് കൊണ്ടുവരണം. ആരാ? കാർത്തിക് സൂര്യ എടുക്കുമെന്ന് നോക്ക് മച്ചാനേ. ആക്ച്വലി ആഷിക്കേ, ഈ ഒരു പോഡ്കാസ്റ്റിന്റെ ഒരു പ്രത്യേകത എന്താണോ? ഭയങ്കര സെന്റിമെന്റൽ ഡിസ്ട്രാക്ഷൻ ഒക്ലോച്ചി പോഡ്കാസ്റ്റ് ആണ്. സംഭവം നിനക്കറിയാം, ഈ പോഡ്കാസ്റ്റിന്റെ പിന്നില് ഞാൻ ഓടിയ ഒരു ഓട്ടം ഈ ഒരു പോഡ്കാസ്റ്റ് എടുക്കാൻ വേണ്ടി അറിയാലോ. എല്ലാം സെറ്റായി അങ്ങനെ ഇരുന്ന ഒരു പോഡ്കാസ്റ്റ് ലാസ്റ്റ് മൊമെന്റിൽ പറ്റില്ല എന്ന് പറയുന്നത് അവരുടെ തിരക്ക് കാരണം, ഈ ഗസ്റ്റിന്റെ തിരക്കാണ്. കാരണം ഗസ്റ്റുകൾ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഭീകര ഓട്ടമാണ്. അങ്ങനെ അവരെ നമുക്ക് ഡിസ്റ്റർബ് ചെയ്യാനും പറ്റില്ല. അപ്പൊ ഇവരെനിക്ക് വാക്കും തന്നു. അതിൽ മെയിൻ ഒരു വ്യക്തിയുണ്ട്, പണ്ട് തൊട്ടേ കാണുന്ന ഒരു മൂളിൽ പറഞ്ഞു സാധനം. അതെ, ആ ഗസ്റ്റ് എനിക്കൊരു വാക്ക് തന്നു. ഞാൻ ട്രിവാൻഡ്രത്ത് വരുന്നത് നിനക്ക് വേണ്ടിയിട്ടാണ് എന്ന് പറഞ്ഞിട്ട് എനിക്കൊരു വാക്ക് തന്നു. പക്ഷെ തിരക്ക് കാരണം അവർക്ക് വരാൻ പറ്റില്ല, ഇത് മാറ്റി വെക്കാൻ പറ്റുമോ, പിന്നീട് പിടിക്കാം എന്നൊക്കെ പറയുന്നു. പിന്നെ വേറൊരു വ്യക്തിയുണ്ട്. ആ വ്യക്തിയാണെങ്കിൽ എല്ലാം ഓക്കെ അതില്ലെങ്കിൽ ഇതാണ് നമുക്ക് മറ്റു പരിപാടി പിടിക്കാന്നൊക്കെ പറഞ്ഞിട്ട് അവസാനം ഒരു പരിപാടി നടക്കാനില്ല, ഈ പോഡ്കാസ്റ്റ് നടക്കൂല എന്ന് പറഞ്ഞിരിക്കുന്ന സിറ്റുവേഷനിൽ, ഡ്രോപ്പ് ആവും എന്ന് പറയുന്ന സിറ്റുവേഷനിൽ നമ്മൾ രാവിലെ കുളിക്കാതെ 7 മണിക്ക് എടുക്കുന്ന പോഡ്കാസ്റ്റ്. അതാണ് ഈ ഒരു പോഡ്കാസ്റ്റിന്റെ പ്രത്യേകത. അതായത് ഈ ഗസ്റ്റിന്റെ ഒരു പവർ മനസ്സിലാക്കണം. ലാസ്റ്റ് ഗസ്റ്റ് വരുന്നത് എത്ര മണിക്ക്? പല്ല് തേക്കാതെ രാവിലെ 7 മണിക്ക് എത്തുന്ന ഗസ്റ്റുകൾ. പച്ചക്കള്ളം. രാവിലെ 7 മണിക്ക് എത്തണമെന്ന് പറഞ്ഞ് നമ്മളളിയാ 7:05 എത്തിയടാ. 7:05 എത്തി. ഇപ്പൊ സമയം 9:30. 1.5 മണിക്കൂർ പോസ്റ്റ്. 1.5 മണിക്കൂർ പോസ്റ്റ് വന്ന്. എന്താ ഫുഡ് കഴിക്കാൻ പോലും വിട്ടില്ല. എന്നിട്ട് ഈ ചുക്കിടി പരിപാടി. ശരി, ഞാൻ പറഞ്ഞു എന്നെ എന്തിനു തേച്ച്? എടാ നമ്മൾ പറഞ്ഞില്ല, എല്ലാ പരിപാടിയും കഴിഞ്ഞിട്ട് നിനക്ക് വേണ്ടി നമ്മൾ വരുമെന്ന് പറഞ്ഞു. വന്നാ ശരിയാണ്. ഞാൻ തിയേറ്ററിൽ നിന്ന് വിളിച്ച ഓർമ്മ ഉണ്ടോ? ഞാൻ ഈ നിങ്ങളുടെ പോഡ്കാസ്റ്റിൽ വരാൻ വേണ്ടിട്ട് മാത്രമാണ് സിനിമ. സത്യം ഇല്ലേ? അല്ല, അത് ഒരു 90% ശരി. 90% ഞാൻ സത്യം. ഞാൻ തിരിച്ചു പറഞ്ഞു കഴിഞ്ഞാൽ അതേപോലെ സത്യസന്ധമായിട്ട് ഉത്തരം പറയണം. നമ്മള് ഈ ഇതിൽ വരാൻ വേണ്ടിട്ട് നീ പോഡ്കാസ്റ്റ് പോയി കണ്ടിട്ട് നീ അവിടെ ഇരുന്നോണ്ട് നമ്മളെ വിളിക്കാളിയാ അല്ലെങ്കിൽ ഇത് കാണില്ലേ? കാണും. ജോമോന്റെ പടങ്ങൾ കണ്ടിട്ടുള്ള ഭയങ്കര എൻജോയ് ചെയ്തിട്ടുള്ള വ്യക്തിയാണ്. ആ സമയത്തെ കാണാനാണ് ബ്രോയുടെ ഫാനാണ്. അത്യാവശ്യം ഞാൻ അയച്ചു കൊടുക്കാം. ജാസിമിന്റെ ഫാനാണ്. ജാസിം ബ്രോ ഇത് ഇത്രയും കണ്ടില്ലെങ്കിലും ചൂരലും വാച്ച് ചെയ്യാറുണ്ട്. ജിറാഫും പല്ലിയും എല്ലാം കാണാറുണ്ട്. ഇഷ്ടമാണ്. നമ്മള് സംസാരിച്ചതേ ഭയങ്കര സെന്റിമെന്റൽ ടോക്കുകളായി പോയി അല്ലെ, അങ്ങോട്ടും ഇങ്ങോട്ടും. പിന്നെ ഒരു ദിവസം 2 മണിക്ക് ഞാനും ജാസും വരുന്നു, അങ്ങോട്ടും ഇങ്ങോട്ടും കരയുന്നു. ഫോൺ വിളിച്ചിട്ട് നൈറ്റ് വിളിച്ചു അങ്ങോട്ടും ഇങ്ങോട്ടും. രാത്രി 2 മണിക്ക് എന്നെ വിളിക്കുന്നു. രാത്രി മീൻസ് തെറ്റിദ്ധരിക്കണ്ട. അവന്റെ വീട്ടിൽ വിളിക്കുന്നതിനാ. ഞാൻ വീട്ടിലല്ലോ വിളിച്ചത്, ഫോണിലല്ലേ. ഉറങ്ങുന്ന സമയമല്ലേ? മനസ്സിലായി.
ഞാൻ നിന്നെ വിളിച്ചിട്ട് ഞാൻ നിന്റെ അടുത്ത് പറഞ്ഞില്ലായിരുന്നു ജോമോനെ. ഞാൻ പറഞ്ഞു എടാ തിരക്കാണ്, ഇനി വേണ്ട, എനിക്ക് നിങ്ങളെ ഡിസ്റ്റർബ് ചെയ്യും പോലെ തോന്നുന്നു. കരയണ എന്തിനാണ് പറഞ്ഞല്ലേ? അപ്പൊ നീ എന്താ തിരിച്ചൊന്നും പറയാത്ത? ഓക്കെടാ നിങ്ങൾ വലിയ തിരക്കുള്ള ആൾക്കാർ, നിങ്ങൾ പൊക്കോ. ഓക്കെ, നമ്മൾ അയ്യോ പാവം ആ റേഞ്ചിലൊക്കെ സംസാരിച്ച് നമ്മളെ മറ്റേ മടിപ്പിക്കുന്ന രീതിയിൽ ഞാൻ തന്നെ ആലോചിച്ചു, ഞാനിത് എന്ത് പുല്ലനാണ്. കാരണം അങ്ങനെ ആലോചിച്ചു, ആ രീതിക്കാണ് അവൻ സംസാരിക്കുന്നത്. അങ്ങനെ സെന്റി അടിച്ചേ. അപ്പൊ എനിക്ക് അറിയാൻ പോയി ഇത് മാഹിമച്ചാനാണല്ലോ, ഇത് പ്രാങ്ക് ആണ്. ഞാൻ ചോദിച്ചടാ, നിങ്ങളിത് പ്രാങ്ക് ആണ്, ഇത് സീരിയസ് ആയിട്ടാണ്? അങ്ങനെ ഇല്ല ഇത് സീരിയസ് ആണോടാ. എനിക്ക് നിങ്ങൾ സീരിയസ് ആയിട്ട് പറയണം, മനസ്സിലാവില്ല. ഫസ്റ്റ് ഹാഫ് ഞാൻ വിളിച്ചേടാ, ഞാൻ ഇറങ്ങി പോകാനൊക്കെ പോയി ഭയങ്കര ഞാൻ ഇറങ്ങിടാ, ഞാൻ തിയേറ്ററിൽ നിന്ന് ഇറങ്ങി. എനിക്ക് എന്റെ മൂഡ് പോയി. തിരിച്ചു കയറുന്നല്ലേ? ഞാൻ പറഞ്ഞു പോഡ്കാസ്റ്റ് എടുക്കുന്നതിന് മുമ്പ് സിനിമ കണ്ടിട്ട് വരണേ, എങ്കിലും നമ്മൾ കുറച്ചൊരു കാര്യങ്ങൾ ചോദിക്കാമെന്ന് പറഞ്ഞു. അപ്പോഴത്തേക്ക് ഞാൻ ഇന്ന് തന്നെ പോടാ, ഞാൻ അവനെ വിളിച്ചോണ്ട് ഞാൻ പോവാന്നൊക്കെ പറഞ്ഞ് പോയിട്ട് ഇൻട്രോലായപ്പോ വിളിക്കുന്നു. നിങ്ങൾ നാളെ വരൂലല്ലേ? ഇൻട്രോവിന് പറ്റിയ സീനായിരുന്നു. കാരണം അവിടെ മരണം, എന്റെ ജീവിതത്തിൽ മരണം നടന്ന സീനായിരുന്നു. കാരണം നിങ്ങൾ വരില്ല, ഇത് നടക്കില്ല എന്ന് പറയുന്നത്. ആ ഇൻട്രോൽ സീനിന് ആ മരണത്തിന്റെ മറ്റേ ആംബുലൻസ് കൊണ്ടുവയ്ക്കുന്ന കുമാർ ഹെൽപ്പ് ചെയ്യുന്ന ആ ഒരു സീനിൽ ഞാൻ ഇറങ്ങാം വെറുതെ. ഇനി കാണാം. ഇന്റർവെല്ലിന് ഇറങ്ങിയിട്ട് ഞാൻ നോക്കിയപ്പോ 20 മിനിറ്റ് കഴിഞ്ഞിട്ട് എനിക്ക് മെസ്സേജ് അയച്ചുകൊണ്ടിരിക്കുന്നു. അപ്പൊ വിളിച്ചെന്നെ. അപ്പൊ എനിക്ക് മനസ്സിലായി ഇത് കേറിയിട്ടില്ല, ഇന്റർവെല്ലിൽ കഴിഞ്ഞിട്ട് തിയേറ്റർ കയറിയിട്ടില്ല. ഞാൻ പറഞ്ഞു ഡേ നിങ്ങൾ പടം കാണുന്നില്ലേ? ഇല്ലടാ ഞാൻ ഇനി പടം കാണുന്നില്ല. ഞാൻ ഇതിന് പടം കാണുന്ന അങ്ങനെയൊക്കെ പറഞ്ഞതാ. ഞാൻ അങ്ങനെയൊക്കെ ചെയ്തു. അങ്ങനെ വിചാരിച്ചല്ലേ? ഞാൻ അങ്ങനെ വിചാരിച്ചു. ഞാൻ എന്തിനാ അവൻ്റെ അടുത്ത് അങ്ങനെ ചെയ്തു? അങ്ങനത്തെ ഒരു റിഗ്രറ്റൊക്കെ അടിച്ച് ഭയങ്കര. അപ്പൊ എന്തായാലും നമുക്ക് കുഴപ്പമില്ല, ഇതിപ്പോ എല്ലാം സോൾവ് ആയില്ലേ, എല്ലാം തീർന്നില്ല, എല്ലാം ഹാപ്പി ആയിട്ട്. നമ്മളിപ്പം കാപ്പി മാത്രം കുടിക്കാത്തതിന്റെ ഒരു വിഷമമാണ് അല്ല, ഭയങ്കര ഒരു ഫുഡ് അടിക്കുക. രാവിലെ ഇറങ്ങിയല്ല, ഇവൻ രാവിലെ 7 മണിക്കൊക്കെ ജീവിതത്തിൽ ആദ്യമായിട്ടാണ് കാണുന്നത്. എന്നെ ജോമോ ഇങ്ങോട്ട് വിളിച്ചു രാവിലെ. ഞാൻ വിചാരിച്ചു ഞാൻ വീട്ടിൽ നിന്ന് ഇറങ്ങി, എന്റെ വീട്ടിൽ നിന്ന് ജോമോന്റെ ഇവിടുത്തെ ഒരു അരമണിക്കൂറുണ്ട്. ഞാൻ വിചാരിച്ചു വീട്ടിൽ നിന്ന് ഇറങ്ങിയതിന് ശേഷം വിളിക്കാം, ഒരു 10 മിനിറ്റ് വിളിച്ചാന്ന് വിചാരിച്ചു. ഞാൻ നോക്കിയപ്പോ ഞാൻ എണീച്ചിട്ട് 5 മിനിറ്റ് ജോമോ ഇങ്ങോട്ട് വിളിക്കുന്നത്. ഡേയ് എണീറ്റാ പോണ്ടേ, മച്ചന്റെ അടുത്ത് പോണ്ടേ പോഡ്കാസ്റ്റിന്. സന്തോഷമാണ്, അടിപൊളി. ഫ്രണ്ട്ഷിപ്പിന്റെ ഇടയിലെ നമ്മൾ എന്ത് പറഞ്ഞാലും സങ്കടങ്ങളുണ്ടാവാം, വിഷമങ്ങളൊക്കെ ഉണ്ടാവാം. പക്ഷെ അത് പിന്നീട് അവൻ മറക്കും. ഒന്ന് ചിരിച്ച് നമ്മൾ കൂടി ഒന്ന് സംസാരിച്ച് കഴിഞ്ഞാൽ ഇതൊക്കെ മറക്കാവുന്നേ ഉള്ളൂ അല്ലേ? മറന്നില്ല നീ? നമ്മളിങ്ങനെ കരയിപ്പിക്കരുത് ആരെടുത്തും. ഒരു ആർട്ടിസ്റ്റിനെ നീ കരയിപ്പിക്കരുത്. നൈറ്റ് 2 മണിക്ക് വിളിച്ചിട്ട് നീ സെൻഡ് അടിച്ച് നീ കരയിപ്പിക്കരുത്. ആർട്ടിസ്റ്റ് ആയല്ലേ നീ? ഞാൻ കയറി തൂങ്ങിക്കളഞ്ഞ നീ രോമാഞ്ച ഡയലോഗ് അടിക്കില്ല ഇവിടെ ഇരുന്നിട്ട്. സ്നേക് ബാബു വെറുതെ ആവശ്യമില്ല. എന്റെ അമ്മോ തൂങ്ങിയ കയറ് പൊട്ടും. അല്ലല്ല, എനിക്ക് തോന്നിയ ജോമോൻ ഒന്ന് ഞാൻ പറഞ്ഞില്ലേ, ജോമോൻ ലാസ്റ്റ് ഒന്ന് സംസാരിച്ചു. ഞാൻ അവരുടെ ഫോൺ ഇന്നലെ 2 മണി വിളിച്ചു. ഞാൻ എടുത്തില്ല, കാരണം ഇവ എന്നെ ഈ പേടിയാണ് അവന്. ഓക്കെ ശരി. എന്തായാലും ഭയങ്കര പ്രൗഡ് മൊമെന്റ് ആണ്. നോക്കുമ്പോൾ ജോമോനെ നോക്കണ്ട, ജാസിമിന്റെ കാര്യം പറ. രസന സമേതം ഭയങ്കര സംഭവമാണ് അല്ലേ ആ ഒരു റോള് കിട്ടിയത്. അയ്യോ സത്യം. പക്ഷെ എനിക്ക് ഏറ്റവും കൂടുതൽ ഇഷ്ടപ്പെട്ടെന്ന് വെച്ചാൽ അവൻ റീൽ ചെയ്യുന്ന പോലെ അല്ല അതിൽ അഭിനയിച്ചിട്ടില്ല. റീൽ ചെയ്യുന്ന ജാസിമ് വേറെ, അല്ലാതെ അതിൽ അഭിനയിച്ചിരിക്കുന്ന ജാസിമ്. ഞാൻ അവന്റെ അടുത്ത് പറഞ്ഞിട്ടുള്ള. പക്ഷെ ഈ റോള് കിട്ടിയത് ഈ സിനിമയിൽ എങ്ങനെയായിരുന്നു? അത് ഭയങ്കര എനിക്ക് അറിയാൻ പേട്ടാ ഇനി ഇങ്ങനെ പറഞ്ഞു കിട്ടുമോ, ആദ്യത്തെയും അവസാനത്തെയും എന്ന് പറഞ്ഞാൽ തോന്നുന്നു. കാര്യം അല്ല, ഇത് അത്യാവശ്യം നല്ല റോളല്ലേ. പിന്നെ അത് സിനിമ ഞാൻ വിചാരിച്ചെന്ന് വെച്ചാൽ, എൻ്റെ അടുത്ത് സിനിമ കണ്ടോ ജോമോൻ കയ്യിലെടുത്തു എന്ന് പറഞ്ഞു. പക്ഷെ എല്ലാവർക്കും ഈക്വൽ പ്രാധാന്യം പടത്തിൽ. ഈവൻ ഫണ്ണ്, അങ്ങനെ ഒരു നായകൻ നായിക അങ്ങനെ ഒരു പരിപാടിയൊന്നും ഇല്ലല്ലോ. സ്ക്രിപ്റ്റ് തന്നെയാണ് പരിപാടി. വിപിൻ ചേട്ടന്റെ എഴുത്ത് അത് എനിക്ക് ഇവർ രണ്ടുപേരും, വിപിൻ ചേട്ടനും ഡയറക്ടർ വിപിൻ ചേട്ടനും നമ്മൾ സജീഷ് സാബാൻ നമ്മുടെ പഴയ കപ്പേരില്ലേ, പുള്ളി എൻ്റെ ക്രിയേറ്റീവ് ഡയറക്ടറാണ്. ഇവർ രണ്ടുപേരും ഓരോ ക്യാരക്ടേഴ്സിനും അവര് അത്ര ഇമ്പോർട്ടൻസ് കൊടുക്കുന്നുണ്ട്. അതാണ് ഇതിൽ വന്നു പോയ ഈവൻ മറ്റേ ഹെഡ്സെറ്റ് വെച്ച് വരുന്ന ഒരു അമ്മാവനുണ്ട്, പുള്ളിക്കാരനെ വരെ നമ്മൾ പടം കഴിയുമ്പോൾ നമുക്ക് ഓർത്തിരിക്കും. എല്ലാ ക്യാരക്ടേഴ്സും നമ്മള് ആരെയും നമ്മൾ വിട്ടുപോകില്ല. മറ്റേ വിറകെടുത്തോണ്ട് പോകുന്ന ആളില്ലേ, ഇവനെ കൊണ്ട് വിറക് എടുപ്പിക്കുന്ന, അത് എല്ലാ ക്യാരക്ടേഴ്സിനും അവർ ഒരു പരിപാടി എഴുതി വെച്ചിട്ടുണ്ട്. അല്ലാതെ വെറുതെ ആരും വന്നു പോകുന്നില്ലല്ലേ എല്ലാരും. ഈ കുമാർ എന്ന് പറയുന്ന പരിപാടി ശരിക്കും ജാസിമിന് എഴുതി വെച്ചതായിരുന്നു? അല്ല, സംഭവം ശരിക്കും ഇത് വന്ന ഒരു കാര്യം കേട്ടത് ഞെട്ടും. ആ കുമാർ എന്ന് പറയുന്ന ക്യാരക്ടർ ആദ്യം വെച്ചിരുന്ന ആർക്കാന്നറിയാം?
അത് ആദ്യം വെച്ചിരുന്ന ആർക്കും എനിക്ക് അറിയാൻ വയ്യ. അതിന് ആര്? ഏജ്ഡ് ആയിട്ടുള്ള അതെ അത് ഒരുപാട് ആൾക്ക് ജഗദീഷ് ചേട്ടൻ വെച്ചിരുന്നിട്ട് ജഗദീഷ് ചേട്ടനെ ഉദ്ദേശിച്ചിട്ടുണ്ട്. പിന്നെ അതിനുശേഷം നോബി ചേട്ടനിലോട്ട് വന്നിട്ടുണ്ട്. പിന്നെ ഷമീറിലോട്ട് വന്നിട്ടുണ്ട്. ഷമീർ അതായത് നമ്മളെ വിപിൻ ചേട്ടൻ ഡയറക്ടർ വിപിൻ ചേട്ടനെ ആക്ച്വലി ഷമീറിനായിരുന്നു പുള്ളിയുടെ മനസ്സിൽ, ഷമീറിനായിരുന്നു പുള്ളിയുടെ വിചാരം. അപ്പം നമ്മുടെ വിപിൻദാസ് ചേട്ടനാണ് പറഞ്ഞത് നമുക്ക് ജാസ്മിനെ ട്രൈ ചെയ്ത് നോക്കാം. നീ ഒരു കാര്യം ചോദിച്ചോട്ടെ, എന്റെ ഇടയിൽ നീ കെട്ടിയിരിക്കുന്ന ഏലസ് എവിടെ നിന്നാണ്? ഇല്ല ഞാൻ ഇടുപ്പൊന്ന് പൊക്കി. ഇല്ല ഒന്നുമില്ല, സത്യമായിട്ടല്ല, ഫുൾ നേക്കഡ്. അപ്പൊ ഡയറക്ടർ ആദ്യം ഇത് ആക്ച്വലി ഈ പടം പുള്ളിക്കാരൻ ഇപ്പോഴൊന്നുമല്ല, ഒരുപാട് നാളായിട്ട് ഇതിൽ എഴുതിക്കൊണ്ടിരിക്കുന്ന ഈ സാധനം. അപ്പൊ ഇത് ആദ്യം വേറൊരു ആർട്ടിസ്റ്റും എന്ന് വെച്ചാൽ ഇത്ര ഇവരുടെ ഈ ഇപ്പോൾ ഉള്ളതിനേക്കാൾ ഒരുപാട് മാറ്റുള്ള വേറെ സ്ക്രിപ്റ്റ് ആയിരുന്നു ആദ്യം ചെയ്തുകൊണ്ടിരുന്നത്. അന്നും പക്ഷെ ജോമോനൊക്കെ അതിലും ഉണ്ട്. അന്നേ ജോമോനുണ്ട്, ഞാനുണ്ട്, ഷമീറുണ്ട്, നമ്മളൊക്കെ അത് അന്നേ ഉണ്ട്. പക്ഷെ അന്ന് കുറച്ചുകൂടെ വേറൊരു സ്ക്രിപ്റ്റാണ്. അതിനുശേഷം ഇത് വിപിൻദാസ് ചേട്ടൻ ഏറ്റെടുത്തപ്പോഴാണ് ഇത് കുറച്ചുകൂടെയൊക്കെ ക്രിസ്പായി ട്രിമ്മായി. ആ സ്ക്രിപ്റ്റിൽ നിന്ന് കുറേ മാറി വേറെ ആയപ്പോഴത്തേക്കും അന്ന് എനിക്കും ഷമീറിനൊക്കെ പറയുന്ന ക്യാരക്ടറൊക്കെ നിന്ന് മാറി. നമ്മളെ ക്യാരക്ടർക്ക് എന്റെയും ഷെമീറിന്റെ ക്യാരക്ടർ മൊത്തമായിട്ട് ഇന്ന് പോയി. ഇതിലപ്പം സ്റ്റിൽ മറ്റേ സിമെന്റ് ഇട്ടേക്കും പോലത്തെ ഒരു ക്യാരക്ടർ ഉണ്ടായിരുന്ന ജോമോന്. എന്റെ ക്യാരക്ടർ പക്ഷെ ആദ്യം കുറച്ചുണ്ടായിരുന്നുള്ളൂ. പിന്നെ വിപിൻദാസ് ചേട്ടൻ വന്നിട്ട് അവനെ ആ ഒരു പരിപാടിയിലോട്ട് കൊണ്ടുപോകുന്നതിൽ വന്നപ്പോഴാണ് ആ ഒരു സിനിമ എടുത്തു തുടങ്ങിയപ്പോഴാണ് ആ ക്യാരക്ടർ. അല്ല, സിനിമയുടെ പ്ലാനിങ് ആയി പ്രൊജക്ട് ഓൺ ആയ സമയത്ത് വിപിൻ ചേട്ടൻ എന്റെ ക്യാരക്ടർ ആദ്യം കുറച്ചുണ്ടായിരുന്നുള്ളൂ. പക്ഷെ വിപിൻദാസ് ചേട്ടനാണ് അതൊരു ഒരാൾക്ക് പരിപാടി വേറൊരു രീതിയിൽ കൊണ്ടുവന്നത്. അത് എല്ലാ സിനിമയിലും അങ്ങനെയാണ്. ഗുരുവായൂരമ്പലടയിലായിരുന്നാലും പുള്ളി തന്നെയാണ് ആ ക്യാരക്ടർ. എനിക്കൊരു സീനാണ് ഞാനിത് ഇത് പറഞ്ഞു കഴിഞ്ഞാൽ ഓവറായപ്പോന്ന് എനിക്ക്. കാരണം ഗുരുവായൂർ അമ്പലനടയിലെ യോഗി ബാബുവിനെ കൊണ്ടുവന്നു. നമ്മൾ എന്താണ് യോഗി ബാബു എന്ന് പറയുന്നത്? തമിഴിൽ നിന്ന് കൊണ്ടുവരുന്ന ഒരു താരം, വലിയ താരം. ഈ താരം അണഞ്ഞു പോവാണ് ആ സിനിമയിൽ, അണയുന്നു. പവർ കട്ട് മൊത്തം കളിയ പവർ കട്ട് എന്ന് പറയാം ആ സിനിമയിൽ യോഗി ബാബു. പക്ഷെ അത് ഫുൾ മറ്റേ ഈ ജനറേറ്റർ അടിച്ച് നിൽക്കുമ്പോൾ നിന്ന ക്യാരക്ടർ ഇവൻ തന്നെയാണ്. ആണല്ലേ? അതുപോലെ തന്നെ ഞാൻ പല പോഡ്കാസ്റ്റിലും പല ഇന്റർവ്യൂവിലും കണ്ടതാണ് ഇവന്റെ കയ്യിൽ നിന്ന് കുറെ ഡയലോഗ് കിട്ടും ഡബിങ്ങിന്റെ ഇടയിൽ. ഇവന് തോന്നിയ മറ്റേ ജെംസിന്റെ കാര്യം അല്ലേ, ജെംസ് ഒക്കെ ഇവന്റെ കയ്യിൽ നിന്ന് ഇട്ട സാധനമാണ്. സത്യം പറഞ്ഞാൽ ഞാൻ പടം കണ്ടില്ല ബ്രോ, പക്ഷെ ബ്രോയുടെ 2 സീൻ മാത്രം കോമഡിയിൽ ഞാൻ കണ്ടിട്ടുണ്ട്. എനിക്ക് അയച്ചു തന്നെയാണ് മറ്റേ ഗുരുവായൂരമ്പലം. ഒന്ന് മറ്റേ വീട്ടിൽ പോയിട്ട് ബോംബ് മറ്റേ ആ ഒരു എല്ലാവരും അപായപ്പെടുത്തുന്ന പോലത്തെ സീനും, പിന്നെ മറ്റേ ആസ്ട്രോളജറായിട്ട് തത്തം ആ ഒരു വായിക്കണം. ആ 2 സീൻ എന്റെ അരുൺ ബ്രോ അയച്ചു വീഡിയോസ് കോമഡിയുടെ കണ്ടു ഒക്കെ പറഞ്ഞിട്ട്. ഓക്കെ, അപ്പൊ ഇത്രയും കാര്യങ്ങൾ വന്ന് ഫിൽട്ടർ ചെയ്താണ് ഈ ഒരു ക്യാരക്ടർ അങ്ങ് ആവുന്നല്ലേ. അതൊരു വലിയ ഭാഗ്യമാണ്. അത് എത്ര ദിവസം മുന്നെയാണ് അതപ്പോ? ഷൂട്ടിന്റെ ഒരു 3 ദിവസം മുമ്പ്. അതായത് അതും ഒരു ട്വിസ്റ്റ് ഉണ്ടായിരുന്നു. ആക്ച്വലി ഇത് ഈ പടം ആദ്യം പറഞ്ഞില്ലേ, പണ്ട് ഓണായിരുന്ന സമയത്ത് ഇപ്പൊ ജോമൻ ഉണ്ടെന്ന് അറിയാം, ഞാൻ ഷമീർ, പിന്നെ എനിക്കറിയുന്ന വേറെ നമ്മുടെ പ്രമോദണ്ണൻ, ഉപ്പ് എന്ന് പറഞ്ഞ ഉപ്പിലുള്ള പ്രമോദണ്ണൻ അറിയാമോ? നമ്മൾ ഇതില് മറ്റേ പന്തളത്തുനിന്ന് വരുന്ന വീട്ടുകാരുടെ ഡ്രൈവറായിട്ട് അഭിനയിച്ച പ്രമോദൻ, പുള്ളി യൂട്യൂബറാണ്. പുള്ളിയൊക്കെ ആദ്യത്തെ പരിപാടിയിലുള്ളതാണ്. അപ്പോൾ ഈ പരിപാടി പിന്നെ നമ്മുടെ അടുത്ത് വിപിൻ ചേട്ടൻ ഇടയ്ക്ക് വിളിച്ചിട്ട് പറഞ്ഞിട്ട് ഇത് ഡിലേ ആവും, നിങ്ങൾ വേറെ പരിപാടിയൊക്കെ വരുന്നെങ്കിൽ നോക്കിയോ, ഇതിനു വേണ്ടി വെയിറ്റ് ചെയ്യണമെന്നൊക്കെ പറഞ്ഞൊക്കെ വിട്ടായിരുന്നു. അപ്പോൾ ഞാൻ പ്രമോദണ്ണനെ വിളിച്ച് ഞാൻ പറഞ്ഞാൽ മറ്റേത് ഡ്രോപ്പ് ആയാലാണ് പോസ്റ്റ്പോൺ ആവുമല്ലോ എന്നൊക്കെ പറഞ്ഞ് വിട്ട്. പിന്നെ ഒരു ദിവസം പ്രമോദണ്ണനാണ് വിളിക്കുന്നത്. എന്നെ ഒരു ദിവസം വിളിച്ചിട്ട് പറഞ്ഞു, പ്രമോദൻ വിളിച്ചിട്ട് പറഞ്ഞു, ജാസ്മേ മറ്റേ ആ പടം വീണ്ടും ഓണായിട്ടുണ്ട്, അതിപ്പോൾ വിപിൻദാസ് പ്രൊഡക്ഷൻസ് ഏറ്റെടുത്തിട്ടുണ്ട്, അപ്പോൾ അവരത് ചെയ്യാൻ പോവുകയാണ്, നിന്നെ വിളിച്ചോ എന്ന് ചോദിച്ചു. അപ്പോൾ ഞാൻ പറഞ്ഞു ഇല്ല, വിളിച്ചില്ല, അത് ഇപ്പം മാറിക്കാണുമായിരിക്കും എന്ന് പറഞ്ഞു. അപ്പോൾ ആ ഓക്കേടാ ശരിയെന്ന് പറഞ്ഞു. എന്നിട്ട് പിന്നെ എൻ്റെ അടുത്ത് നീ ഒന്ന് വിളിച്ചു നോക്ക്, നീ ഡയറക്ടറിനെ വിളിച്ചു നോക്ക്, ഒന്ന് വിളിച്ച് ഓണായെന്ന കാര്യം ചോദിക്കാൻ പറഞ്ഞു. അപ്പം അവന് വേണോ? അവന് വേണ്ട, കുഴപ്പമില്ല, വേണ്ടെന്നൊക്കെ പറഞ്ഞു. അപ്പോൾ പ്രമോദണ്ണ എൻ്റെ അടുത്ത് പറഞ്ഞിട്ടാ നീ ചുമ്മാ പുള്ളിക്കൊരു വിളിക്കുകയോ മെസ്സേജോ ചെയ്യും, പോയ ഒരു വാക്ക് കിട്ടിയെന്ന് ചുമ്മാ വിളിച്ചു നോക്കാൻ പറഞ്ഞു. അപ്പം വെറുതെ ഞാൻ മെസ്സേജ് അയച്ചാൽ ചേട്ടാ എന്തായി നമ്മുടെ പടം, എന്താണ് പടത്തിൻ്റെ അവസ്ഥ, ഓണായോ എന്ന് ചോദിച്ചു. അപ്പോൾ വന്ന റിപ്ലൈ എന്ന് വെച്ചാൽ ജാസ്മേ ഞാൻ ഇപ്പം വിളിക്കാം എന്ന് പറഞ്ഞിട്ട് അതിനെ അപ്പം വിളിച്ചിട്ട് പറഞ്ഞ് എടാ ഒരു പരിപാടിയുണ്ട്, ഇത് പെട്ടെന്നൊക്കെയാണ് ഓണായത്, 12-ാം തീയതി വിളിക്കുന്നത്, 15-ാം തീയതി ഷൂട്ട് തുടങ്ങും, 3 ദിവസം കഴിയുമ്പോൾ ഷൂട്ട് തുടങ്ങും. പെട്ടെന്നറാ ഞാൻ അങ്ങോട്ട് മെസ്സേജ് അയച്ചപ്പോഴത്തേക്കും വന്ന റിപ്ലൈ ഇതാണ്, ജാസ്മേ നീ ഇങ്ങോട്ട് ഒരു മിനിറ്റ് ഇപ്പോൾ വിളിച്ചിട്ട് പറഞ്ഞ് നീ ഒരു കാര്യം ചെയ്യും, ഇന്ന് വൈകിട്ട് തിരുവനന്തപുരത്ത് വരാൻ പറ്റുമെന്ന് ചോദിച്ചു. ഞാൻ വർക്കലേക്കാണ്, വരാൻ പറ്റുമെന്ന് ചോദിച്ചു. ഞാൻ പിന്നെ വരാമെന്ന് പറഞ്ഞു. അപ്പോൾ ഇത് കുറച്ച് വലിയ റോളാണ്, ബൈജോണിൻ്റെ ഓപ്പോസിറ്റ് ചെയ്യുന്ന ഒരു ക്യാരക്ടറാണ്. അപ്പോൾ നമ്മൾ വേറൊരാളെ കാസ്റ്റ് ചെയ്തതായിരുന്നു. അപ്പോൾ പുള്ളി കുറച്ച് ഇതൊക്കെ ആയിട്ട് പുള്ളി പെട്ടെന്ന് മാറി. അപ്പോൾ ഞാൻ ഇങ്ങനെ ആലോചിച്ചുകൊണ്ട് ആരാ വിളിക്കണം എന്ന് ആലോചിച്ചുകൊണ്ടിരിക്കുമ്പോഴാണ് നിൻ്റെ മെസ്സേജ് വരുന്നത്.
ഓക്കെ മെസ്സേജ് ആ സത്യം ഞാൻ ചോദിച്ചു ഞാൻ ചോദിച്ചു എന്നിട്ട് പിന്നെ ചോദിച്ചു അപ്പോൾ ചോദിച്ചപ്പോൾ ഇല്ലടാ എന്തായാലും നിങ്ങളെ വിളിക്കുമായിരുന്നു. നിന്നെയോ ഷമീർ ചൂരൽ എന്നൊരു പരിപാടി നമുക്ക് ഉണ്ടായിരുന്നു. അപ്പം ഞാൻ വിചാരിച്ച ഷമീറിനെയാണ്. അപ്പോൾ വിപിൻ ദാസ് ഓൾറെഡി എൻ്റെ അടുത്ത് പറഞ്ഞത് നമുക്ക് ജാസ്മിനെ നോക്കാം എന്നൊക്കെ ഡിസ്കഷൻ നടന്നുകൊണ്ടിരിക്കുന്ന സമയത്താണ് നിന്റെ മെസ്സേജും വരുന്നത്. അപ്പോൾ പിന്നെ എന്തായാലും എന്നാൽ പിന്നെ അങ്ങനെയാണ് നോക്കാമെന്ന് ചോദിച്ച് നിന്നെ വിളിച്ച് അങ്ങനെ ചെന്ന് ഒരു ഓഡീഷൻ പോലെ, ഓഡീഷനല്ല, ഞാൻ ചെന്നപ്പോഴത്തേക്ക് ഒരു 1-2 ഡയലോഗുകൾ പറഞ്ഞു. അപ്പോൾ എനിക്ക് സത്യം പറഞ്ഞാൽ എനിക്ക് ഭയങ്കര ഒരു ടെൻഷൻ, പിന്നെ ഭയങ്കര ടെൻഷനായിരുന്നു. കാര്യം ഇത് ഈ ബൈച്ചേട്ടൻ്റെ ഓപ്പോസിറ്റ് നിൽക്കുന്ന ക്യാരക്ടർ നോക്കിയപ്പോൾ ഡയലോഗ് ഫുള്ള് ഉടക്ക് ഡയലോഗുകൾ. അപ്പോൾ എനിക്ക് ഭയങ്കര ടെൻഷൻ, പിന്നെ ഭയങ്കര ഉടക്ക് ഡയലോഗുകൾ. അപ്പോൾ എനിക്ക് പറഞ്ഞിട്ട് എനിക്ക് തന്നെ ഒരു സാറ്റിസ്ഫാക്ഷൻ വരുന്നില്ല സത്യം പറഞ്ഞാൽ. എനിക്ക് ഡയലോഗ് പറഞ്ഞപ്പോൾ എനിക്കൊരു സുഖം തോന്നുന്നില്ല. അപ്പോൾ വിജയേട്ടൻ പറഞ്ഞു, വിജയേട്ടാ ഞാൻ വെറുതെ തമാശയായിട്ടൊന്നും പറയുന്നതല്ല, കാര്യമായിട്ട് പറയുകയാണ്. ഇപ്പോൾ ഞാൻ ചെയ്തത് നിങ്ങൾക്ക് ഓക്കെ അല്ലെങ്കിൽ നിങ്ങൾ ധൈര്യമായിട്ട് പറഞ്ഞോ, അല്ല എന്നെ വിളിച്ച് വരുത്തിയതിൻ്റെ വിഷമമൊന്നും വിചാരിക്കരുത്. ഓക്കെ അല്ലെങ്കിൽ ഓക്കെ എന്ന് പറയാം, കുഴപ്പമില്ല. ഇപ്പോൾ ഒരു സിനിമ കണ്ടു കഴിയുമ്പോൾ ഞാനും ഏറ്റവും കൂടുതൽ ശ്രദ്ധിക്കുന്ന ആൾക്കാരുടെ പെർഫോമൻസ് ഒക്കെയാണ്. അപ്പോൾ അതിൽ ഒരു ഇത് വരാൻ പാടില്ല, നിങ്ങളത് ഹാപ്പി ആണെങ്കിൽ മാത്രം ചെയ്തു. അപ്പോൾ ഇല്ലടാ അങ്ങനെയൊന്നുമില്ല, നീ ഓക്കെയാണ്, കുഴപ്പമൊന്നുമില്ല, അത് ഒന്ന് ട്രാക്ക് ആവുന്നാൽ ശരിയാവുന്നൊക്കെ പറഞ്ഞു. ഷൂട്ട് തുടങ്ങി എനിക്ക് തോന്നുന്നു ഫസ്റ്റ് ദിവസം തന്നെ വലിയ കുഴപ്പമില്ല. കാര്യം എല്ലാവരും ഭയങ്കര കംഫർട്ടബിൾ ആയിരുന്നു. അല്ലെങ്കിൽ നമ്മളെ സെറ്റ് ഭയങ്കര അടിപൊളിയായിരുന്നു. കാര്യം പിന്നെ ഇവർക്ക് വേറെ ടെൻഷനും കാര്യങ്ങളും കൊടുക്കത്തില്ല. സീനിയർ മോസ്റ്റ് ആയിട്ടുള്ള ഒരാളാണ് ബൈചേട്ടനൊക്കെ ചിലപ്പോൾ ദേഷ്യം വരും. ഈ 3-4 ടേക്കൊക്കെ അങ്ങനെ പോയി കഴിഞ്ഞാൽ അങ്ങനെ ദേഷ്യം വരുന്ന ക്യാരക്ടർ ഇങ്ങനെ പൊതുവേ സിനിമകളിൽ നമുക്ക് ടെൻഷനാണ് ഇത്രയും വലിയ സീനിയർ മോസ്റ്റ് ആയിട്ടുള്ള ഒരാൾ വയ്ക്കുമ്പോൾ. ഇല്ല വലിയ പ്രശ്നമൊന്നുമില്ല. പുള്ളി ഭയങ്കര ഹാപ്പി മൂഡാണ്. പിന്നെ നമ്മളുടെ അടുത്ത് എപ്പോഴും മറ്റേ കളി പറഞ്ഞും തമാശ പറഞ്ഞും അവിടെ ഉള്ള എല്ലാവരും ചിരിപ്പിച്ചൊക്കെയാണ് പുള്ളി നിൽക്കുന്നത്. എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് പുള്ളി വരുമ്പോഴത്തേക്ക് ഒരു വൈബാണ്. ഇവിടെ ലൊക്കേഷനിൽ മൊത്തത്തിൽ ഒരു ഓറ ഉണ്ട് പുള്ളി വരുമ്പോൾ. കാരണവർ തന്നെയാണ് വിളിക്കുന്നത്. കാരണവർ വൈബ് തന്നെ പുള്ളി. ഈ 2 ദിവസം മുന്നേ ഒരു ഫോട്ടോ, 2 ദിവസം മുന്നേ എന്തോ ജോമോൻ്റെ ഇൻസ്റ്റാഗ്രാമിലൊരു ഫോട്ടോ, വിപിൻ നിൽക്കുന്നു, ഡയറക്ടർ ജോമോൻ നിൽക്കുന്നു, ജോമോൻ മുടിയൊക്കെ വളർത്തിയിട്ട് ഒരു ഏണിയിൽ പിടിച്ചോണ്ടിരിക്കുന്നു. എന്നിട്ട് മെമ്മറീസിൽ ഒരു ഷോർട്ട് ഫിലിമാണ് എഴുതിയിരിക്കുന്നത്. നോക്കിയപ്പോൾ അത് എനിക്ക് ഈ സിനിമയായിട്ട് കണക്ട് ചെയ്യാൻ തോന്നി പെട്ടെന്ന്. നോക്കിയപ്പം ഡയറക്ടറുണ്ട്, ജോമോൻ. അപ്പൊ പണ്ടോട്ടെ നിങ്ങളുള്ള ബന്ധമാണോ അത്? പണ്ട് മുതലുള്ളത്. എനിക്ക് എന്നെ ആദ്യമായിട്ട് പുള്ളി ഒരു വീട്ടിൽ എന്നെ തിരക്കി ഒരു ഡയറക്ടർ പറഞ്ഞു, ഒരു ഹീറോ ഹോണ്ട ബൈക്കിൽ ഒരാൾ വരികയാണ്. തിരക്കി പറഞ്ഞത് ആദ്യം എന്നെ അഭിനയിപ്പിക്കാൻ. എന്റെ ജീവിതത്തിൽ ഇങ്ങനെ ചെയ്തോണ്ടിരിക്കണം. അപ്പൊ നമ്മള് അങ്ങാട്ട് പോയിട്ടുള്ള ഒരു പരിപാടികളുണ്ട്, ഇങ്ങോട്ട് നമ്മള് തിരക്കി ഒരാൾ വരുന്ന ഒരു നിഗൂഢത മൊത്തത്തില്. ഞാൻ പോഡ്കാസ്റ്റ് എടുക്കുമ്പോ ഒരു കഥയുണ്ട്, നീ അത് വായിച്ചിട്ട് നിനക്ക് ഇഷ്ടമുള്ള ക്യാരക്ടർ എന്തോന്ന് നിനക്ക് തിരഞ്ഞെടുക്കാം പറഞ്ഞു. ചെയ്യാന്നൊക്കെ ഞാൻ പറഞ്ഞു. തിരിഞ്ഞു നടന്നു പോയ പുള്ളി, ജോമനെ ചേട്ടാ പേയ്മെന്റ് ഒക്കെ എത്ര വേണമെന്ന് കരഞ്ഞു പോയി. ആദ്യമായിട്ടാണ് എന്നെ വിളിച്ചിട്ട് പേയ്മെന്റ് ഒക്കെ തേച്ചിട്ടേ ഉള്ളൂ ആൾക്കാർ. പുള്ളി എനിക്ക് പെർ ഡേ ഒരു 2000 രൂപ തരായിരിക്കും. എന്റെ അബദ്ധത്തിന് ചേട്ടാ ഒരു ദിവസം ഒരു 500 രൂപ തരാം, 700 രൂപ തരാം. സംഭവം ആ സമയത്ത് കാറ്ററിംഗിന് പോകുന്നുണ്ട്. എവിടെ പോയാലും കാറ്ററിംഗ് കണക്ക് 500 അവരോട്ട് ഉച്ചവരെ നിൽക്കുകയാണെന്നുണ്ടെങ്കിൽ 350. കാറ്ററിംഗിനായിരുന്നാലും അപ്പൊ ഈ കാറ്ററിംഗ് ജീവിതത്തിൽ വിടാൻ താല്പര്യമില്ല. അങ്ങനെ സിനിമയിൽ പോകുമ്പോഴങ്ങനെയാണ്. ഞാൻ കുറേയൊക്കെ ഞാൻ എന്റെ വീട്ടിലെ കാര്യങ്ങൾ നോക്കിയത്, എന്റെ കാര്യം ഞാൻ ഇടുന്ന തുണി വരെ മേടിച്ചത് കാറ്ററിംഗിന് പോയിട്ടാണ്. അപ്പൊ എനിക്കിത് ഭയങ്കര അതിനോട് ഭയങ്കര. ഏത് കോളേജിലാണ് പഠിച്ചത്? ഞാൻ AJ കോളേജ് തോന്നക്കില്ല, മാസ് കമ്മ്യൂണിക്കേഷൻ ആയിരുന്നു. ഓക്കെ. അത് കഴിഞ്ഞിട്ട് അളിയൻ എന്തെങ്കിലും ജോലി? അത് കഴിഞ്ഞിട്ടാണ് കാറ്ററിംഗിന് പോയത്. നമ്മൾ നിലനിൽപ്പിന് വേണ്ടിയിട്ട് എനിക്ക് സിനിമയിൽ, അത് കഴിഞ്ഞിട്ട് സിനിമയിലോട്ട് സിനിമ ചെയ്യണമെന്നുള്ള ആഗ്രഹം കൊണ്ട് എറണാകുളത്ത് പോവുകയും പിന്നെ ഓഡിഷന് പോകാൻ വേണ്ടിയിട്ട് അങ്ങ് ഇറങ്ങി. വീട്ടുകാരുടെ ഇടയ്ക്ക് ഒരു പരിപാടിക്ക്, ഒരു ഗ്രാഫിക് ഡിസൈനിങ് പരിപാടിക്ക് കൊണ്ട് കയറ്റി, ഒരു ബന്ധുവിൻ്റെ ഒരു കമ്പനിയിൽ. അപ്പോൾ ഞാൻ അവിടെ 2 മാസം ഇരുന്നിട്ട് ചാടി. എന്നെ കൊണ്ട് പറ്റണില്ല. ഒരു റൂം, ഒരു കമ്പ്യൂട്ടർ, വിളിക്കണവരെ അവിടെ ഫുഡ് കഴിക്കാൻ വേണ്ടി മാത്രമേ പുറത്തിറങ്ങാൻ പറ്റുന്നുള്ളൂ. കാമുകിയെ പോലും കാണാൻ പറ്റുന്നു. കാമുകി ഇല്ല അന്ന്. ഇപ്പോഴും ഇല്ല. എന്താ അങ്ങനല്ല, അന്ന് കാമുകിയൊക്കെ എല്ലാം ബ്രേക്കപ്പ് ഒക്കെ ആയിട്ട് അതിന്റെ ഒരു ഇത്. പിന്നെ ഇങ്ങനെ റൂമിനകത്ത് ഇങ്ങനെ ഇരിക്കേണ്ട അതിന്റെ ഒരു വേറൊരു പരിപാടി മനസ്സിലായി. പിന്നെ അവിടെ നിന്ന് പിന്നെ നേരെ എറണാകുളത്ത്. ഞാൻ ഇങ്ങനെയും കേട്ടു, ഇത് ഈ കക്ക വാരാനൊക്കെ. കക്ക വരാൻ പോയിട്ടുണ്ടോ കൊറോണ ടൈമില്? കൊറോണ ടൈമിൽ നമ്മുടെ ഈ കൊറോണ സമയത്ത് ഈ മീനൊന്നും ഇല്ലായിരുന്നു.
അപ്പൊ നമ്മുടെ വീടിനടുത്ത് കായലുണ്ട്. അപ്പൊ ഈ കക്ക ഇങ്ങനെ ഫ്രണ്ടിൽ വന്ന് അത് വിൽക്കാനാണ്? അല്ല വിൽക്കാനല്ല, വീട്ടിൽ കൊണ്ടുപോയി. വിൽക്കണതിന് കുഴപ്പമൊന്നുമില്ല, വിൽക്കാൻ നോക്കായിരുന്നു. പക്ഷെ അന്നേരം വണ്ടി കയറുന്നില്ല, കക്ക ഇങ്ങനെ അടിഞ്ഞാണ് സംഭവം. അപ്പൊ ഞാൻ വീട്ടിൽ കുറച്ച് നമുക്ക് അവിടെ നിന്ന് പറക്കി എടുക്കാൻ പറ്റും, അവിടെ നിന്ന് കവറിൽ പറക്കി ഇടാൻ പറ്റും. വലിയ ഡേഞ്ചറസ് ആയിട്ടുള്ള പരിപാടിയല്ല. ആ ചിപ്പി അതൊക്കെ എടുക്കുമായിരുന്നു. അതെല്ലാരും എടുക്കും. നമ്മൾ പലയിടത്തുനിന്ന് ആൾക്കാർ വരുമായിരുന്നു ആ സമയത്ത്. കാരണം ആ സമയത്ത് മീനില്ല. കൊറോണ സമയത്ത് എല്ലാരും വീട്ടിനകത്തല്ലേ, ആ സമയത്ത് മീനില്ല. ആ ഒരു ഇതുണ്ടായിരുന്നു. അപ്പൊ അളിയൻ ജീവിതത്തിൽ ചെയ്തിട്ടുള്ളത് പൈസ കയ്യിൽ കിട്ടിയിട്ടുള്ള ഒരു ജോലി കാറ്ററിംഗ് തന്നെയാണ്. ആണ് ആഴ്ചകളിൽ എല്ലാ ദിവസവും വർക്കും കിട്ടും. എല്ലാ ദിവസവും ഉണ്ടായിരുന്നു. വേറെ പരിപാടി ഒന്നും നോക്കിയിട്ടില്ല. സിനിമ വേറെ പരിപാടി വെച്ചാൽ എനിക്ക് ഇടയ്ക്കിടയ്ക്ക് പോകേണ്ടി വരും. എനിക്ക് ഓഡിഷൻ ഉണ്ടെങ്കിൽ എനിക്ക് ഇറങ്ങി പോകണം, എനിക്ക് ഓഡിഷൻ അറ്റൻഡ് ചെയ്യണം, ബാക്കി കാര്യങ്ങൾ എനിക്ക് ചെയ്യണം. അപ്പൊ അതിന്റെ ഒരു എളുപ്പത്തിന് വേണ്ടിയിട്ട് പറ്റിയ ജോലി എന്ന് പറയുന്നത് കാറ്ററിംഗ് മാത്രമേ ഉള്ളൂ. അല്ലെ ഒരു മാന്ത്രിക കൈയട, അത് ആരുടെ ഒരു മാന്ത്രിക കൈ. അജിത്ത് 6 സമൂസയും 6 കടലും മാന്ത്രിക കൈയട. ഏത് ഇത് വന്നപ്പോ സന്തോഷം. നീ എടുത്ത് കഴിക്കുന്നേ. ഇത് ഒരു ക്രിസ്പി ചീസ് സമോസ അല്ലല്ല, ഇത് അങ്ങനെയൊന്നും പറഞ്ഞല്ലേ, ആവശ്യമില്ലാതെ അതൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ അവര് ചിന്തിക്കും. ഇത് അളിയ ഇത് ക്രിസ്പിയോടെ കഴിച്ചു നോക്ക്, നല്ല ടേസ്റ്റ് ആണ്. ഇവിടത്തെ നമ്മുടെ ബാർബിക്യൂ സ്പേസിലെ ഇത് കട്ട്ലേറ്റ് രക്ഷയില്ലെന്നോ. നീ തൊടുമുന്നേ കടിച്ച് തിന്നു, നീ കടിച്ച് കൊതറ്. ഈ കൈ ഇത് എന്തൊരു കൈ, അക്ഷയ പാത്രം ഇത്, ഇതൊരു വല്ലാത്ത കൈയട. ഇത് സെറ്റ് അല്ലേ? കൊതിപ്പിക്കുന്നു. ചൂട് സാധനം. ഇത് വൈകിട്ടാണ് കൊടുക്കുന്നത്. രാവിലെ കടയ്ക്ക് വേണ്ടി സ്പെഷ്യലായിട്ട് ഇവര് ഒന്നും കഴിച്ചില്ല ഫുഡ്. ഇവരെങ്ങനെയൊന്നും അല്ല സൽക്കരിച്ച് വിടാൻ വേണ്ടി നമ്മൾ ഇരുന്നത് അല്ലേ. നമ്മള് മന്തി കാര്യങ്ങളെല്ലാം സെറ്റ് ചെയ്ത് ഇതിന്റെ കഴിച്ചങ്ങനെ സെറ്റാക്കാന്ന് വിചാരിച്ചു. പിന്നെ ഇപ്പൊ എത്ര പടം ടോട്ടലി അഭിനയിച്ചു? ഒരു 12, ചെറുതും വലുതായിട്ട് 12 പടം അല്ലേ? അതിന് മെയിൻ പറയാൻ ഗുരുവായൂർ, രോമാഞ്ചം വേണം. രോമാഞ്ചം, ഗുരുവായൂർ, വാഴ, മരണമാസ്, ഫാലിമി. റീലായിരുന്നോ സിനിമയിൽ കൊണ്ടെത്തിച്ചത്? അല്ലെങ്കിൽ ജോമോന്റെ റീലൊന്നും? യൂട്യൂബില് വെബ് സീരീസുകൾ ചെയ്യാറുണ്ടായിരുന്നല്ലോ. സബ് ഒറിജിനൽസ് എന്ന് പറഞ്ഞ ചാനൽ ഉണ്ടായിരുന്നു. നിധി സഹദേവ് ഡയറക്ടറല്ലേ, നിധി സഹദേവ് പുള്ളി ഫൗണ്ടർ ആയിട്ടുള്ള ഒരു ചാനൽ ഉണ്ടായിരുന്നു. അതിലായിരുന്നു ഞാൻ എറണാകുളത്ത് നിന്ന്. അവിടെ രാവിലെ എണീക്കും, നമ്മള് ജോലിക്ക് പോലെ രാവിലെ എണീക്കുക, കണ്ടന്റുകൾ എന്തെങ്കിലും കാണും, ആ ഫ്ലാറ്റിനകത്ത് ആ പരിമിതിക്കുള്ളിൽ ഷൂട്ട് ചെയ്യാൻ പറ്റുന്ന കണ്ടന്റുകൾ ഷൂട്ട് ചെയ്യുക, യൂട്യൂബിൽ അപ്ലോഡ് ചെയ്യുക. ഇതിങ്ങനെ 1-2 വർഷത്തോളം ഇങ്ങനെ നമ്മൾ കണ്ടിന്യൂസ് ആയിട്ട് ചെയ്ത് അപ്പോഴാണ് ജിത്തു മാധവ് ഒരു വീഡിയോ കണ്ടിട്ട്, റീൽ കണ്ടിട്ട് അറിയില്ല, വെബ് സീരീസിൽ ഒരു വീഡിയോ കണ്ടിട്ട് പുള്ളി രോമാഞ്ചത്തിലോട്ട് വിളിക്കുന്നു. നിനക്ക് ആദ്യം വിളിക്കുന്ന ഏതായിരുന്നല്ലോ? സാറാസ് ആയിരുന്നു? അത് സാറാസിലാണ് ആദ്യം വിളിക്കുന്നത്. ഞാൻ ആദ്യമായിട്ട് ഒരു ചെറുതാ 2 സീനേ ഉള്ളെങ്കിലും ഒരു ക്യാരക്ടർ പരിപാടി കിട്ടുന്ന സാറാസിലാണ്. പക്ഷെ എനിക്കത് അഭിനയിക്കാൻ ഭയങ്കര പാടായിരുന്നു. അത് തോന്നുന്നു എനിക്ക് കിട്ടിയ സീൻ തന്നെ തുടങ്ങുന്ന സമയത്ത് മറ്റേ ഓപ്പോസിറ്റ് ഒരുപാട് ആൾക്കാർ ഫ്രണ്ടിലുണ്ടായിരുന്നു. ഒരു കല്യാണ സമയത്ത് മറ്റേ ഓരോ വന്നിട്ട് സ്റ്റേജിൽ കയറി വന്നിട്ട് എന്തോ കാര്യം പറയുന്ന. അപ്പൊ എനിക്കത് സ്റ്റേജ് ഫ്രൈറ്റ് പോലെ ഭയങ്കര സീനായിരുന്നു. എനിക്ക് പനിയായിരുന്നു. എനിക്ക് ഏറ്റവും പേടിയുള്ള സാധനമാണ് സ്ക്രിപ്റ്റ്. അളിയ നീ പറഞ്ഞില്ലേ മറ്റേ വിപിൻ ചേട്ടൻ വീട്ടിൽ വന്നിട്ട് ഇഷ്ടമുള്ള ക്യാരക്ടർ നോക്കിയിട്ടിട് എത്ര രൂപയാണെന്ന് പറഞ്ഞ്. ജിതിൻ ലാൽ എൻ്റെ ഫ്രണ്ട് ഉണ്ട്, അജയന്റെ 2ാം വേർഷനും. അവൻ എനിക്കൊരു സ്ക്രിപ്റ്റ് ആദ്യം തുടക്കത്തിൽ, ഇത് 6 വർഷം മുന്നത്തെ കാര്യമാണ് പറയുന്നത്, അവൻ എനിക്കൊരു സ്ക്രിപ്റ്റ് വന്നിട്ട് ഇഷ്ടമുള്ള എടുത്തു എന്ന് പറഞ്ഞു. ഞാൻ നോക്കുമ്പോൾ അളിയ 300 പേജുള്ള സ്ക്രിപ്റ്റ്, ഇഷ്ടമുള്ള ഇട്. ഞാൻ വീട്ടിൽ വന്നിട്ട് മറിച്ചിട്ട് കൂരിട്ട് എന്നൊക്കെ പറയുന്ന എല്ലാം ഡീറ്റെയിൽഡ് വർഷം. ഞാൻ ഏറെമിന്റെ ഓഡിഷൻ പോയിട്ടുണ്ടായിരുന്നു. ഭയങ്കര പാടായിരുന്നു. ഭയങ്കര കണ്ണൂർ സ്ലാങ് പറയണം നമ്മള്. ഈ ജിതിലാൽ ഒരുമാതിരി എന്നെ കൊണ്ട് പറ്റില്ല. പറ്റാത്തോണ്ടാണോ? ചേട്ടാ ഇത് നമുക്ക് അടുത്ത പരിപാടി നോക്കാം. ഞാൻ തന്നെ പുള്ളി നീ രാജഭരണം അതൊക്കെ നോക്കണ്ടേ? കണ്ണൂർ സ്ലാങ് ആയിരുന്നു. എനിക്ക് വേണമെങ്കിൽ ശ്രീനിവാസൻ ആവായിരുന്നു അന്ന്. ശ്രീനിവാസൻ ചേട്ടൻ നമ്മുടെ സിനിമയിൽ സ്ക്രിപ്റ്റ് അടിച്ചോണ്ട് പോകും. അതുപോലെ ജിതിൻ ലാൽ എൻ്റെ കയ്യിൽ സ്ക്രിപ്റ്റ് തരാണ്. ഇത് എനിക്കൊരു സിനിമ എടുക്കാൻ വേണമെങ്കിൽ അത്രയും വലിയ തിരക്കഥ. എന്നിട്ട് ഞാൻ എൻ്റെ അടുത്ത് പറഞ്ഞു കോമഡി അളിയ എൻ്റെ അടുത്ത് പറയണേ കോമഡി ആഡ് ചെയ്യാൻ പറ്റുമെങ്കിൽ ആഡ് ചെയ്യുന്നു. നമ്മളിങ്ങനെ വാർത്തകളൊക്കെ അടിക്കുമല്ലോ. അപ്പം ഞാനിങ്ങനെ 2-3 പേജ്
10-20 ദിവസം കഴിഞ്ഞിട്ട് അളിയൻ വിളിക്കാണ്, വായിച്ചു നോക്കിയെന്ന് വെച്ചാൽ ഞാനത് മറികടക്കാൻ പറ്റുന്നില്ല. എനിക്ക് 20 പേജ് കഴിഞ്ഞാൽ അപ്പുറത്ത് പോകാൻ പറ്റുന്നില്ല. 300 പേജ് അത് എനിക്ക് വായിച്ചിട്ട് ആ സ്ക്രിപ്റ്റ് അങ്ങനെ സാധനം പറഞ്ഞില്ല. എന്നിട്ട് അവൻ പറഞ്ഞ് 1 മാസം വരെ കൈ വെച്ചിട്ട് അവൻ പറഞ്ഞ് സ്ക്രിപ്റ്റ് എനിക്കൊന്ന് തിരിച്ചു തരുമെന്ന് വെച്ചു. അത് കൊടുത്തു. അതേ അല്ല സിനിമ, അത് കത്തിച്ചു കളഞ്ഞു. വേറെ അത് മാറ്റി, മൊത്തത്തിൽ മാറ്റി. അപ്പം ഞാൻ അത് തിരഞ്ഞെടുത്ത് അതിന് മാറ്റം വരുത്തി അവന് കൊടുത്തിരുന്നെങ്കിൽ ഒന്ന് ആലോചിച്ച് നോക്ക് ഞാൻ ആരായന. അപ്പൊ അങ്ങനത്തെ ഒരു അവസ്ഥ. പിന്നെ ചിദംബരം നമ്മുടെ കൂടെ പഠിച്ച മഞ്ഞുമേൽ ബോയ്സ്, ഞാൻ ജിതിൻലാൽ ചിദംബരം ഒക്കെ ഒരുമിച്ച് ഒരു ക്ലാസ്സിലായിരുന്നു. കോളേജോ സ്കൂളാ? സ്കൂള് സെന്റ് ജോസഫില്. പ്രശ്നമാണത്. പരിപാടികൾ നടത്തുന്നു. ഏത് പരിപാടി? അങ്ങനെ ഇല്ല, പരിപാടി ഒന്നുമില്ല. പക്ഷെ ഒരു പരിപാടി വന്നു, ഭീകര പരിപാടിയായിരുന്നു. എനിക്കറിയാം, അറിയാലോ. യോമോൻ അത് കണ്ടോണ്ടിരിക്കാണ് ജാസിമ. അത് ഭയങ്കര സംഭവമായിരുന്നു. കാരണം രാവിലെ എണീക്കുന്ന രാത്രി 2 മണിക്ക് വിളിച്ച് കരഞ്ഞപ്പോ എന്റെ അടുത്ത് പറഞ്ഞായിരുന്നു. അല്ല അത് മാഗിന് അതൊന്നും ഒരു പ്രശ്നമല്ലല്ലേ, വേറെ പരിപാടികൾ വരും. മെയിൻ ഒരു ക്യാരക്ടർ ആയിരുന്നു, അളിയനെ അറിയായിരുന്നു. പക്ഷെ അത് ഡയറക്ടറിന് ഞാൻ നന്ദി പറയാണ്. കാരണം എന്ന് വെച്ചാൽ എന്നെ സെലക്ട് ചെയ്തല്ലോ. അത് ഒരു റീല് കണ്ടിട്ട് എന്നെ വിളിക്കുകയാണ്. അപ്പം അത് ഞാൻ എത്ര നന്ദി പറഞ്ഞാലും മതിയാവില്ല. കാരണം അത്രമാത്രം സന്തോഷം. അവരെ കണ്ടല്ലോ, അവരുടെ അടുത്ത് പോയി കഥ കേട്ട് ഒരു സ്വപ്നമാണത് ആക്ച്വലി. പക്ഷെ ആ സിനിമ എന്തോ ഒരു സാഹചര്യത്തിൽ നടന് കിട്ടുന്ന ആ ഒരു ട്രീറ്റ്മെന്റ് തന്നെയാണ്. പിന്നെ എന്നെ അവിടെ കൊണ്ടുപോയി ഇരുത്തി. ഞാൻ ഒരു സിനിമയിൽ ഒരു പടത്തിൽ അഭിനയിച്ചിട്ടുണ്ട്, കോളാമ്പി എന്ന് പറയുന്നൊരു പടത്തിൽ. പക്ഷെ എന്നെ ട്രീറ്റ് ചെയ്ത ഒരു 10-20 പടത്തിൽ അഭിനയിച്ച ഒരു നടനെ പോലെയാണ്. അവരെ കൂടെ ഇരുത്തി ഫുഡ് വാങ്ങിച്ചിരുന്ന് കഴിപ്പിക്കുന്നു. എന്നെ അങ്ങനെയാണ് ട്രീറ്റ് ചെയ്തത്. ഭയങ്കര സന്തോഷമുണ്ട്. അവർ അടിപൊളിയാണ് ടീം. അവർ എന്തായാലും വിളിക്കും. അജയന്റെ 2 മോഷണത്തിന് ഞാൻ അവസാനം അവന് വിഷമം തോന്നി. എനിക്കൊരു ക്യാരക്ടറാണ് ജിതിൻലാൽ. കണ്ടിട്ടുണ്ടോ നിങ്ങൾ സിനിമ? കണ്ടാ 3D ആയോണ്ട് ചിലപ്പോഴേ 3D ആയോണ്ടേ ഇവിടെ എങ്ങനെ നിന്ന് കാണോടാ, കണ്ണി പെട്ട് കാണൂല. അത് ഞാൻ കണ്ടിട്ട് എനിക്ക് കളിയാക്കി ചിരിക്കുന്ന ഒന്ന് നിർത്തണേ. എടാ നീ വരും, നീ ഉറപ്പായിട്ട്. അല്ല സത്യം എനിക്ക് ഇപ്പൊ തന്നെ കേരളത്തിലുള്ള മെയിൻ ഡയറക്ടേഴ്സ് ഫോക്കസ് ചെയ്തിട്ടുണ്ട്. ഉള്ള മെയിൻ ഡയറക്ടേഴ്സ് എല്ലാം കൂടെ പഠിച്ചോടാ. അല്ലേ എല്ലാം കൂടെ പഠിച്ചു. നീ ഒരു ഏലസ് വെച്ച് കേട്ട് ജാസിം പോയ ഏലസ് എന്റെ ഒരെണ്ണമുണ്ട്, ഞാൻ തരാം. നമ്മള് എന്താ പറഞ്ഞോണ്ടെന്നാ ഞാൻ പറഞ്ഞുതരാം. ആ ക്യാരക്ടർ എല്ലാം പറഞ്ഞു. ജിതിൻലാൽ അവസാനം കൂട്ടുകാരെടുത്ത് ഞാൻ സിനിമയിലുണ്ടായിരുന്നു. എന്നിട്ട് ഞാൻ എന്ത് ചെയ്യാന്ന് വെച്ച് കഴിഞ്ഞാല് ജിതിൻലാൽ ഒരു സുപ്രഭാതത്തിൽ പറയണം, എടാ നിന്റെ ഒരു ഫോട്ടോ വേണമെന്ന് പറഞ്ഞു. ഫോട്ടോ ചിരിക്ക ഫോട്ടോ എന്താ അഭിനയിക്കൂലേ? ഫോട്ടോ അഭിനയിക്കില്ലേ? നിന്നെക്കാളും നല്ലോണം നിന്റെ ഫോട്ടോ അഭിനയിക്കും. സത്യമാണ്. അവനങ്ങനെ തോന്നിക്കാണും. അതായിരിക്കും അവന്റെ. അപ്പൊ ഫോട്ടോ തരാൻ പറഞ്ഞു, തുണിയില്ലാതെ നിൽക്കണമെന്ന് പറഞ്ഞു. അപ്പൊ ഞാൻ എന്ത് ഷർട്ടില്ല തുണി വിത്തൗട്ടല്ല. അപ്പോൾ ഞാൻ പോയി നിന്ന് മതില് വൈഫാണ് എടുത്ത് തരുന്നത്. ഞാൻ ചേർന്ന് പല്ലി ഒട്ടിക്കും പോലെ ഒട്ടി നിന്ന് ഫോട്ടോ എടുത്ത് അത് അയച്ചു കൊടുക്കുന്നു. അപ്പു പട്ടതിരി എഡിറ്റിങ്. എടാ മാഹിന്റെ ഫോട്ടോ അടിപൊളി എന്ന് പറഞ്ഞു. അപ്പം ഞാനിത് പ്രതീക്ഷിച്ചിരിക്കുകയാണ് ഈ സിനിമയിൽ ഇങ്ങനെ കാണാൻ വേണ്ടിയിട്ട്. അപ്പം പോലീസ് സ്റ്റേഷനിൽ ടൊവിനെ ഇടിക്കുന്ന സീനിൽ ലുക്കൗട്ട് നോട്ടീസ് ബോർഡിൽ എന്റെ ഫോട്ടോ ഉണ്ട്. ചേട്ടൻ ഞാൻ തിയേറ്ററിൽ ഒരുമിച്ച് ചേട്ടൻ ഇങ്ങനെ ഫോൺ വെച്ചോണ്ടിരിക്കുകയാണ്. ഞാൻ ഇവനെ സിനിമ ഞാൻ ഇപ്പൊ വരും. പക്ഷേ നമ്മൾ 3D ഗ്ലാസ് ആയതുകൊണ്ട് 3D സിനിമ ആയതുകൊണ്ട് മങ്ങല്ല കണ്ടതിന്. അല്ലെ ഒരു സൈഡിൽ മങ്ങലായിട്ട്, പക്ഷെ വലിയ ഫോട്ടോ. ഞാൻ അങ്ങനെ ഞാൻ കണ്ണാടി ഊരി നോക്കി വെച്ച് നോക്കി മങ്ങല്. കണ്ണാടി രണ്ടായിട്ടിരിക്കും. അപ്പൊ ഞാനേ ഇവിടെ അപ്പുവിനെ വിളിച്ചെടുത്ത് എനിക്കത് ക്ലാരിറ്റി കിട്ടണില്ല. അപ്പൊ അവൻ എന്നെ സമാധാനിപ്പിച്ചു കേട്ടോ. അപ്പു ഭയങ്കര അല്ല, അവ അങ്ങനെയല്ല, OTT കാണാനേ പറ്റല്ല. അത് അവൻ സമാധാനിപ്പിച്ചത് 3D ആയതുകൊണ്ടാണ് ബ്രോ, 2D പോയി കാണാൻ പറഞ്ഞു. 2D പോയാൽ കുറച്ചും കൂടെ നല്ല ഇത് വരും. ഒരു ടിക്കറ്റും കൂടെ എടുക്കാമല്ലോ, രണ്ടുപേരും കൂടെ വീണ്ടും പോയി 2D കാണുന്നു. പക്ഷെ പോയില്ല. അപ്പൊ ഇങ്ങനത്തെ ഒരു സിനിമയിൽ ഞാൻ ഒരു ചെറിയ ഫോട്ടോ നീ നന്നായിട്ട് അഭിനയിച്ച മങ്ങല്ല അഭിനയിച്ചു ഞാൻ ഭയങ്കരമായിട്ട്. എടാ നിനക്ക് നല്ല പരിപാടികൾ ഇനി വരും. പക്ഷെ എനിക്ക് അറിഞ്ഞൂടായിരുന്നടാ. എനിക്ക് ഇങ്ങനെ അന്ന് രാത്രി വിളിച്ചപ്പോഴാണ് ഞാൻ അറിയുന്നത് പുള്ളിക്കാരൻ ഇങ്ങനെ സിനിമ പാഷൻ ഉണ്ടെന്ന്. എനിക്ക് ഒരു ഐഡിയ ഇല്ലായിരുന്നു. ഞാൻ വിചാരിച്ചു FM പരിപാടി പ്രാങ്ക് ഇതൊക്കെ എന്നുള്ളൊരു ചിന്ത എനിക്ക് എവിടെയും പോയില്ല. ആണാണ് ഇവനറിയാം. ഞാന് ഫാഹിമ് കുറുപ്പിന്റെ ക്യാമറമാൻ ആര് നിമിഷ് ഞാന് ഫാഹിമ് അമിത് മോഹൻ നമ്മളെല്ലാരും. ഞാൻ അന്ന് RJ കയറുന്നു, ഇവരെന്നെ വന്ന് കാണുന്നു. ഒരു അഭിനയിക്കണം, ചെറിയൊരു ഷോർട്ട് ഫിലിം ഉണ്ട് ചേട്ടാ വരുമോ എന്നെല്ലാം പറഞ്ഞ് ഇവരെ കൂടെ ഞാൻ ഇറങ്ങാണ്. 2012-13 കാലഘട്ടത്തിൽ അന്ന് ഇവരെ കൂടെ ഒരുമിച്ച് ഇവർ ഭീകര അഭിനയം.
അമിത്തൊക്കെ ഒരു കഥ എഴുതി വെച്ചേക്കുന്ന നമുക്ക് അഭിനയിക്കാന്നൊക്കെ അന്ന് പറഞ്ഞാണ്. അപ്പം അന്ന് തൊട്ട് തുടങ്ങുന്ന ഒരു ഈ RJ ലൈഫിൽ കയറുമ്പോഴാണ് ഈ സിനിമയായിട്ട് ഭയങ്കര ഒരു ആഗ്രഹമാണ്. പക്ഷെ ഫാഹിം ഒരു ലെവലിലെത്തി, നമ്മുടെ നിമിഷ് ഇപ്പൊ വേറെ ലെവലാണ്. DOP ഫാഹിം അവരുടെ പടം ബബ്ബ, അതിൽ ഷമീർ അത്യാവശ്യം തരക്കേടില്ലാത്തൊരു. അതെ. പിന്നെ എന്താണ് വാഴ 2 ഉണ്ടോ? എന്താണ് സീൻ? വാഴ 2 കാണും എന്ന് പക്ഷെ കൂടുതൽ ഡീറ്റെയിൽസ് അറിയത്തില്ല. ആണോ? ചിലപ്പം കാണാതിരിക്കാനും ചാൻസ് ഉണ്ട്. ഓക്കെ, അതുകൊണ്ട് വെളിയിൽ പറയാൻ പറ്റത്തില്ല. ഇതേപോലെ നിങ്ങൾ ഈ സിനിമ അഭിനയിച്ച കാര്യങ്ങളൊക്കെ പറഞ്ഞു, ഏതെങ്കിലും സിനിമ വന്നിട്ട് ഇതേപോലെ ഡ്രോപ്പ് ആയി പോയ മൊമെന്റ്സ് വല്ലതും ജാസ്മിന്? ഉണ്ട്. അതും ഈ പറഞ്ഞ അത്യാവശ്യം നല്ലൊരു പ്രൊഡക്ഷൻ ടീമിൻ്റെ ഒരു പടമായിരുന്നു. അതിൽ ലീഡ് ആക്ടറിൻ്റെ കൂടെ ഉള്ള ഒരു ഏകദേശം ത്രൂ ഔട്ടുള്ള ഒരു പരിപാടി. അത് ഷൂട്ടിന് ഒരു ജനുവരി 17 ഷൂട്ട് പറഞ്ഞിരുന്നു. 2 മണിക്ക് ഈ കഥയെ നീ എൻ്റെ അടുത്ത് പറഞ്ഞു. ജനുവരി 17 ഷൂട്ട് തുടങ്ങുമെന്ന് പറഞ്ഞു. അപ്പം ഞാൻ ഇത് അത്യാവശ്യം വലിയ പരിപാടിയായിരുന്നു. അപ്പം ഞാനത് ഭയങ്കര പ്രതീക്ഷയായിരിക്കണം. അപ്പോൾ ആ സമയത്ത് എനിക്ക് എന്നെയും ഷമീറിനൊക്കെ വേറൊരു പരിപാടി വിളിച്ചിട്ടുണ്ടായിരുന്നു. ഞാൻ അപ്പോൾ അതിൽ നിന്നൊക്കെ ഞാൻ മാറി. കാര്യം ഇതുള്ളതുകൊണ്ട് എനിക്ക് അത് 2 വർഷം മുമ്പാണ്. സ്റ്റാർട്ടിങ് ഒക്കെ അല്ലേ, അപ്പം വെറുതെ എല്ലായിടത്തും കയറി വാക്കും കൊടുത്ത് അതും ഇതൊക്കെ അലമ്പാക്കണമെന്ന് വിചാരിച്ചിട്ട് ഞാൻ ഇങ്ങനെ പറഞ്ഞു വേറൊരു സാധനം വരുന്നുണ്ട്, അപ്പോൾ ചിലപ്പോൾ അത് അലമ്പാവും എന്ന് വെച്ചാൽ ഒരുമിച്ചായി പോയി കഴിഞ്ഞാൽ പ്രശ്നമെന്ന് വിചാരിച്ചിട്ട് ഞാൻ മറ്റതൊക്കെ വേറെ 1-2 സാധനം ബാക്കിയൊക്കെ ചെറുതായിരുന്നു എങ്കിലും അത് ഞാൻ നൈസായിട്ട് ഒഴിവാക്കിയിട്ട് ഇതിനു വേണ്ടി വെയിറ്റ് ചെയ്തിരിക്കുകയായിരുന്നു. അപ്പോൾ ഷൂട്ട് തുടങ്ങുന്നതിന് 2 ദിവസം മുമ്പ് വിളിച്ചിട്ട് പറഞ്ഞ് അത് പോസ്റ്റ്പോണ്ടായി, നടക്കാൻ സാധ്യത ഭയങ്കര കുറവാണ്. അത് ഭയങ്കര അടിയായിപ്പോയി. കരഞ്ഞില്ല, എന്നാലും വിഷമമായി. ഞാൻ പക്ഷെ തിരിച്ച് വിളിച്ച് സംസാരിച്ചിട്ടുണ്ട്. ഒരു പടം കാസർഗോഡ് വരെ വരണം, ബ്രോ സെലക്ട് ആയി, രോമാഞ്ചം കഴിഞ്ഞിരിക്കുക. ഞാൻ ഇവിടുന്ന് ട്രെയിൻ കയറി കാസർഗോഡ് പോയി. രോമാഞ്ചായിരുന്നു ആള് എൻ്റെ ജീവിതത്തിൽ ഭയങ്കര ഒരു ഹൈപ്പ് വന്ന പടം. എനിക്ക് എന്നെ അറിഞ്ഞത് രോമാഞ്ചത്തിൽ ആ ഒരു പരിപാടി ചെയ്തപ്പോഴാണ് ഇങ്ങനെ അവൻ ഉണ്ടല്ലോ എന്നുള്ള കാര്യം അറിഞ്ഞ്. അത് കഴിഞ്ഞിട്ട് നിൽക്കുന്ന സമയത്താണ് വിളിച്ചത്. അപ്പം നമ്മൾ ഇവിടെ നിന്ന് നേരെ കാസർഗോഡ് പോയിട്ട് അവിടെ ഒരു ഉള്ളിലോട്ടുള്ള സ്ഥലമുണ്ട്. അപ്പോൾ അവിടെ നിന്ന് ഓട്ടോ ഒക്കെ പിടിച്ച് കയ്യിൽ കാശൊന്നും വലിയ പൈസയൊന്നുമില്ല, ഉള്ള പൈസയിൽ എങ്ങനെയെങ്കിലുമൊക്കെ ഫുഡ് ഒരു നേരം കട്ട് ചെയ്തൊക്കെയാണ് നമ്മൾ പോകുന്നത്. അവിടെ പോയി സംസാരിച്ച് കഥ എത്ര എനിക്ക് പറഞ്ഞത്, എനിക്ക് ക്യാരക്ടർ ഇഷ്ടപ്പെട്ടു, ജോമൻ കുറച്ചുകൂടെ ഒന്നും ഫിസിക്കലിയൊക്കെ ഒന്ന് ഫിറ്റ് ആവണം എന്നൊക്കെ പറഞ്ഞപ്പോൾ ഞാൻ അതിൻ്റെ പരിപാടികളിലെ നാട്ടിലൊന്ന് ചെയ്യാന്നൊക്കെ പറഞ്ഞു. അവർ ഭയങ്കര ഹാപ്പി, തോളെടുത്ത് തട്ടി നീ തന്നെ ഉറപ്പിച്ചെന്നൊക്കെ പറഞ്ഞ് തിരിച്ച് വീട്ടിൽ വന്ന ഒരു നടനായിട്ടില്ല. അതിലൊരു മൂന്ന് പേരുണ്ട്. 3 പേരിൽ ഒരാള് പടത്തിന്റെ പേര് പ്രൊഡക്ഷൻ കൺട്രോളർ അവിടെ ഉണ്ടായിരുന്നു, പടത്തിൽ ഡയറക്ടറും അവിടെ ഉണ്ടായിരുന്നു, 2 പേര് റൈറ്ററും അവർ 2 പേരുണ്ട്. അവർ തന്നെയാണ് എഴുതി ഡയറക്റ്റ് ചെയ്യാൻ വന്നത്. അപ്പം നാട്ടിൽ വന്ന് ഞാൻ 1 മാസമായിട്ട് ഇങ്ങനെ പണിയെടുത്തോണ്ട് നിൽക്കുകയാണ്. ഒരു ദിവസം നോക്കിയപ്പോൾ എൻ്റെ അടുത്ത് പടത്തിന്റെ ടൈറ്റിൽ എനിക്ക് ഓർമ്മയുണ്ട്. അവരെന്നെ ഇടയ്ക്ക് വിളിക്കാറുണ്ടായിരുന്നു. 10 ദിവസം മുമ്പ് എന്നെ വിളിക്കാറുണ്ടായിരുന്നു. വിളിച്ച് ഓക്കെ എന്നൊക്കെ പറഞ്ഞാൽ അത് പൂജയ്ക്ക് അത്യാവശ്യം വിളിക്കണ്ടേ. അത് എനിക്ക് ഡൗട്ട് അടിച്ചു, ഇനി അവരെന്നെ വിളിക്കാത്തതുകൊണ്ട് എന്താണ്. അപ്പം ഞാൻ തിരിച്ച് വിളിച്ചപ്പോഴത്തേക്ക് അവർ പറയാണ്, ബ്രോ അത് മാറി, ആ ക്യാരക്ടർ വേറൊരാളിലോട്ട് പോയി. ഞാൻ പറഞ്ഞു ബ്രോ അത് സാമാന്യ മര്യാദ ഉണ്ടെങ്കിൽ ഒന്ന് ഇത്രയും കാര്യങ്ങൾ എന്നെ ഏൽപ്പിച്ച് ഞാൻ ഇല്ലാത്ത പൈസ കൊടുത്ത് നാട്ടിൽ വന്നിട്ട് ഇപ്പം ബാക്കി കാര്യങ്ങളൊക്കെ ചെയ്യാൻ വേണ്ടിയിട്ട് ബോഡിക്ക് വേണ്ടിയിട്ട് ഞാൻ ഇത്രയും ഇതാവണമെന്ന് പറഞ്ഞു. രാവിലെയൊക്കെ എണീറ്റ് ജിമ്മിലും പരിപാടിയൊക്കെ പോകും. എല്ലാ പരിപാടിയും നമ്മൾ ചെയ്യുന്നുണ്ട്. ഒരു സാമാന്യ മര്യാദയില്ല. അത് ബ്രോ അതിൽ നിന്ന് മാറിയിട്ട് വേറൊരാൾ വന്നിട്ടുണ്ട്, ബ്രോ ഹാപ്പി ആയിട്ട് അങ്ങനെ ഒരു എല്ലാവരും കാണിക്കുന്ന മര്യാദയാണ്. അത് അവരുടെ അടുത്ത് കാണിച്ചില്ല. അപ്പോഴത്തേക്ക് ഞാൻ അടുത്ത് ചോദിച്ചു, അല്ലാത്ത പടം ഇറങ്ങി. ഹിറ്റായിട്ടില്ല. എല്ലാവരും അങ്ങനെയാണെന്ന് പറഞ്ഞു. ചില ആൾക്കാർ ഇങ്ങനെയാണ് നമ്മുടെ അടുത്ത് ഒരു വാക്ക് അവർ വിളിച്ചു ജസ്റ്റ് പറഞ്ഞാൽ മതി. ഞാൻ ചോദിച്ചപ്പോൾ അത് പ്രൊഡക്ഷനിൽ നമ്മൾ വിളിക്കുമെന്ന് വിചാരിച്ചു ബ്രോ അല്ലേ എന്നെ വിളിച്ചിട്ട് ഞാൻ ട്രിവാൻഡ്രത്ത് നിന്ന് അതുവരെ വന്നത്. അപ്പം ബ്രോയ്ക്ക് ഒരു വാക്ക് പറഞ്ഞൂടെ, അത് മാറ്റിയിട്ട് വേറൊരാളായെന്ന് പറഞ്ഞൂടെ, വെറുതെ എന്തിനാണ് ഒരാൾക്ക് പേരൊന്നും പറയണ്ട. പക്ഷെ മേജറായിട്ട് കുറച്ച് അറിയാവുന്ന ആൾക്കാരൊക്കെ ഉണ്ടായിരുന്ന പടമായിരുന്നു അത്. അത്യാവശ്യം അതൊരു കാസർഗോഡ് ഭാഗത്ത് നടക്കുന്ന ഒരു പടമാണ്. കാസർഗോഡ് അവിടുത്തെ ആൾക്കാരും കാസർഗോഡ് അടുത്തുള്ള ആൾക്കാരും ഒക്കെ പിന്നീട് അത് കഴിഞ്ഞ് ഷൂട്ട് കഴിഞ്ഞപ്പോഴത്തേക്ക് ഏറ്റവും ലാസ്റ്റ് രോമാഞ്ചമൊക്കെ ഇറങ്ങിയതിനു ശേഷം ലാസ്റ്റ് പിന്നെ വിളിക്കണം പുള്ളിന് വേറൊരു ഡയറക്ടറുടെ ഒരു ആറ്റിറ്റ്യൂഡ് ഇട്ട് പിന്നെ വിളിച്ചിട്ട് പുള്ളി ഇതൊക്കെ പറയണം, ഒരു ചെറിയൊരു സീൻ ബ്രോയ്ക്ക്, അതാകുമ്പോൾ നമ്മുടെ പ്രശ്നങ്ങളൊക്കെ തീരുമല്ലോ എന്ന് പറഞ്ഞു. ഒരു ചെറിയൊരു സീൻ വന്ന് അഭിനയിക്കുമെന്ന്. വേറൊന്നുമില്ല, ഞാൻ പോയി
ഞാൻ പോയിട്ട് അവിടെ ചെന്നിട്ട് അവിടെ പോയി സംസാരിച്ച്. പക്ഷെ അങ്ങനെയൊന്നും കാണിക്കില്ല ബ്രോ. അതങ്ങനെ ഒരാളടുത്ത് വിളിച്ച് എനിക്ക് മാനസികമായിട്ട് ഭയങ്കര വിഷമമായി പോയി ബ്രോ എൻ്റെ അടുത്ത് അങ്ങനെ കാണിച്ച്. പക്ഷെ നമ്മൾ തമ്മിൽ വേറെ പ്രശ്നമൊന്നുമില്ല എന്ന് പറഞ്ഞാൽ ആ ഒരു ചെറിയ സീന് ചെയ്തിട്ട് ഞാൻ തിരിച്ചു വന്നു. റീല് ഞാൻ കൊറേ കണ്ട് ചിരിച്ചിട്ടുള്ളതാണ്. ഇപ്പൊ ചൂരൽ അല്ലേ, ചൂരല്, പല്ലി, ജിറാഫ്. കൊച്ചുമട മോനാണ് ആ ഷമീർ? മാമട മോൻ. നിങ്ങളെ രണ്ടുപേരും സിനിമയുടെ എന്തുകൊണ്ട് ഇവിടെ തടവക്കമാണ് വേറെയാണ് മേളിലോട്ടൊക്കെ തടവി പോണേ. ഞാൻ നോക്കുമ്പോ താഴ്ത്തിക്ക് വെറുതെ ആവശ്യമില്ല. സെറ്റിലൊക്കെ എങ്ങനെയാണോ? ഇത് ആർക്കായിരുന്നു സിനിമാ മോഹം കൂടുതൽ? രണ്ടുപേരും ഒരു കുടുംബത്തിൽ നിന്ന് വരെയാണ്. ഷമീറും ജാസിമും. പിന്നെ എന്റെ മാമട മോനല്ലേ. നിനക്ക് ഇത്രയും നാളും കൂടെ നടന്നിട്ട് സീരിയസ് ആയിട്ട് നിങ്ങൾ എന്നാ പരിചയപ്പെടുന്നത്? നമ്മളും അന്ന് ചൂരൽ സമയത്തൊക്കെ പരിചയമുണ്ട്. നമ്മള് മെസ്സേജ് കഴിക്കുമായിരുന്നു. അപ്പൊ ഇത്രയും നാളായിട്ട് അളിയനെ അറിയില്ലായിരുന്നു? അറിഞ്ഞല്ലേ? അപ്പൊ അതെങ്ങനെയാണ്? അത് എനിക്ക് തോന്നുന്നു സിനിമാ മോഹം ആദ്യമേ ഉള്ളത് ചിലപ്പോൾ എനിക്കായിരിക്കും. എനിക്ക് സ്കൂൾ തൊട്ടേ ഉണ്ട്. എനിക്ക് ഞാൻ 7ാം ക്ലാസ് 8ാം ക്ലാസ് തൊട്ടേ. പക്ഷെ എനിക്ക് അറിഞ്ഞൂടെ, എനിക്ക് ആക്ടിങ് അങ്ങനെയൊന്നുമല്ല, അഭിനയമൊന്നുമല്ല. എനിക്ക് സിനിമയിൽ എന്തെങ്കിലും അങ്ങനെ ഒരു ആഗ്രഹം എനിക്കൊന്ന് 7ാം ക്ലാസ് 8ാം ക്ലാസ് തൊട്ട് ഉണ്ട്. അപ്പോൾ ഞാൻ +2 കഴിഞ്ഞിട്ട് നമ്മൾ ചങ്ങനാശ്ശേരി ഒരു കോളേജുണ്ട്, സെൻറ്റ് ജോസഫോ അങ്ങനത്തെ കോളേജുണ്ട്. അവിടെ മാസ് കമ്മ്യൂണിക്കേഷൻ അത് കോഴ്സ് പഠിക്കാമെന്നൊക്കെ ഒരു തീരുമാനത്തിൽ ഞാൻ 2 കൂട്ടുകാരന്മാരൊക്കെ പ്ലാൻ ചെയ്യുന്നു. കാര്യം അന്ന് അവിടെ ആ കോഴ്സിൽ ഈ റൈറ്റിംഗ്, സിനിമാറ്റോഗ്രഫി എല്ലാം ഉണ്ട്. അപ്പോൾ അതൊക്കെ പഠിക്കണം. അന്ന് ആക്ടിങ് എന്നൊരു പരിപാടി ഇല്ല, അങ്ങനെ ആഗ്രഹമൊന്നുമില്ല. സിനിമയിൽ അങ്ങനെ എന്താണെങ്കിലും അത്രേ ഉള്ളൂ. അപ്പോൾ നമ്മൾ 3 പേര് പഠിക്കാൻ തീരുമാനിക്കുന്നു. ഭാഗ്യത്തിന് 2 പേര് തോറ്റുപോയി. അവന്മാർ 2 പേരും തോറ്റു, ഞാൻ മാത്രമേ പാസ്സായുള്ളൂ. പക്ഷെ അത് നല്ല കാര്യം. കാര്യം ഒരുത്തന്നെ ഇപ്പോൾ ബാങ്ക് മാനേജറുമായി, വേറൊരുത്തർ സ്വന്തമായിട്ട് ബിസിനസ്സായി. നമ്മൾ പരിപാടിയൊക്കെ ആയിട്ട് വലിയ കുഴപ്പമില്ല. അന്ന് മറ്റേ പഠിക്കാൻ പോയിരുന്നത് ചിലപ്പോൾ പാളിപ്പോയേനെ. അപ്പോൾ അത് കുഴപ്പമില്ല. പിന്നെ അത് കഴിഞ്ഞിട്ട് പിന്നെ ഞാൻ എനിക്ക് തോന്നുന്നു കോളേജിൽ പഠിക്കുമ്പോൾ കോളേജിൽ ആക്ച്വലി എനിക്ക് കോളേജിലാണ് കോളേജ് വന്നതിന് ശേഷമാണ് എനിക്ക് തോന്നുന്നു അങ്ങനെയുള്ള കുറച്ച് ആഗ്രഹങ്ങൾ കൂടുതൽ വരുന്നതെന്ന് തോന്നുന്നു. കാര്യം കോളേജ് വന്നതിന് ശേഷമാണ് ഈ സ്റ്റേജിൽ കൂടുതൽ കയറുന്നത്, അല്ലെങ്കിൽ ഈ പറഞ്ഞ പരിപാടികൾ, കലോത്സവം, മറ്റ് പരിപാടി എല്ലാം. അപ്പോൾ കോളേജ് ഭയങ്കര സപ്പോർട്ടാണ്. നമ്മളെ കോളേജിൽ നമ്മുടെ ഡിപ്പാർട്ട്മെൻറ്റ് പ്രത്യേകിച്ച് ഇപ്പോൾ എൻ്റെ കൂടെ വന്നിരിക്കുന്നതും അവന്മാരാണ്. അപ്പോൾ ഭയങ്കര സപ്പോർട്ടായിരുന്നു കോളേജിൽ. അപ്പം എനിക്ക് അന്യായ സപ്പോർട്ടായിരുന്നു. എനിക്കെന്നല്ല, മൊത്തത്തിൽ നമ്മുടെ ഡിപ്പാർട്ട്മെൻറ്റ് മൊത്തത്തിൽ. അപ്പോൾ ഈ പറഞ്ഞ ആർട്സ് പരമായിട്ടുള്ള എല്ലാ പരിപാടിയിലും. അപ്പോൾ ആ സമയത്ത് ഈ ചുമ്മാ സ്മാഷ് ചെയ്യുക. കോളേജ് അയ്യോ ചെറിയ കോളേജാണ്. നമ്മളെ കോളേജ് ഭയങ്കര ചെറിയൊരു കോളേജാണ്. അയ്യോ വളരെ ചെറിയ കോളേജാണ്. CHM കോളേജ് പാരിപ്പള്ളി, വളരെ ചെറിയ കോളേജാണ്. പക്ഷെ അവിടെ നമ്മുടെ ഡിപ്പാർട്ട്മെന്റ് അത്യാവശ്യം കുറച്ച് സെറ്റപ്പ് ആയിരുന്നു. ടീച്ചേഴ്സ് ആയാലും സീനിയേഴ്സ് ആയാലും ജൂനിയേഴ്സ് ആയാലും എല്ലാം. അപ്പോൾ ഭയങ്കര സപ്പോർട്ടായിരുന്നു. അപ്പോൾ ആ സമയത്താണ് ഞാൻ ചുമ്മാ എനിക്കൊന്ന് ഏതൊരു ഓണപ്പരിപാടിക്ക് ആദ്യമായിട്ട് സ്റ്റേജിൽ കയറി മറ്റേ കലാഭവണിച്ചേട്ടൻ്റെ ഏതൊരു പാട്ട് പാടിയതാണ് എനിക്ക് ഓർമ്മയുള്ളത്. അന്ന് തൊട്ട് തുടങ്ങിയ സപ്പോർട്ടാണ്. പിന്നെ എല്ലാ പേരും തള്ളി കയറ്റി വിടും, മനസ്സിലല്ലേ? കൂടെ ഉള്ള ടീച്ചേഴ്സ് ആയാലും യുവമാരായാലും തള്ളി കയറ്റി വിടും. അപ്പോൾ അത് ഭയങ്കര നമുക്ക് സന്തോഷമാണ്. കൊള്ളാല് ആൾക്കാർ തള്ളിക്കയറ്റി വിടുന്നു, പിള്ളേർ എൻജോയ് ചെയ്യുന്നു. അങ്ങനെ പിന്നെ ഡബ് സ്മാഷ് ഒക്കെ ചെയ്യുന്നു. ആ ഡബ് സ്മാഷ് വൈറലാവുന്നു. ഒരു ഡബ് സ്മാഷ് അത്യാവശ്യം ഒരു സാധനം ഞാൻ ലാലേട്ടൻ്റെ ഒരു സാധനം ചെയ്ത് വൈറലായി. പിന്നെ ചേച്ചിയുടെ മോളുമായിട്ടൊരു പാട്ട് പാടിയിട്ട് അത് വൈറലായി. അപ്പൊ ഷമീർ എന്ത് ചെയ്യുന്നു? അപ്പൊ ഷമീർ ഗൾഫിൽ ജോലി ഷമീർ ശരിക്കും മാമാടെ മോനല്ലേ? എന്നേക്കാൾ 2 വയസ്സ് മൂത്തതാണ്. അപ്പം ഞാൻ MBA പഠിച്ചുകൊണ്ടിരിക്കുമ്പോഴാണ്, ഡിഗ്രിക്ക് പഠിക്കുമ്പോഴാണ് ഈ സാധനമൊക്കെ ചെയ്യുന്നതെങ്കിലും MBA പഠിക്കുമ്പോഴാണ് ഞാൻ ഡബ് സ്മാഷ് ഒക്കെ ചെയ്തത് വൈറലൊക്കെ ആയത്. അപ്പോൾ ആ സമയത്ത് ഷമീർ ഗൾഫിലാണ്. അവൻ ചെറിയ പരിപാടി ചെയ്യുന്നുണ്ട്. അവൻ അവിടെ ചെയ്തുകൊണ്ടിരുന്നത് വെച്ചാൽ നമ്മുടെ കുറച്ച് ഇക്കാമാരൊക്കെ ഉണ്ട്. അപ്പോൾ അവരെ വെച്ചിട്ട് അവരെയൊക്കെ വെച്ചിട്ട് ചുമ്മാ നമ്മളിപ്പോൾ ചൂരിലൊക്കെ ചെയ്യുന്നല്ലോ അന്ന്, അതായത് 2015-16 ടിക്ടോക്ക് ഒന്നുമില്ല. അവൻ സ്വന്തമായിട്ട് ഓൺ കണ്ടന്റ് അന്നേ ചെയ്യുമായിരുന്നു. ഓൺ കണ്ടന്റ് സ്വന്തമായിട്ട് ചുമ്മാ നമ്മൾ ഇക്കാമാരെ വെച്ച് സാധനങ്ങൾ ചെയ്തിട്ട് അവൻ നമ്മളെ ഫാമിലി ഗ്രൂപ്പിലൊക്കെ ഇടും. ചെറിയ 3-4 വീഡിയോസ്. വൈൻസ് ചെയ്യുമായിരുന്നു ഷമീർ. ചുമ്മാ ഫാമിലി ഗ്രൂപ്പിലേക്ക് വേണ്ടി ചെയ്യുമായിരുന്നു. അപ്പോഴാണ് ഞാൻ ഈ ചെയ്ത 2 സാധനങ്ങൾക്ക് വൈറലാവുന്നത്. അപ്പോൾ ഇവൻ നോക്കിയപ്പോൾ കൊള്ളാം, ഓക്കെ നമ്മൾ ചെയ്യുന്ന സാധനങ്ങൾ കാണാൻ ആൾക്കാരുണ്ട്. കാര്യം എൻ്റെ ആ വീഡിയോ 2 എനിക്ക് 1 മില്യൺ കടിച്ചന്ന് ഏതൊക്കെ ചാനലൊക്കെ ഷെയർ ചെയ്തിട്ട്. അപ്പോൾ ഷമീർ എന്നെ വിളിച്ചിട്ടുണ്ടാ ഒരു കാര്യം, നമുക്ക് യൂട്യൂബ് ചാനൽ തുടങ്ങാം. യൂട്യൂബ് ചാനൽ അന്ന് ഇവിടെ യൂട്യൂബ് ചാനലൊന്നും ഇല്ല, മലയാളത്തിൽ അങ്ങനെ ഇല്ല. 2016 ആ സമയത്ത് ഇല്ല. കേസ് കൊടുക്കും ചിലപ്പോൾ. അല്ല എന്ന് വെച്ചാൽ അല്ല അത് പുള്ളിയുടെ വേറെ മേഖലയല്ലേ. ചിലപ്പോ ഇത് നമ്മൾ പറയുന്നത് ഈ വല്ല ആർക്കെങ്കിലും കേട്ട അല്ല യൂട്യൂബ് ചാനൽ അല്ല, ഐ മീൻ ഇങ്ങനെ ഓൺ കണ്ടന്റ് സാധനം അല്ലെ, വൈൻസ് ഒക്കെ ചെയ്യുന്ന കുറവാണ്. എനിക്ക് അപ്പൊ എനിക്കൊരു ഐഡിയ അല്ലേ ഷമീറിനെ പറഞ്ഞപ്പോഴത്തേക്ക് യൂട്യൂബ് ചാനൽ അപ്പൊ എനിക്കൊരു ഐഡിയ അല്ലേ. അപ്പൊ ഞാൻ പറഞ്ഞു ഓക്കെ ചെയ്യാം, എനിക്കെന്ത് ഞാൻ പഠിച്ചോണ്ടിരിക്കുകയല്ലേ, ഞാൻ പറഞ്ഞാൽ ചെയ്യാന്ന് പറഞ്ഞു. അപ്പോൾ അവൻ്റെ വീട്ടിൽ ഭയങ്കര സപ്പോർട്ട്, എൻ്റെ വാപ്പായമ്മയോ അങ്ങേറ്റ സപ്പോർട്ട്. അവൻ വരുന്നു, നമ്മൾ 1-2 വീഡിയോസ് ചെയ്യുന്നു. അപ്പോൾ അതിലും ഒരു സാധനം വൈറലായി. അന്ന് വാട്സാപ്പിൽ കിടന്ന് കറങ്ങി തിരിഞ്ഞ് കുറേ സാധനം ഭയങ്കര വൈറലായി.
അപ്പോൾ ഇവന് ഭയങ്കര കോൺഫിഡൻസ് കയറിയിട്ട് ഇവൻ പിന്നെ സ്ക്രിപ്റ്റ് എഴുതാൻ തീരുമാനിക്കുന്നു. നമ്മൾ സ്ക്രിപ്റ്റ് എഴുതുന്നു. 2017 ഞാൻ ഷമീർ ഒരു സ്ക്രിപ്റ്റ് ഒരുമിച്ച് എഴുതുന്നു. അതുകൊണ്ട് കുറേ ആൾ കറങ്ങി, അത് പാളി. പിന്നെ വീണ്ടും ഗൾഫിൽ പോയി, വീണ്ടും തിരിച്ചു വന്നിട്ട് നമ്മുടെ ചക്കപ്പഴം അതിൽ കുറച്ചാൾ വർക്ക് ചെയ്ത്, എന്നിട്ട് പിന്നെ നമ്മളൊരു സാധനം ഷൂട്ട് ചെയ്യാൻ ശ്രമിക്കുന്നു, അത് പാളി. അതിൻ്റെ ചക്കപ്പഴത്തിന്റെ സ്ക്രിപ്റ്റ് റൈറ്റർ ചക്കപ്പഴം കുറേ അത് പിന്നെയായിരുന്നു എഴുതിയത്. ആദ്യം ഉപ്പുമുളക് എഴുതിയിട്ട് പോയ സമയത്താണ് ഉപ്പുമുളക് എഴുതി കുറച്ച് കഴിഞ്ഞപ്പോഴാണ് നമ്മളൊരു സ്ക്രിപ്റ്റ് നമ്മൾ കൊണ്ടുനടന്ന സ്ക്രിപ്റ്റ് അല്ല, വേറൊരു സ്ക്രിപ്റ്റ്, ഒറ്റയ്ക്ക് ഒരു സ്ക്രിപ്റ്റ്, അത് നമുക്ക് ഇങ്ങനെ ഷൂട്ട് ചെയ്യാന്ന് പറഞ്ഞിട്ട് ഷൂട്ട് ചെയ്യുന്നു. സ്വന്തം വാപ്പാടെ പൈസ വെച്ച് ഷൂട്ട് ചെയ്യുന്നു. അതിന് വാപ്പ പൈസ കൊടുക്കുന്നു. ഫുൾ സപ്പോർട്ട്, ഫാമിലി ഫുൾ സപ്പോർട്ട്, ഭയങ്കര സപ്പോർട്ടാണ്. ഷമീറിന്റെ വീട്ടിലെ സപ്പോർട്ട് എന്ന് പറഞ്ഞാൽ ഭയങ്കര സപ്പോർട്ടാണ്. അപ്പോൾ അത് കഴിഞ്ഞ് വീണ്ടും പോയി, അതായത് 2 or 3 വട്ടം അവൻ വന്ന് ഫെയിലായി, എന്നിട്ട് അവൻ പിന്നെ പോയപ്പോഴാണ് ഈ ഉപ്പുമുളകിന്റെ ഡയറക്ടർ ഉണ്ണി സാർ, പുള്ളിക്കാരൻ ഇവനെ വീണ്ടും വിളിച്ച് ചക്കപ്പഴത്തിന് എഴുതാനായിട്ട്. അവിടെ ഗൾഫിൽ നിന്നപ്പോഴാണ് വിളിക്കുന്നത്. ഗൾഫിൽ നിന്ന് വിളിച്ച് വരുത്തി. അവൻ വീണ്ടും വന്നു, ചക്കപ്പഴം എഴുതി തുടങ്ങി. അത് കുറച്ചായപ്പോഴാണ് ഈ കൊറോണയൊക്കെ വരുന്നതെന്ന് തോന്നുന്നു. അപ്പോൾ കൊറോണ ആയപ്പോഴത്തേക്ക് അവൻ ചക്കപ്പഴത്തിൽ നിന്ന് വർക്ക് ഫ്രം ഹോം ആക്കി അവൻ വീട്ടിൽ വന്നു. അപ്പോൾ ഞാനും ഇവിടെ നാട്ടിലുണ്ട്. അങ്ങനെയാണ് നമ്മൾ ചൂരലിൽ റീൽസ് ചെയ്ത് തുടങ്ങുന്നത്. അതിനു മുമ്പ് ഞാൻ ഷമീർ എനിക്ക് 2016-17 കുറേ സാധനങ്ങൾ അവിടെ എവിടെയൊക്കെ ചെറുതായിട്ടൊക്കെ ചെയ്യുന്നുണ്ട്. പക്ഷെ അതൊന്നും ഇവിടെ വലുതായിട്ട് എത്തിയിട്ടില്ല. വർക്ക് കൊണ്ടുപോകുന്നുണ്ട് ഇതിന്റെ ഇടയിൽ കൂടെ. മെയിൻ വർക്ക് ഉണ്ട്, അതിന്റെ സൈഡായിട്ടാണ്. ഷമീർ ഇത് തന്നെയാണ്. ഷമീർ ഗൾഫിൽ നിന്ന് വിട്ട് വന്നിട്ട് വേറെ ഫുൾ ടൈം ഇത് തന്നെ. ഞാൻ ഇപ്പോഴും വർക്ക് കൊണ്ടുപോകുന്നുണ്ട്. ജാസിമിന്റെ വർക്ക് കേട്ടാൽ നമ്മൾ ഞെട്ടിപ്പോകും. ജാസിം നമ്മളവിടെ പ്രൊമോഷൻ വന്ന സമയത്ത് പകൽ ഫുള്ള് നമ്മളവിടെ പ്രൊമോഷൻ പരിപാടി, നൈറ്റ് അവന്റെ വർക്ക് ഉണ്ടാവും. ഒരു ലാപ്പും തുറന്ന് വെച്ചിരുന്നിട്ട് 4 മണി വരെ കണ്ട പോകുന്നു തോന്നുന്നു. 2 മണിക്കൂർ അങ്ങോട്ട് ഉറങ്ങും. 2 മണിക്കൂർ ജോലിയുള്ളൂ. പക്ഷെ ചിലപ്പം നടന്നില്ലെങ്കിൽ കുറച്ചുകൂടെ ഇരിക്കേണ്ടി വരും. ഫാമിലിക്ക് വേണ്ടിയിട്ട് നൈറ്റും സിനിമയ്ക്ക് വേണ്ടിയിട്ട് പകലും. അല്ല, മാക്സിമം എത്ര നാൾ രണ്ടും കൊണ്ടുപോകാൻ പറ്റുമോ അത്ര നാൾ കൊണ്ടുപോകണം എന്നുള്ള കാര്യം. ജീവിതം അല്ലേ, ഉറക്കം കുറവാ. 2 മണിക്കൂറൊക്കെ ഉറങ്ങുള്ളൂ. എന്തെങ്കിലുമൊക്കെ ഇവിടേക്ക്. ഷമീർ സിനിമയിൽ സേഫാണ്. സേഫ ആവണം, ആയിക്കൊണ്ടിരിക്കുകയാണെന്ന് തോന്നുന്നു. ഇപ്പൊ ഷമീർ സിനിമകളാണെങ്കിലും ആക്ട് ചെയ്തത്. പിന്നെ എനിക്ക് വേറൊരു കാര്യമുണ്ട്. എനിക്ക് പേഴ്സണലി ഷമീറിന്റെ ആസ് ആൻ ആക്ടർ കാണുന്നേക്കാളും എനിക്ക് അവന്റെ എഴുത്ത് സിനിമയെ കാണുന്നത് എനിക്ക് പേഴ്സണലി എനിക്കൊന്ന് അവനേക്കാളും ആഗ്രഹം ചിലപ്പോൾ എനിക്കായിരിക്കും. എന്റെ കയ്യില് കഥകൾ എനിക്ക് തോന്നുന്നു എനിക്കറിയില്ല, കുറച്ച് സാധനങ്ങളുണ്ട്. പക്ഷെ ഒരെണ്ണം ഓൾമോസ്റ്റ് ഓണാണ്, പ്രൊഡക്ഷനൊക്കെ സെറ്റാണ്. അത് എൻ്റെ കാസ്റ്റിംഗ് പരിപാടിയൊക്കെ നടന്നുകൊണ്ടിരിക്കുന്നു. ഡിസ്കഷൻ നടക്കുന്നു. അത് ചിലപ്പോൾ അടുത്ത വർഷം ചിലപ്പോൾ ഓണാവുമായിരിക്കും. അളിയൻ എങ്ങനെയാണ്? അളിയന് സേഫ് ആണോ? അളിയൻ സിനിമയിൽ ഇപ്പം എന്താണ് അളിയന്റെ സേഫ് ഒന്നും അല്ല അളിയാ. അതൊക്കെ ഒന്നും പറയാൻ പറ്റില്ല. നല്ല പരിപാടികൾ ചെയ്ത് പോയാൽ ചിലപ്പോൾ നമുക്ക് സേഫ് ആയിട്ട് കുറച്ച് വർഷം കൊണ്ട് നിൽക്കാൻ പറ്റും. ഇവ എല്ലാം ആക്റ്റീവ് ഹോണ്ട പരിപാടിയായിരുന്നു പണ്ട്. അറിയാം, അവന്റെ റീൽസ് കണ്ടിട്ടുണ്ട്. എല്ലാം ആക്റ്റീവ്, വണ്ടിയിൽ ഇങ്ങനെ കൈ വെച്ചിട്ട് ആ വണ്ടിയിൽ ഇങ്ങനെയാണ്. അയ്യോ, അത് പറഞ്ഞപ്പോഴാണ് നേരത്തെ ജോമോനോട് ചോദിച്ചില്ലേ റീൽസ് കണ്ടിട്ടാണോ സിനിമയിൽ വിളിച്ചെന്നൊക്കെ പറഞ്ഞില്ല. അല്ല, യൂട്യൂബ് ആണെന്ന്. ജോമോനൊക്കെ ഭയങ്കര സപ്പോർട്ടായിരുന്നു കേട്ടോ. കാര്യം എനിക്കൊന്ന് റീൽസ് തുടങ്ങുന്നത് നിങ്ങളാണ് ആദ്യം തുടങ്ങിയത്, നമ്മളാണ് ആദ്യം തുടങ്ങിയത്? ഏകദേശം ഒരു സമയത്താണല്ലേ? അല്ലല്ല, ഓൾമോസ്റ്റ് ഒരു സമയത്ത് തന്നെ. ഞാൻ പറഞ്ഞത് ഏകദേശം ഒരേ സമയത്തായിരിക്കും അല്ലേ? ആ സമയത്ത് നിങ്ങൾ വീഡിയോ ഇടുന്നുണ്ടായിരുന്നു, കേറിയിട്ടില്ല. അപ്പം നമ്മൾ റീൽസ് ചെയ്തോണ്ടിരിക്കുമ്പോഴത്തേക്കും ജോമോൻ പല കാര്യം പറഞ്ഞു. ഞാനും ജോമോനും ഒരു പെട്ടിയിലെ ഷോർട്ട് ഫിലിം ഒരുമിച്ച് അഭിനയിച്ചിട്ടുണ്ട്. എന്നിട്ട് ആ സമയത്ത് നമ്മൾ ജോമോനോട് സംസാരിച്ച് നമ്മൾ ഇതിനൊക്കെ ചൂരിൽ കൊളാബൊക്കെ ചെയ്യുന്നൊക്കെ ആലോചിക്കുന്നുണ്ടായിരുന്നു. പിന്നെ എന്നിട്ട് ജോമോൻ എന്നിട്ട് എൻ്റെ അടുത്ത് കുറെ കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ട്. അതിൽ പറഞ്ഞ 2 കാര്യങ്ങളാണ്. ഒന്ന്, എടാ നിങ്ങളുടെ പേഴ്സണൽ പ്രൊഫൈൽസ് ബൂസ്റ്റ് ചെയ്യാൻ നോക്കണം. ഇപ്പോൾ നിങ്ങളുടെ ചാനലിന് 300K ഫോളോവേഴ്സ് ഉണ്ട്. പക്ഷെ നിങ്ങൾക്ക് 2 പേർക്ക് 2000 1500 ഫോളോവേഴ്സൊക്കെ ഉള്ളൂ. അത് നിങ്ങളൊന്ന് ആലോചിച്ചത് എന്ത് മണ്ടത്തിനാണ്. നിങ്ങൾ ഇത്രയും ഫോളോവേഴ്സ് ഉള്ള ചാനലിൽ 2 മെമ്പേഴ്സിന് ഇത്രയും ഫോളോവേഴ്സ് ഉണ്ടായാൽ മോശമാണ്. അപ്പോഴാണ് ഞാൻ ഓക്കെ. അപ്പം ഞാൻ നോക്കുമ്പോഴത്തേക്കും ബാക്കി എല്ലാവരുടെയും പേഴ്സണൽ പ്രൊഫൈൽസിനും ഗ്രോത്ത് ഉണ്ട്. അപ്പം അത് നമ്മൾ നോക്കണം. കാര്യം നമ്മുടെ പേഴ്സണൽ സാധനം. അപ്പോൾ ജോമോൻ്റെ അടുത്ത് പറയാം. അപ്പം അതിനുശേഷമാണ് നമ്മളത് ഓക്കെ അങ്ങനെ ചെയ്യണം, അത് ചിന്തിച്ചു തുടങ്ങിയത്. പിന്നെ അതുപോലെ ജോമൻ പറഞ്ഞ വേറൊരു കാര്യമാണ്. ഇവൻ പറഞ്ഞത് അത് നിങ്ങൾ റീൽസ് മാത്രം ചെയ്യാതെ യൂട്യൂബിൽ വലിയ വീഡിയോസ് ചെയ്യണം. കാര്യം നമുക്ക് റീൽസ് കണ്ട് ചിലപ്പോൾ നമ്മളെ സിനിമയിൽ വിളിക്കുന്ന കാര്യം ഭയങ്കര പാടായിരിക്കും. എന്ന് വെച്ചാൽ റീൽസിൽ നമ്മൾ റീൽസിൽ തന്നെ നമ്മൾ ആക്ട് ചെയ്യുന്ന സാധനം മീറ്റർ വേറെയാണ്. നമ്മളെ ഫുള്ള് നമ്മളെ ബോഡിയിൽ ഒന്നും മനസ്സിലാവില്ല. ഈ ക്ലോസ് പരിപാടി ഇതൊക്കെയല്ല. അപ്പോൾ റീൽസ് കണ്ട് നമ്മൾ സിനിമയിൽ വിളിക്കുന്ന ചാൻസ് ഭയങ്കര കുറവായിരിക്കും. അപ്പം എനിക്ക് തന്നെ വിളികൾ വന്നു തുടങ്ങിയത് ഈ സബ് ഒറിജിനൽസും അല്ലെങ്കിൽ യൂട്യൂബ് വെബ് സീരീസുകൾ ചെയ്തതിനു ശേഷം. നമ്മൾ ഒരു വെബ് സീരീസ് ഒക്കെ ചെയ്യുമ്പോഴാണ്, യൂട്യൂബിൽ വലിയ വീഡിയോസ് ചെയ്യുമ്പോഴാണ് നമ്മളെ മൊത്തത്തിലുള്ള ഒരു പരിപാടി ആൾക്കാർക്ക് മനസ്സിലാവുന്നത്, അല്ലെങ്കിൽ നമ്മുടെ റേഞ്ച് മനസ്സിലാവുന്നത്. നിങ്ങൾ ഒരേ ഫോർമാറ്റ് റീല് മാത്രം ചെയ്തുകൊണ്ടിരുന്നാൽ
പിടി കിട്ടൂല, അതൊക്കെ ചെയ്യണം. പക്ഷെ നമുക്ക് ചെയ്യാൻ പറ്റിയിട്ടില്ല. നിങ്ങൾ ആ ചൂരലുള്ള വീഡിയോസ് നിങ്ങൾ ഇതുപോലെ ആദ്യം എഴുതി വെക്കുമോ? സ്ക്രിപ്റ്റ് എന്തെങ്കിലും ഷമീറാണ് എഴുതുന്നത്. എഴുതിയിട്ടുണ്ടല്ലേ? കാര്യം ചിലതൊക്കെ ഇങ്ങനെ അത് റൈമിംഗ് വേർഡ്സ് പോലെ വരണുണ്ട് നിങ്ങളെ ചൂരലുള്ള വാക്കുകൾ. ഷമീർ പക്കായിട്ട് എഴുത്ത്. അതാണ് ഞാൻ പറഞ്ഞത്, ഷമീറിന്റെ എഴുത്ത് കാണാനാണ് എനിക്ക് കൂടുതൽ ആഗ്രഹം എന്ന് പറഞ്ഞാൽ. നമ്മളെ ചൂരൽ സ്ക്രിപ്റ്റും അത്യാവശ്യം പ്ലാൻഡ് ആയിട്ടല്ല, ചുമ്മാ വെറുതെ വന്ന് പറയുന്നതല്ല, ഇംപ്രോംപ്റ്റു അങ്ങനത്തെ സാധനമല്ല, പക്ക എഴുതി വെക്കുന്ന. അല്ലെങ്കിൽ അതിൽ മാറ്റങ്ങളൊക്കെ വരും, ഇംപ്രൂവൈസേഷൻ വരും, പക്ഷെ അവൻ കറക്റ്റ് ഒരു ധാരണ, ഒരു വോയിസ് നോട്ട് അല്ലെങ്കിൽ സ്ക്രിപ്റ്റ് പോലെ എഴുതി. സ്ക്രിപ്റ്റ് അങ്ങനെ എഴുത്തല്ല, വോയിസ് നോട്ടാണ്, വോയിസ് ആയിട്ട് എനിക്ക് അയക്കും. അത് തന്നെ ഫോളോ ചെയ്യുന്നതാണ്. അല്ലാതെ നിന്റെ മാഹിന്റെ കുറെ പ്രാങ്ക് നമ്മൾ ഇന്ന് വന്നപ്പോൾ ഏറ്റവും ക്ലിക്ക് തോന്നി പ്രാങ്ക് എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട, ഞാൻ നടന്നു പോകുമ്പോൾ ഒരാളിങ്ങനെ നിൽക്കുന്നു, ചേട്ടാ എന്നെ പട്ടി അടിച്ചേട്ടാ, എന്തെങ്കിലും ഇവിടെ എന്തെങ്കിലും ഹോസ്പിറ്റൽ മാറിയിട്ട് പെട്ടെന്ന് ഒന്നുമില്ല, വെറുതെ ഒക്കെ ചുമ്മാ ആൾക്കാരെ പോയിട്ട് എന്നാ കാണിച്ചല്ലേ ഇവിടെ. അത് ആരെയും പേടിക്കും കേട്ടോ. ഞാനാണ് നിക്കർ പോയിട്ട് ഓടിയത്. കാരണം പറ്റൂല കളിയാ. അത് ഭയങ്കര, ഞാൻ പിന്നീട് ഇരുന്ന് ചിന്തിച്ച് റിയലൈസ് ചെയ്തു, വേറെ ഒരുത്തം വന്നിട്ട് എൻ്റെ അടുത്ത് പോലെ പട്ടി അടിച്ച് നമ്മൾ പെട്ടെന്ന് പട്ടി അടിച്ചു. അയ്യോ അത് അവിടെയാണ്, അവിടെ പോയാൽ അവൻ കൊര ചേട്ടൻ കഴിഞ്ഞാൽ നമ്മള് കടിക്കുവോ സാധനം അല്ലേ ഒരു മനുഷ്യൻ. അല്ല, എനിക്ക് നല്ലൊരു നിലയിലെത്തിയിട്ടും ജോമോൻ ഇപ്പൊ നിങ്ങൾക്ക് സജഷൻ തന്നതുപോലെ ജാസിമിന് സജഷൻ കൊടുത്തെന്ന് പറഞ്ഞില്ലേ, അതുപോലെ എന്നെ പ്രാങ്ക് ആയിട്ട് എനിക്ക് മെസ്സേജ് അയക്കും. അടിപൊളി ചിരിച്ചോണ്ട് തന്നെ ചിരിക്കുന്നേനെ ഈ ചിരിയോടെ എങ്ങനെ അയക്കുക, ഭയങ്കര സന്തോഷമായിരുന്നു. അതൊക്കെ ഞാൻ ഇങ്ങനെ ഇരുന്ന് കേൾക്കും, ഭയങ്കര എപ്പോഴും ഇടയ്ക്കിരുന്നിട്ട് കേൾക്കും ജോമോനെ പോലെ പഴയ ഓഡിയോ. അതെ അതെ. പിന്നെ പ്രാങ്ക് നമ്മളെ ഈ റീൽ എല്ലാ സെലിബ്രിറ്റീസിന്റെ കയ്യിലും എത്തുന്നുണ്ട്, സിനിമ ഇൻഡസ്ട്രിയിൽ പലയിടത്തും എത്തുന്നുണ്ട്. അത് ഞാൻ തിരിച്ചറിഞ്ഞൊരു കാര്യമാണ്. പലയിടത്തും പോകുമ്പോഴും കണ്ണൂർ സ്കൂളിലെ ഡയറക്ടർ ആയാലും അർജുൻ അശോകനായാലും ഇപ്പൊ അങ്ങനെ ലിസ്റ്റ് പറയാൻ ഒരുപാട് പേര്, അവരൊക്കെ പറയണേ പ്രാങ്ക് ചെയ്യാൻ വന്നേക്കാണ് എന്ന് നമ്മളെ മുഖത്ത് വയ്ക്കും. നമ്മുടെ പേര് ചിലപ്പോൾ അറിഞ്ഞുകൂടെങ്കിൽ പോലെ പ്ലുക്ലോച്ചി പ്രാങ്ക് ചെയ്യാൻ വന്നേക്കാണ് എന്നൊക്കെ പറഞ്ഞ് ചോദിക്കുമ്പോഴേ, അപ്പൊ നമ്മുടെ റീൽ ഒരു സംഭവമാണ് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാല് അല്ലേ. റീലിലൂടെ സിനിമയില് നമുക്ക് ചാൻസ് ഇപ്പൊ നേരത്തെ യൂട്യൂബ് ആണ്, ഇപ്പൊ റീലിൽ നിന്ന് കുറെ എടുക്കുന്നില്ല. ഒരുപാട് പേരുണ്ട്, ഒരുപാട് പേരുണ്ട്. റീലിനെടുക്കുന്ന ഫോളോവർ കൂടിയ ആൾക്കാർ ഇപ്പൊ സിനിമയിൽ വരുന്ന, സിനിമയ്ക്ക് ഗുണം ചെയ്യുന്ന ആ ഒരു മെത്തേഡിലോട്ട് പോയിട്ടുണ്ട്. അവരെ കാണാൻ വേണ്ടിയിട്ട് സിനിമയിലെ ആൾക്കാർ തിയേറ്ററിൽ വരും. അങ്ങനത്തെ ഒരു മെത്തേഡിലോട്ട് പോയിക്കൊണ്ടിരിക്കുമ്പോഴത്തേക്കും ഇപ്പൊ റീൽ ചെയ്യുന്ന ആൾക്കാർക്കും സിനിമയിൽ കയറുന്ന ആ ഒരു ഇതിലോട്ട് വന്നിട്ടുണ്ട്. പേടി മാറിയോ? ഓരോ സിനിമയിൽ അഭിനയിക്കാൻ നേരത്തും നമുക്ക് ടെൻഷൻ ആയിരിക്കും, അത് മാറിയോ? ഇപ്പൊ 10-12 പടങ്ങളോളം അഭിനയിച്ചു. കുറച്ച് പേടി മാറിയിട്ടുണ്ട്. സ്ക്രിപ്റ്റ് ഒക്കെ തന്നു കഴിഞ്ഞാൽ കാണാതെ പഠിച്ചു പറയാൻ എനിക്ക് ഭയങ്കര പഠിക്കാൻ. നമുക്ക് ഈ സ്കൂളിലൊക്കെ പഠിക്കുമ്പോൾ, കോളേജിൽ പഠിക്കുമ്പോഴേ ഇതൊക്കെ ഇങ്ങനെ കാണാതെ വായിച്ച് പഠിച്ചത് മലയാളമല്ലേ, നമ്മൾ പറയുന്ന പോലെ പറയുന്നത് മതി. വേറെ കാണാതെ പഠിച്ച് പറയാൻ ചില സ്ക്രിപ്റ്റിൽ അങ്ങനെ ഉണ്ടോ, നമ്മുടെ സ്റ്റൈലിൽ തന്നെ പറയണം അങ്ങനെ? ഓരോ ഡയറക്ടേഴ്സും ഓരോ ചില ഡയറക്ടേഴ്സ് അവർ സ്ക്രിപ്റ്റിലുള്ള പരിപാടികൾ മാത്രമേ പറയാനുള്ളൂ. ചിലവർ നിനക്ക് ഇതാണ് സാധനം, നിനക്ക് നിന്റെ രീതിക്ക് പറയാം എന്ന് ആദ്യമേ അവർ പറയും. അവിടെ ടെൻഷനില്ല, അവിടെ നമുക്ക് എന്തും പറയാമെന്നല്ല, കഥയായിട്ട് ബന്ധപ്പെട്ട ഏത് വേണം പറയാം. ഡയറക്ടർ ചോദിച്ചിട്ട് ചിലവർ ആ സ്ക്രിപ്റ്റിലുള്ള പരിപാടി അത് അതുപോലെ തന്നെ പറയേണ്ടി വരും. അപ്പോഴാണ് പ്രശ്നമൊന്നുമില്ല, കാണാതെ പഠിച്ച് പഠിക്കുന്നത്. എന്താണ് സ്വപ്നം, എന്താണ് ആരെ കൂടെ? എന്റെ സ്വപ്നങ്ങൾ ഇതൊക്കെ തന്നെ. നേരത്തെ ഇല്ലായിരുന്നു, ഇപ്പൊ എനിക്കുണ്ട്. അങ്ങനെ പറയുകയാണെങ്കിൽ എന്തൊക്കെ ഉണ്ട്? നേരത്തെ എനിക്കില്ലായിരുന്നു, പക്ഷെ ഇപ്പൊ എനിക്കത് ഭയങ്കര ഉണ്ട്. എന്റെ ജീവിതത്തില് ആഗ്രഹങ്ങളായിരിക്കാം, പല കാര്യങ്ങളായിരിക്കും. ഫോർ എക്സാമ്പിൾ എല്ലാ കാര്യങ്ങളും മുമ്പും ഇല്ലാത്ത ഒരുപാട് കാര്യങ്ങളുണ്ട്, ഇപ്പൊ ഉണ്ട്, എല്ലാം ഉണ്ട്. ജോമറോട് ഒരു പുതിയ ഒരു പയ്യൻ ചേട്ടാ എന്നെ എങ്ങനെയെങ്കിലും എനിക്ക് ചെറിയ ചാൻസ് സെറ്റ് ചെയ്ത് തരാൻ പറ്റുമെന്ന് ചോദിച്ചാൽ ജോമറോ ആദ്യം അത് ഭയങ്കര മണ്ടത്തരം ചോദ്യമാണ്. നമ്മളിപ്പോ എവന്റെ അടുത്ത് വിളിച്ചിട്ട് എനിക്കൊരു മെസ്സേജ്, ഒരു ഹായ്, ഇവന്റെ ചോദ്യം മണ്ടത്തരം എന്നാണോ? ആ ചോദ്യം മണ്ടത്തര. ഒരാൾക്ക് എനിക്ക് എന്തെങ്കിലും ചാൻസ് തരുമെന്ന് ചോദിക്കുമെന്ന് അത് ഭയങ്കര മണ്ടത്തര. ഇപ്പൊ നമ്മളൊരു ഡയറക്ടറിന്റെ അടുത്ത് പോയിട്ട് സാർ എനിക്ക് എന്തെങ്കിലും ചാൻസ് തരുമെന്ന് വെച്ചാൽ പുള്ളി ചോദിക്കാൻ നിങ്ങൾ സിനിമയ്ക്ക് വേണ്ടിട്ട് എന്ത് ചെയ്തെന്നാ പറയുന്നത്. സിനിമയ്ക്ക് വേണ്ടി മാഹിൻ പ്രാങ്ക് ചെയ്യുന്നുണ്ട്, ഇത് സിനിമയ്ക്ക് വേണ്ടിയിട്ടല്ലേ, സിനിമയിൽ അഭിനയിക്കാൻ താല്പര്യമില്ലേ? നമ്മൾ അതിന് വേണ്ടിയിട്ടൊക്കെയാണ് നമ്മൾ സിനിമയിൽ കയറുന്ന. സിനിമയൊക്കെ എന്തായിക്കോട്ടെ, നമ്മൾ എന്ത് ചെയ്യുന്നു, ഇതിന് വേണ്ടിയിട്ട് എന്ത് ചെയ്യുന്നു. ചുമ്മാ ഇരുന്നിട്ട് ഒരാളടുത്ത് ചാൻസ് ചോദിക്കുന്ന പരിപാടി ഭയങ്കര നമ്മളായിട്ട് എന്തെങ്കിലും ചെയ്യണ്ടേ? നമ്മളായിട്ട് ഒന്നും ചെയ്യാതെ ഒരു കാര്യം നടക്കൂല ബ്രോ. നമ്മളിപ്പോ ഒരാളടുത്ത് എനിക്കിപ്പോ വേറൊരാൾ ഇഷ്ടമുണ്ടെന്ന് പറഞ്ഞാൽ അവനെ സിനിമയൊക്കെ ആയിട്ട് ഭയങ്കര മണ്ടത്തര, അങ്ങനെ നടക്കൂല. ആർക്കും അങ്ങനെ
എളുപ്പ വഴി ഇല്ല ഇതിലല്ലേ? എളുപ്പ വഴിയൊന്നുമില്ല, നമ്മൾ കഷ്ടപ്പെട്ട ഉള്ളൂ. ഓക്കെ, പറ. അല്ല എനിക്ക് ഇന്നലെ ഒരു പുള്ളി ആദ്യമായിട്ട് മെസ്സേജ് അയക്കണേ, ഹായ്, ഞാൻ തിരിച്ച് ഹലോ. അടുത്ത മെസ്സേജ്, ബ്രോ സിനിമയിൽ തല കാണിക്കാൻ ഒരു അവസരം ഒപ്പിച്ചു തരാമോ എന്ന് എൻ്റെ അടുത്ത്. ഞാൻ എന്റെ തല എങ്ങനെയെങ്കിലും കാണിക്കണമെന്ന് പറഞ്ഞായിരിക്കും. 3 ദിവസം മുന്നേ തല അങ്ങനെ സെറ്റായി വന്നതാണ്. തല നിൽക്കുന്നേ ഉള്ളൂ. അവന്റെ അടുത്ത് ഞാൻ പ്രൊഫൈൽ അയച്ചാ, ഞാൻ ഒരു ചിരി തിരിച്ചു, ഒരു ഇമോജി അയച്ചേ. ചിരി അയച്ചപ്പോഴത്തേക്കും ചിരിച്ച് തള്ളിയല്ലേ, നടക്കില്ല അല്ലേ എന്ന്. ഞാൻ പറഞ്ഞു ബ്രോ, ഞാൻ ആദ്യം എന്റെ തല ഒന്ന് നേരെ കാണിച്ചോട്ടെ എന്ന് പറഞ്ഞു. വേറെ ഒരു മെസ്സേജും ഇല്ല. ഹായ്, ഞാൻ ഹലോ വന്നപ്പം സിനിമയിൽ തല കാണിക്കാൻ ഒരു അവസരം എന്റെ അടുത്ത്. ഞാൻ ജിതിൻലാന്റെ കൂടെ ചുമ്മാ നടക്കുന്ന ഫോട്ടോ ഇട്ടപ്പോഴേ ബ്രോ മുട്ടിച്ചേരുമെന്ന്. ഞാൻ എന്ത് ചെയ്യണം എന്ന് ആലോചിച്ചു. ഞാൻ എത്ര എടുത്ത് ഇനി മുട്ടിച്ചു കൊടുക്കണം? എനിക്ക് ആ മെസ്സേജ് തന്നെ, കൂടെ ഒന്ന് നിന്നാൽ മാത്രം മതി, സ്ക്രിപ്റ്റ് ഇഷ്ടം പോലെ ഉണ്ട്, കഥ കേൾക്കാൻ സമയമുണ്ട്. ഞാൻ ഇപ്പോൾ കാർത്തിക് സൂര്യയായിട്ട് പണ്ട് വ്ളോഗ് തുടങ്ങിയ ടൈമിൽ ഞാൻ കാർത്തിക് സൂര്യയുടെ കൂടെ നടന്നപ്പോൾ ഒന്ന് കാർത്തിക് സൂര്യയുടെ അന്വേഷണം പറഞ്ഞു. ഞാനൊരു 10,000-2 ലക്ഷം പേരുടെ അന്വേഷണം ഞാൻ പറയണേ, എല്ലാവരും കാർത്തിക് സൂര്യ ഒന്ന് അന്വേഷിച്ചിട്ട് പറയണേ. അപ്പം ഞാൻ 2 പേരുടെ പേര് പോയെന്ന് പറയും. എല്ലാവരും ഇങ്ങനെ ഇതേപോലെ പറഞ്ഞുകൊണ്ട് നമുക്ക് പറയാൻ പറ്റുമോ? ഇല്ല, ഒരിക്കലും ഇല്ല. അപ്പം അതുമായിട്ട് എങ്ങനെ എനിക്ക് കണക്ട് ചെയ്യാൻ തോന്നി. കൊള്ളാം. ജോമനെ, നിന്റെ കൂടെ ഒരാളുണ്ടായിരുന്നു, അഖിൽ എന്ന് പറയുന്നത്. പുള്ളി ഒരു ഇല്ല, എന്റെ കൂടെ ആദ്യം ഒരു അവസാനം ഉണ്ടായിരുന്നു. സിനിമ ഇതൊന്നും വന്നില്ല, വിളിയൊന്നും വന്നില്ല. അവന് വരേണ്ട സമയമായപ്പോ അവന് കാനഡയില് ആക്സിഡന്റ് ആയി. പിന്നീട് എന്റെ ഫാമിലിയിലും പണ്ട് ഒരു വിഷയമാണല്ലോ, ജോലി കിട്ടിയപ്പം കാനഡയിലോട്ട് പോയി. കാനഡയിലാണോ? അളിയന്റെ സിനിമ ആഗ്രഹങ്ങളൊക്കെ നിന്നോ? ഇല്ല, അവൻ എന്തായാലും സിനിമ ചെയ്യും. എപ്പോഴും ഉണ്ടല്ലോ. ശ്രീരാജ് ഉണ്ട്, എറണാകുളത്താണ്. കൈ എടുക്കറാന്ന് പറയുമ്പോ കൈ എടുക്കാത്ത ജലസിംഹത്തിലെ അവരൊക്കെ ഉണ്ട്. അവരൊക്കെ ഇപ്പം അവൻ സിനിമയിലാണ്. ശ്രീരാജ് ഇപ്പം അസിസ്റ്റന്റ് ഡയറക്ടറായിട്ടൊക്കെ വർക്ക് ചെയ്യുന്നുണ്ട്. എനിക്ക് ശ്രീരാജൊക്കെ നമ്മുടെ ഇതിൽ ആദ്യത്തെ സ്ക്രിപ്റ്റിൽ ഉണ്ടായിരുന്നു അല്ലേ? വിപിൻ ചേട്ടന്റെ ആദ്യത്തെ പരിപാടി ശ്രീരാജൊക്കെ ഉണ്ടായിരുന്നു, പിന്നെ അത് മാറി. ജോൺ പറഞ്ഞു ലാലേട്ടനോടൊരു സ്പെഷ്യൽ അങ്ങനെ വെച്ചാൽ വേലായുധേട്ടൻ ആ ഒരു റോള് ചെയ്ത് എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ട ആ സാധനം. അത് വിശന്നപ്പോഴൊക്കെ ഊട്ടി അല്ലാത്തപ്പോ കൊടൈക്കനാൽ. അഖിൽ ബ്രോയുടെ സ്ക്രിപ്റ്റ് ആണോ? ഏത്? ഇല്ല, ഈ ജലസിംഹം ഒക്കെ എല്ലാം അഖിലിന്റെ മനസ്സിൽ അടുത്ത വേറൊരു സാധനം എടുക്കട്ടെ. നല്ല സാധനമുണ്ട് ഇവിടുത്തെ, ഏറ്റവും കിടിലാണ് സാധനം. എടുക്കട്ടെ. ഗ്യാസ് ആണോ? ഗ്യാസ് അല്ല, നല്ല നല്ല സാധനം. അവരൊക്കെ ബോറടിച്ച് എണീറ്റ് പോയി. ചുമ്മാ ജിങ്കിനൊക്കെ എടുക്ക് ആ സാധനം. മറ്റേ എന്ത് വേണം നിനക്ക്? പെപ്പറിട്ട ജിങ്കിണക്ക്. ആ സാധനം ജമൈക്കൻ വിങ്സ് എടുത്ത്. ജമൈക്ക, വെസ്റ്റ് ഇൻഡീസ്. എന്നിട്ട് ആ ഇതില് സാറേ ഈ പുഴയാണ് സാറേ, നിങ്ങൾ രാവിലെ പുഴയുടെ അടുത്ത് വന്ന് സംസാരിക്കുമല്ലോ ജോൺ ബ്രോ. അപ്പോഴേ ബാക്കിൽ അഖിൽ ബ്രോ വന്നിട്ട് അപ്പൊ എന്തുണ്ട്, അപ്പൊ അമ്മയുടെ സൗണ്ട് ആയിരുന്നു, നിങ്ങൾ തന്നെയാണ് കൊടുത്തത്. അപ്പോഴ അതിട്ട് ഇരുന്നിട്ടേ കുറച്ചായിട്ട് അഖിൽ ബ്രോ പറയും. അഖിൽ ബ്രോ അഖിൽ എന്തുണ്ട് വിശേഷം? പുഴ അമ്മ തിരിച്ച് ചോദിക്കണേ, അഖിൽ എന്തുണ്ട് വിശേഷം? ഒന്നുമില്ല ആന്റി, അങ്ങനെ പോണേ. ഗ്രൂപ്പ് എന്റെ ഓഫീസ് ഗ്രൂപ്പിലിട്ട് ഞാൻ പയ്യന്മാർക്ക് അയച്ചു കൊടുത്ത് ആ സാധനം ഉണ്ടല്ലോ. പാട്ട് പാടുന്ന പാട്ട് കേൾക്കാമോ? അറിയാമോ? നീ പാട്ട് പാടി പിറകെ ഓടിപ്പാടും പാലത്തിന്റെ ഇട. ആ പാട്ട് എന്തായിരുന്നു അറിയാം? ഇങ്ങനെ ഒരു പാട്ട്, എന്തൊരു സാധനമുണ്ട്, റിപ്പീറ്റ് മോഡിൽ വീണ്ടും നീ പാടിക്കൊണ്ടിരിക്കും. നല്ല എന്തോ ഒരു സാധനം. ആ പാല ഞാൻ ചിരിച്ച് മണ്ണ് വെപ്പി ആ സാധനമൊക്കെ അളിയും വന്നിട്ട് ഞാൻ ഇവൻ അടിപൊളി കഴിവാണ്, ഇവനെ കൊണ്ട് ചെയ്യിപ്പിരുന്ന് പറഞ്ഞിട്ട് നിന്നെ പിടിച്ചു ചേർത്ത് ചെയ്യിപ്പിക്കണാണ്. ചെയ്യിപ്പിക്കാൻ പിറകെ ഓടിയ ഓർമ്മ ഉണ്ടാറില്ല. എല്ലായിടത്തും പുറകെ പോയി പാടും. ജലസിംഹത്തിലെ ഡയലോഗ് ദൂരം നടിക്കണേ, കയ്യിലെഴുതി, അയ്യോ മറന്നുപോയി, കയ്യിലെഴുതിയതാണെങ്കിൽ മാഞ്ഞും പോയി. അതാണല്ലോ കയ്യിലെഴുതി വെച്ചത് മാഞ്ഞതൊക്കെ ഉണ്ട്. ചിരിച്ചു മരിച്ച ഈ റീല് ഭയങ്കര സംഭവം. അതുപോലെ തന്നെ ഞാൻ ഏറ്റവും കൂടുതൽ ബ്ലൂടിക്ക് കണ്ടിട്ടുള്ള റീല് ചൂരലിന്റെ റീലാണ് ഏറ്റവും കൂടുതൽ അല്ലേ? സെലിബ്രിറ്റീസ് റേഞ്ചിൽ കയറി ആ ഒരു കത്തി നിൽക്കുന്ന സമയം ഉണ്ടായിരുന്നു ചൂരല്. ചെറുതായിട്ട് ഇപ്പോഴല്ലാതെ എനിക്ക് തോന്നുന്നു എല്ലാവർക്കും അത് നമ്മൾ അത്യാവശ്യം എനിക്കൊന്ന് എല്ലാ പേജിനും ഉണ്ടാവും ഒരു പീക്ക് ടൈം കാണും. നമ്മളിങ്ങനെ എന്ന് പറഞ്ഞു പോകുന്ന ഒരു സമയം കാണുമെന്ന് എനിക്ക് തോന്നുന്നു. അപ്പം നമ്മൾ ഒരു എനിക്ക് തോന്നുന്നു 350K 450K വരെ ഒരാഴ്ച കൊണ്ടാണ് കണ്ടതായത്. ഒരാഴ്ച കൊണ്ടാണ് അത്രയും പോയത്. ഒരാഴ്ച എടുത്തോളൂ 350 450 100K അടിച്ചത്. ആ സമയത്താണ് അപ്പൊ ആ സമയത്താണ് നമ്മൾ ഞാൻ ഒരു കൽബ് പടമില്ലേ, ഫ്രൈഡേ ഫിലിം ഹൗസിന്റെ സാജിദ് കട പടം. അപ്പൊ അതിൽ നമ്മൾ ജോയിൻ ചെയ്തത്. അപ്പൊ അതിൽ നമ്മുടെ മറ്റേ ലുക്കൊക്കെ
മാറി മീശ എടുത്തു, മുടി കളർ ചെയ്ത് പരിപാടിയൊക്കെ ആയിട്ട്. അപ്പൊ ആ സമയത്ത് നമുക്ക് റീൽ ചെയ്യാൻ പറ്റിയില്ല. പറ്റുന്ന വെച്ചാൽ അവിടെ നിന്ന് റെസ്ട്രിക്ഷൻ ഒന്നും ഇല്ലായിരുന്നു. അല്ല, അങ്ങനെ വലിയ കുഴപ്പമില്ലായിരുന്നു. അവിടെ നിന്ന് അവർക്ക് വലിയ പ്രശ്നമായിരുന്നു. പക്ഷെ നമുക്ക് മനസ്സിലായി, നമുക്കൊരു സുഖമില്ലായിരുന്നു. നമുക്ക് നമ്മുടെ ഈ രൂപം അക്സെപ്റ്റ് ചെയ്യാൻ നമുക്കൊരു പാടായിരുന്നു. അപ്പൊ നമുക്ക് അത് വെച്ച് ചെയ്യാൻ നമുക്ക് ഭയങ്കര ബുദ്ധിമുട്ട്. അപ്പൊ നമ്മള് പിന്നെ നമ്മളാ പടത്തിൽ അങ്ങനെ ത്രൂ ഔട്ട് ഭയങ്കരമായിട്ട് ഒരു ഡയലോഗും പരിപാടിയൊന്നും ഇല്ലെങ്കിൽ നമുക്ക് എല്ലാ ദിവസവും ഷൂട്ടും ഉണ്ടായിരുന്നു. കാര്യം എല്ലാ സീനിലും മിക്ക അവിടെ ഇവിടെയൊക്കെ കാണും. അപ്പോൾ എല്ലാ ദിവസവും ഷൂട്ട്, പിന്നെ നമുക്ക് ഈ ലുക്ക് നമുക്ക് ഭയങ്കര ബുദ്ധിമുട്ടെന്ന് വെച്ചാൽ നമുക്ക് ഭയങ്കര ഒരു നമ്മൾ പ്രതീക്ഷിക്കുന്ന ഷൂട്ടിന്റെ തലേന്നാണ് ഈ ലുക്കിലോട്ട് മാറുന്നത്. അപ്പോൾ അത് അഡ്ജസ്റ്റ് ചെയ്യാൻ സമയം എടുത്ത്. അപ്പോൾ ആ സമയത്ത് നമ്മൾ റീൽ ചെയ്തില്ല. അപ്പോൾ ഏകദേശം ഒരു 1.5 മാസം 2 മാസത്തോളം നമുക്ക് റീൽ ഷൂട്ട് ചെയ്തില്ല. അപ്പോൾ അങ്ങനെ കത്തി നിൽക്കുന്ന സമയത്താണ് നമുക്കൊരു ബ്രേക്ക് വന്നത്. പിന്നെ നമുക്ക് അതിന്ന് തിരിച്ച് വരാൻ വലിയ പാടുണ്ട്. അതെനിക്കൊന്ന് 2 വർഷം മുമ്പാണ് ഈ 450K ആവുന്നത്. നമുക്ക് ഇപ്പോഴും 600K ആയിട്ടേ ഉള്ളൂ, 600K ആയിട്ടുള്ളൂ. അപ്പോൾ ആ ഒരു ബ്രേക്ക് വന്നു. കാര്യം ഇത് ഈ ബ്രേക്ക് ഭയങ്കര സീനാണ്. നമ്മൾ കൺസിസ്റ്റൻസി ഭയങ്കര ഇമ്പോർട്ടൻറ്റ്. റീൽസ് ഇടുമ്പോഴേ നമ്മൾ കറക്റ്റ്. പക്ഷെ ഹാഷർ അത് ഇപ്പം ഇടയ്ക്കിടയ്ക്ക് അവിടെ ഷൂട്ടിലാണെങ്കിൽ ഇടുന്നുണ്ട്. അതെ, നമുക്കത് ചെയ്യാൻ പറ്റില്ല. അതാ പ്രശ്നം. നമ്മൾ ചെയ്താൽ മതിയായിരുന്നു. നമ്മുടെ പറഞ്ഞ മിസ്റ്റേക്കാണ്. നമ്മൾ ആ സമയത്ത് നമ്മളങ്ങ് മടിച്ചു പോയി. നമ്മൾ കുറച്ച് എന്താ നമ്മള് ഈ മൃഗങ്ങളെ എന്താണ് അങ്ങനെ എടുക്കാൻ അങ്ങനെ ടോപ്പിക്ക് അതാ ഹിറ്റ് തുടക്കം എങ്ങനെയാണ് നിങ്ങൾക്ക് ആ ഐഡിയ തോന്നിയത്? തുടക്കം അത് സത്യം പറഞ്ഞാൽ നമ്മളൊന്നും അല്ല സ്റ്റാർട്ട് ചെയ്യുന്നത്. എനിക്കൊന്ന് അരുൺ പ്രദീപ് ഇല്ലേ, അരുൺ പ്രദീപ് പണ്ടേ ചെയ്യുമായിരുന്നു. അരുൺ പ്രദീപ് പണ്ടും പട്ടി പൂച്ചയൊക്കെ ചെയ്യുമായിരുന്നു. പക്ഷെ അത് എനിക്കൊന്ന് കുറച്ചുകൂടെ സിമ്പിൾ ആയിട്ട് ജസ്റ്റ് വന്ന് എന്തെങ്കിലും കുറച്ച് കാര്യങ്ങളൊക്കെ പറയുന്നു. പക്ഷെ നമ്മൾ ഈ പരാതി പോലെയൊക്കെ പറഞ്ഞു തുടങ്ങിയതും ഈ പിണക്കവും കെറുവൊക്കെ കാണിച്ചു തുടങ്ങിയത് നമ്മളാണെന്ന് തോന്നുന്നു. അത് എനിക്ക് തോന്നുന്നു ഷമീറിന് ഐഡിയ ആദ്യമേ ഉണ്ടായിരുന്നെന്ന് തോന്നുന്നു. പക്ഷേ എങ്കിൽ എൻ്റെ ഒരു കൂട്ടുകാരൻ ഈ പറഞ്ഞ കോളേജിൽ പഠിച്ച ബാദുഷ് എന്ന് പറഞ്ഞ ഫ്രണ്ട്, അവൻ ഇതൊക്കെ പറയുമായിരുന്നു. അതാ നിങ്ങൾ ഇങ്ങനെയൊക്കെ ചെയ്യും, മൃഗങ്ങളുടെയൊക്കെ ചെയ്യാൻ നോക്കണമെന്ന് പറയുമായിരുന്നു. അപ്പോൾ ഞാനത് ഷമീറിന് പറഞ്ഞപ്പോൾ ഷമീർ പറഞ്ഞാൽ ഞാനും ആലോചിച്ചായിരുന്നു നമുക്ക് നോക്കാം എന്ന് പറഞ്ഞിട്ടാണ് ആദ്യമായിട്ട് നമ്മൾ മറ്റേ കാക്കയും തത്തയുടെ ഒരു സാധനം ചെയ്യുന്നത്. അപ്പോൾ കാക്കയും തത്തയും ചെയ്തപ്പോഴത്തേക്കും അത് അത്യാവശ്യം റീച്ച് ആയി. അതുകൊണ്ടാണ് ഈ ബ്ലൂടിക്ക് പരിപാടി വന്നു തുടങ്ങുന്നത്. കാര്യം അത് ചെയ്തപ്പോഴത്തേക്കും സിത്താര ചേച്ചി, വിധുപ്രതാപ് ഭയങ്കര നമ്മൾ ഭയങ്കര സപ്പോർട്ടായിരുന്നു അവരൊക്കെ. അപ്പൊ ബേസിലൊക്കെ ഫോളോ ചെയ്യാൻ തുടങ്ങി. ഫോളോ ചെയ്യുന്നുണ്ട്. ബേസിന്റെ ഒക്കെ കമന്റ് അങ്ങനെ അളിയനെ വരാറുണ്ടായിരുന്നു. അങ്ങനെ സെലിബ്രിറ്റീസ് കമന്റ് ചെയ്യാൻ. ഇപ്പൊ പക്ഷെ അളിയൻ സ്വന്തമായിട്ട് ഓൺ കണ്ടന്റ് അങ്ങനെ ഇപ്പൊ നിങ്ങൾ 11K ഒക്കെ അടച്ചാ എന്തിനാണ്? ശരി, സ്വന്തമായിട്ട് റീല് അഖിലുമായിട്ട് അങ്ങനെ ചെയ്യാൻ പറ്റുമോ? ഇനി നമുക്ക് കാണാൻ പറ്റുമോ അങ്ങനത്തെ ഒരു ജോമോനെ? പഴയ ഞാൻ ചെയ്യുന്നുണ്ട്, ഇടയ്ക്കിടയ്ക്ക് ചെയ്യാറുണ്ട്. ചെയ്യണം. ഫ്രണ്ട്സ് എല്ലാരും അവരെല്ലാരും പോയിട്ട് നമ്മളൊക്കെ ഇരിക്കില്ലേ വെറുതെ. ഇപ്പൊ നീ ഇപ്പൊ എപ്പോ വിളിച്ചാലും ഞാൻ ഫ്രീ ആണ്. നീ വരൂ? വരും, വിളിച്ചാൽ മാത്രം മതി. ശക്തി എന്ന മാസം തിയേറ്ററിൽ എല്ലാവരും ഭയങ്കര ഇത് ഇത്രയും ക്ലിക്ക് ആവുമെന്ന് വിചാരിച്ച ഈ പടം എനിക്ക് ഈ പടം കയറും. അത് മാത്രമല്ല ഈ പടത്തിലുള്ള എല്ലാ കഥ കേട്ടിട്ടാണ് നിങ്ങൾ അങ്ങനെ അതാ ഷൂട്ട് ചെയ്ത് കഴിഞ്ഞപ്പോഴാണ് പടം ഹിറ്റ്? അല്ല, അതിനു മുമ്പ് എനിക്ക് കഥ കേൾക്കുമ്പോഴും ഒരു മരണ വീട് പരിപാടിയാണ്. പിന്നെ ഇതിന്റെ ഇടയിൽ ഇതിൽ വർക്ക് ചെയ്ത ആൾക്കാരെല്ലാവരും ടെക്നിക്കൽ സൈഡൊക്കെ ഭയങ്കര സ്ട്രോങ് ആണ്. അതുകൊണ്ട് എനിക്ക് ഈ പടം ഒരു ഭയങ്കര താഴെ പോലെന്ന് ഉറപ്പാണ്. നല്ല രസമായിട്ട് ഒരു ലാഗില്ലാത്ത രീതിയിൽ അവർ കൊണ്ടുവരും. പിന്നെ ഇതിൽ എഴുതിയിട്ടുള്ള വിപിൻ ചേട്ടൻ എഴുതിയിട്ടുള്ള എല്ലാ പരിപാടികളും എനിക്കറിയാം. ഇത് മുമ്പ് ഞാൻ കേട്ടിട്ടുള്ള പരിപാടി. മാന്ത്രിക വിപിൻ ചേട്ടൻ എഴുതിയിട്ട് സെറ്റ് കേട്ടാ. ശക്തിമാന്റെ നെഞ്ചിരിക്കുന്ന സാധനം അല്ലേ? പിന്നെ ഈ പടം ഷൂട്ട് സമയത്ത് എല്ലാരും നല്ലതായിട്ട് പണിയെടുത്തിട്ടുണ്ടല്ലോ. എല്ലാവരും, അതായത് ആക്ടേഴ്സ് മാത്രമല്ല ഞാൻ ഉദ്ദേശിച്ചത്, ഫുൾ ഡിപ്പാർട്ട്മെന്റ് പ്രവർത്തകർ എല്ലാവരും നല്ല പണിയെടുത്തിട്ടുണ്ട്. പിന്നെ അതിനുശേഷം പോസ്റ്റ് പ്രൊഡക്ഷൻ ആയാലും എല്ലായിടത്തും നമുക്ക് എപ്പോഴും ഇങ്ങനെ വിപിൻ ചേട്ടനൊക്കെ എപ്പോഴും വിളിക്കുകയും ചെയ്യും. എന്നെ ഉൾപ്പെടെ വിളിക്കുകയും ചെയ്യും. ഡയറക്ടർ വിപിൻ ചേട്ടനെ വിളിച്ചിട്ട് സംഭവം സെറ്റായിട്ട് വരുന്നുണ്ട്, അടിപൊളിയാണ്. പിന്നെ ഫസ്റ്റ് കട്ട് കണ്ടു കഴിഞ്ഞിട്ട് എനിക്ക് തോന്നുന്നു വിപിൻ ദാസ് ചേട്ടൻ എനിക്കൊന്ന് ഒരുപ്പെട്ട എല്ലാവരെയും വിളിച്ചെന്ന് തോന്നുന്നു കേട്ടോ. ഈ സാധനം കണ്ടിട്ട് ഹാപ്പി ആയിട്ട് ഞാൻ ഭയങ്കര ഹാപ്പിയാണ് ഇങ്ങനെ ഒരു പടം ചെയ്യാൻ പറ്റി. പടം തിയേറ്റർ വർക്ക് ആവില്ലെന്നും എനിക്ക് അറിഞ്ഞൂടാ. പക്ഷെ ഞാൻ പേഴ്സണലി ഞാൻ ഭയങ്കര ഹാപ്പിയാണ്. ഇങ്ങനെ ഒരു പടം ചെയ്യാൻ പറ്റില്ല, ഞാൻ സാറ്റിസ്ഫൈഡ് ആണ്. തിയേറ്ററിൽ അടിക്കും. ഷൂട്ട് തോന്നിക്കലല്ല, മാന്ത്രികക്കായി ഇടയ്ക്കിടയ്ക്ക് വരുന്നുണ്ട്. മൊബൈലൊക്കെ എടുത്തറിയണ സീനുണ്ടല്ലോ. വെള്ളാണിക്കായലാണ് വെങ്ങാനൂരാണ് ഷൂട്ട് മൊത്തം നടന്നിരിക്കുന്നത്. വെള്ളാണി തന്നെയാണ് പടം. വൻ ഹിറ്റ് അങ്ങനെ തോന്നി അഭിനയിച്ച പടങ്ങൾ വൻ ഹിറ്റ്. രോമാഞ്ചമൊക്കെ അങ്ങനെ ആയിരിക്കും അല്ലേ? പടം ഇത് ക്ലിക്ക് ആവും ഉറപ്പുണ്ടായിരുന്നു. ബസ്സിന് സമയത്തും ക്ലിക്ക് ആവുന്ന ഉറപ്പുണ്ടായിരുന്നു. രോമാഞ്ചം, വാഴ
വാഴയും നേരത്തെ കൂട്ടി അവർക്ക് ഒരു ഉറപ്പുണ്ടായിരുന്നു. വലിയ നടന്മാരെ വെച്ചിട്ട് പടം ചെയ്യുമ്പോൾ നമുക്ക് ഇങ്ങനത്തെ ഒരു സ്ക്രിപ്റ്റ് ഉണ്ടെങ്കിൽ ഉറപ്പായിട്ടും ആ പൈസ തിരിച്ചു പിടിക്കാന്ന് പറയുന്നത് ഇത് ഭയങ്കര റിസ്ക് ഫാക്ടറാണ്. എല്ലാം വിപിൻ ദാസ് ചേട്ടൻ ഒരു ഇന്റർവ്യൂല് പറഞ്ഞിട്ടുണ്ട്, പുള്ളി ആർട്ടിസ്റ്റിനെ നോക്കിയിട്ടല്ല ഒരു പടം ചെയ്യണത്, പുള്ളി സ്ക്രിപ്റ്റ് നോക്കിയിട്ടാണ് പടം ചെയ്യുന്നത്. ആ സ്ക്രിപ്റ്റില് ഇരുന്നാ പറയാം, അല്ലാതെ വേറെ നമ്മളെല്ലാരും നമുക്കത് പറയാം, നമ്മളെ വിശ്വസിച്ച് പുള്ളി തന്നു അങ്ങനത്തെ ഒരു ഡയലോഗേ വേണ്ട, പുള്ളി സ്ക്രിപ്റ്റ് നോക്കിയിട്ടാണ് ചെയ്യാറ്. 2 ആഴ്ച കഴിഞ്ഞാണ് ഞാൻ പോയി കാണുന്നത് പടം. എന്നിട്ടും തിയേറ്റർ ഫുള്ളായിരുന്നു, ക്രൗഡ്. ഞാൻ വീഡിയോസ് ഒക്കെ എടുത്ത് അയച്ചു കൊടുക്കും. തിയേറ്റർ ഫുൾ ചിരിയായിരുന്നു, നല്ല ചിരി ഉണ്ടായിരുന്നു. ഇപ്പൊ ഈ 2 ആഴ്ച നമ്മൾ ആക്ച്വലി നമ്മളിപ്പോ തിയേറ്റർ വിസിറ്റ് ഈ കഴിഞ്ഞ 2 ദിവസം മുമ്പ് തിയേറ്റർ വിസിറ്റ് പോയി. നമ്മൾ പോയപ്പോഴത്തേക്കും നമ്മൾ ഭയങ്കര ഹാപ്പിയാണ്. തിയേറ്റർ വിസിറ്റ് നടത്തിയപ്പോഴത്തേക്കും നമ്മൾ പോയ 4 തിയേറ്ററിലും ഫ്രണ്ട് 2 റോ ഒക്കെ അല്ലേ സീറ്റില്ലാതുള്ളൂ, 2 റോ അല്ലെങ്കിൽ 1 റോ. കാര്യം 2ാമത്തെ അല്ലെങ്കിൽ 3ാമത്തെ ആഴ്ചയാണ്, പക്ഷെ അത് എല്ലാവരും ഭയങ്കരമായിട്ട് എൻജോയ് ചെയ്യുന്നുണ്ട്. ദിവസം അത് പടം റിലീസാവുന്ന അന്ന് മുതൽ മഴ. രാവിലെ എണീക്കാൻ നമ്മളെല്ലാരും പാനിക്കായി. ആ സമയത്ത് നമ്മൾ തിയേറ്റർ വിസിറ്റിന് പോയായിരുന്നു, മഴയത്ത് തന്നെ തിയേറ്റർ വിസിറ്റിന് പോയപ്പോഴത്തേക്കും അല്ല എറണാകുളത്തും കോട്ടയൊക്കെ പോയായിരുന്നു. ആ സമയത്ത് തിയേറ്ററിൽ ആളുള്ളത് കണ്ടപ്പോഴത്തേക്കും ചെറിയ സമാധാനമായി. അവരൊക്കെ പടം കണ്ടിട്ട് അവർക്ക് എടുത്ത് കഴിച്ചു നോക്കും, നല്ല ടേസ്റ്റ് ആണ്. ഇതെങ്ങനെ കഴിക്കും, ഇത് എങ്ങനെയാന്ന് പറയാ, ഇത് പയ്യെ ഇങ്ങനെ കൈ കൊണ്ട് ഇങ്ങനെ പിടിച്ചു വെച്ചിട്ട് വായിക്കകത്ത് ഇങ്ങനെ ചുരുട്ടിയും വെച്ചു കൊടുക്കുന്നില്ല, അങ്ങനെ കടിച്ചങ്ങ് ഇങ്ങനെയല്ലേ മൊത്തത്തിൽ എടുത്ത് വെച്ചിട്ട്. ഇത് ജമൈക്കൻ വിങ്സ് ആണ്, ഇവിടുത്തെ ഭയങ്കര സ്പെഷ്യൽ സാധനം. രാവിലെ തന്നെ വയറ് കത്തിക്കല്ലേ. എന്നാണ് തെറ്റല്ലേ, കിട്ടുന്ന സാധനം. ഞാൻ ഏറ്റവും കൂടുതൽ ഫാൻ ബേസ് ഉള്ള സാധനം ഇതാ മസാല. ഓക്കെ, നമുക്ക് ഒരാളെ പ്രാങ്ക് ചെയ്യണം എന്ന് പറയുന്നത് കുറെ പേര് ഇങ്ങനെ മെസ്സേജ് പോഡ്കാസ്റ്റിൽ പ്രാങ്ക് കൊണ്ടുവരണം. നല്ല ആശയം. അപ്പം മാന്ത്രിക കൈ ഇതൊരു വിറ്റ് തന്നെ ഇത്. അപ്പൊ ആരെ വിളിച്ച് നമുക്ക് പറ്റിക്കാം? സിനിമയിൽ ആരെങ്കിലും വിളിക്കണോ? എങ്ങനെ, എന്താണ് ജാസ്മിൻ നിനക്ക് പറയണോ? ആരെ വിളിക്കാം? അവനെ വിളി, ഞാൻ പറഞ്ഞില്ല. ആരാ? കാർത്തിനെ വിളി. കാർത്തിക് സൂര്യ എടുക്കുമോ നോക്ക്. വിളിച്ചിട്ട് കുഴപ്പമില്ല, കഴിച്ചോണ്ട് സംസാരിക്കും, പ്രശ്നമില്ല, ഒരു പ്രശ്നമില്ല. നൈസ് ബ്രോ, ഇത് അടിപൊളി അല്ലേ, ഇത് ഭയങ്കര കിട്ടുന്ന സാധനമാണ്, എടുത്ത് കഴിച്ചു. ഓക്കെ, അപ്പം ഞാൻ അപ്പൊ കാർത്തികിനെ വിളിച്ചിട്ട് എന്ത് പറയണം? വിളിച്ചിട്ടേ കാർത്തിക് നമ്മളെ പടത്തിന് ഭയങ്കരമായിട്ട് ഞാൻ കണ്ട റീല് അത് നിങ്ങൾ പറഞ്ഞിട്ട് ചെയ്തതാണ്. കാർത്തിക് അല്ല കുറ്റം പറയാൻ പറ്റില്ല കേട്ടോ, കണ്ടാ തോന്നും, പറഞ്ഞു ജയിപ്പിച്ചോ തോന്നിപ്പോകും. കാര്യം അവൻ ഭയങ്കര എൻജോയ് ചെയ്തിട്ടാ. പക്ഷെ അവൻ വിളിച്ച് നമ്മളെല്ലാരെയും പേഴ്സണലി വിളിച്ചു, എന്നെ വിളിച്ചു, ജോമനെ വിളിച്ചു, സുബിനെ വിളിച്ചു, ഡയറക്ടറിനെ വിളിച്ചു, എല്ലാരെയും കാർത്തിക് പേഴ്സണലി വിളിച്ച് സംസാരിച്ചു. കാര്യം അത്ര ഇഷ്ടപ്പെട്ടു. കാര്യം എനിക്കൊന്ന് അവനത് ഭയങ്കരമായിട്ട് റിലേറ്റ് ചെയ്യാൻ പറ്റി കാണും. എനിക്കൊന്ന് അവരുടെ ആ ഒരു ഏരിയയിൽ ഈ പറഞ്ഞ കണക്ക് ഇനി മരണം നടക്കുമ്പോഴൊക്കെ ഈ പറഞ്ഞ ഇഷ്യൂസ് ഒക്കെ ഉണ്ടാവുന്നുണ്ട്. ഇതേപോലത്തെ കഥാപാത്രങ്ങൾ അവൻ ഒരുപാട് കണ്ടിട്ടുണ്ടെന്ന് തോന്നുന്നു. എന്നെ പേഴ്സണലി വിളിച്ച് ഭയങ്കരമായിട്ട് എൻജോയ് ചെയ്തു കാർത്തിക്. അപ്പം കാർത്തികിനെ വിളിച്ചിട്ട് നമുക്ക് സിനിമയെ പറ്റി നെഗറ്റീവ് പറയാം. എന്തൊരു പറയാൻ തോന്നുന്നു, ഇത് കഴിക്കുന്നൊക്കെ എടുക്കണ്ടേ? ഇത് പറയട്ടാ, നീ അവന്മാര് ജോമോനും സിജു അനശ്വരയും കൊണ്ട് നിന്റെ പോഡ്കാസ്റ്റ് വന്നോണ്ടല്ലേ ചെയ്തത്, അത് മനസ്സിലായി. ഞാൻ വിളിച്ചിട്ട് അവന്മാര് വന്നില്ല, ജോമോനും ഒരു മണിയില്ലാത്ത ജാസിം പോലും ഞാൻ വിളിച്ചിട്ട് വന്നില്ല. ഇന്ന് ഞാൻ ഒരു നെഗറ്റീവ് റിവ്യൂ ഇടുന്നുണ്ട്, നോക്കിയോ അവന്മാരെ, അങ്ങനെയൊക്കെ പറഞ്ഞു. നോക്കാം ഈ നൈസായിട്ട് നമ്മൾ വിളിച്ചിട്ട് വന്നില്ലെന്ന് പറയാം, കലിപ്പായെന്ന് പറയാം. അതുകൊണ്ട് ബിസിയാണ് അവൻ. ഇനി ഷൂട്ടിന് വല്ലതും കയറി കാണും, അവന്റെ കല്യാണം വരാൻ പോവാണ്. ഭീകരമായിരിക്കും, എനിക്കും പണി കൊടുക്കണം കല്യാണത്തിന്. പ്രാങ്ക് അല്ല, അവൻ എന്റെ കല്യാണത്തിന് ജട്ടി വിറ്റിട്ടുണ്ട് വന്ന്. അവിടെ വെച്ചിട്ടായിരുന്നു, ആറ്റിങ്ങിൽ വെച്ചിട്ടായിരുന്നു കല്യാണം. ജട്ടിയിൽ ചേട്ടന്റെ പടം. എന്നിട്ട് എന്റെ അമ്മായിയപ്പന് ആ കല്യാണത്തിന് വന്നവർക്കൊക്കെ 10 രൂപയ്ക്ക് 2 രൂപയ്ക്കൊക്കെ ജട്ടി വിറ്റ്. എന്നിട്ട് ആ പൈസ കളക്ട് ചെയ്ത് എനിക്ക് കല്യാണ പിരിവായിട്ട് തന്നു. എന്തൊരു ചെയ്യണം നമ്മളപ്പം? എന്നിട്ട് ആ കല്യാണത്തിന്റെ മെയിൻ കർമ്മങ്ങളൊക്കെ നടക്കുന്നതിന്റെ താഴെ അശ കെട്ടിയിട്ട് ജട്ടി മൊത്തം അവിടെ വിരിച്ച് താഴെ ഇട്ട് അങ്ങനെ സാധനം. അപ്പൊ ഞാൻ എന്ത് ചെയ്യണം പറ? ഞാൻ എന്ത് ചെയ്യണം? കൊടുക്കണ്ടേ പണി തിരിച്ചു കൊടുക്കാം അല്ലേ? വരുമോ? കല്യാണത്തിന് വരുമോ? ഒരു വമ്പൻ പരിപാടിയാണ് പ്ലാൻ ചെയ്തിരിക്കുന്നത്. കേരളം ഇതുവരെ കാണാത്ത ഒരു സാധനം.
സോഷ്യൽ മീഡിയ പരസ്യങ്ങളിൽ നിന്നോ മച്ചാനെ എവിടെടാ? ഇപ്പൊ വീട്ടിൽ വെച്ചാനെ. ഇവിടെ ഉണ്ടോ? ട്രിവാൻഡ്രം ഉണ്ടോ? ട്രിവാൻഡ്രം ഉണ്ട്. എടാ നീ വ്യസന സമേതം കണ്ടില്ലേ? കണ്ട് 2 വട്ടം. 2 വട്ടം കണ്ടാ? ഓ എങ്ങനെയുണ്ട് പടം? നിനക്ക് ഞാൻ ഒരു റീലുണ്ട് കിടിലം പടം ഒന്ന്. എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. ആണല്ലേ? ചിരിക്കാനൊക്കെ ഉണ്ടെന്ന് പറഞ്ഞായിരുന്നു. ഇങ്ങനെ ഭയങ്കര രസമായിട്ട് എന്റെ കുറെ കണ്ടിട്ട് അങ്ങനെ പോയി. ഞാൻ ചിരിച്ച ഊപ്പാടൊന്നു മനസ്സിലായി. എനിക്ക് ഇപ്പുറം മതി ചിരിക്കാൻ. മച്ചാനൊക്കെ ഇഷ്ടപ്പെടുമെന്നാണ് എന്റെ വിശ്വാസം. അല്ല ഞാൻ ഇന്നലെ പോയി കണ്ട്. ഇഷ്ടപ്പെട്ടില്ല. നീ എന്തുകൊണ്ടാണ് അങ്ങനെ പ്രൊമോട്ട് ചെയ്തതെന്ന് എനിക്ക് മനസ്സിലാവില്ല. ഓ എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു വെച്ചാനെ. ഞാൻ വിചാരിച്ചു ഇത് ഒരുമാതിരി പെയ്ഡാണ്. ഞാൻ അങ്ങനെ വിചാരിച്ചു നിനക്ക് പെയ്ഡ് ചെയ്തിട്ടാണ് അങ്ങനെ. നീ തലവേദന പോലെയൊക്കെ നീ തലയിലൊക്കെ പിടിച്ചിട്ട് എന്റെ മച്ചാനെ എന്നൊക്കെ അത്രയും നിനക്ക് തോന്നി? എനിക്ക് തോന്നി. അതോ ഇനി അവര് പോഡ്കാസ്റ്റിൽ വന്നോണ്ട് നീ സത്യസന്ധമായിട്ട് എന്റെ അടുത്ത് അവര് പോഡ്കാസ്റ്റിൽ വന്നത് കൊണ്ടാണ് അങ്ങനെ ചെയ്തത്? അതായത് അനശ്വരയും ജോമോനും. സത്യമായിട്ടും അല്ലേ? ഞാനും വിഷ്ണുവും ഒക്കെ പോയാണ് കണ്ടോ, നമുക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു. ഞാനും വിഷ്ണു കൂടെ തലയിടിച്ച് ചിരിക്കുകയായിരുന്നു അങ്ങോട്ടും ഇങ്ങോട്ടും. എനിക്ക് നിന്റെ റിവ്യൂ കണ്ടിട്ടാണ് ഞാൻ മെയിനായിട്ട് പോണത്. അത് ഞാൻ ഇങ്ങനെ ഞാൻ ഇവ എന്തിങ്ങനെ പറഞ്ഞെന്ന് വിചാരിച്ചു. എന്നിട്ടേ ഞാൻ പോഡ്കാസ്റ്റിന് വിളിച്ചേ. കാരണം ഈ കാർത്തിക് സൂര്യയുടെ പോഡ്കാസ്റ്റിൽ മാത്രമേ പോവുള്ളൂ എല്ലാവരും. ഏത് സിനിമയാ? അപ്പൊ ഞാനിങ്ങനെ മനസ്സിൽ കാർത്തിക് സൂര്യയുടെ പോഡ്കാസ്റ്റിൽ എല്ലാവരും വരുന്നുണ്ട്. ഞാനൊരു സാധാ തട്ടിക്കൂട്ട് പോഡ്കാസ്റ്റ് തുടങ്ങിയിട്ട് കുറച്ച് പേരെയൊക്കെ വിളിച്ചു. ഈ ജാസിമിനെയും ജോമനെയും വിളിച്ചപ്പോൾ അത് ഞാൻ കാർത്തിക്കിന്റെ പോഡ്കാസ്റ്റ് ഇരുന്നാണല്ലോ ഇനി നമ്മൾ എന്ത് സംസാരിക്കാൻ എന്ന രീതിയിൽ സംസാരിച്ച് എനിക്ക് ഭയങ്കര അത് ഇതായിപ്പോയി. ഇത് മറ്റേ ഭയങ്കര ഞാൻ നോക്കിയോ ഞാൻ അല്ല നമ്മൾ 14 വർഷമായില്ലടാ ഒരു ഫീൽഡിൽ നിൽക്കുന്നത്. മനസ്സിലായില്ല? ഭയങ്കര ഡൗൺ ഒരു വിഷമവും ഭയങ്കര എനിക്ക് എന്ത് പറയണ. രാവിലെ അതാണ് ഞാൻ വിളിച്ചത്. ഞാൻ ഇന്ന് വൈകിട്ടേ ഒരു പ്ലാൻ ചെയ്തു. ഇവന്മാർക്ക് എന്തായാലും ഇവന്മാർ ഇങ്ങനെ സംസാരിച്ചില്ല. ഞാൻ റീല് ഈ നിന്റെ റീല് കണ്ട് ഞാൻ എന്നിട്ട് പറഞ്ഞടാ ഇത് നമ്മൾ കാർത്തിക് സൂര്യയുടെ പോഡ്കാസ്റ്റിൽ സംസാരിച്ചത് എല്ലാവരും 3 മണിക്കൂറാണ് നിങ്ങൾ സംസാരിച്ചേ. 2:45 മേലുണ്ടായിരുന്നു. അപ്പൊ അതിൽ ഇനി എന്ത് സംസാരിക്കാൻ ബ്രോ എന്നൊക്കെ പറഞ്ഞു. ഈ ജോമോനൊക്കെ അങ്ങനെ സംസാരിച്ചു എൻ്റെ അടുത്ത്. പിന്നെ നീ കമ്പനിയാണ് മായൻ ഹേർട്ടായെന്നൊന്ന് വിളിച്ച് പറയണേ അമ്മ അടുത്ത്. ഞാൻ വൈകിട്ട് ഒരു റീല് ചെയ്തിടാൻ പോവാണ്. പോഡ്കാസ്റ്റിൽ ഇരുന്ന് ഞാനത് ഈ സിനിമയെ പറ്റി നെഗറ്റീവ് ഇടാൻ പോകുന്നു. ഞാൻ അങ്ങനെ ജീവിതത്തിൽ ചെയ്തിട്ടില്ല. എനിക്ക് പടം ഇഷ്ടപ്പെട്ടില്ല എന്ന് പറയുന്ന സാധനം. ഞാൻ എന്റെ പേഴ്സണൽ അഭിപ്രായമാണെങ്കിൽ നെഗറ്റീവ് മച്ചാൻ പിടിക്കണതിനോട് എനിക്ക് യോജിപ്പില്ല. അത് ഞാൻ ഇതിലിടൂല, എന്റെ ചാനലിലിടും. ഞാൻ പുതിയൊരു ചാനൽ ഇതിനു വേണ്ടി തുടങ്ങുന്നു. എനിക്ക് മനസ്സിലായി. മച്ചാൻ ഇതുവരെ അങ്ങനെ ഒന്നിനെ പറ്റി നെഗറ്റീവ് പറഞ്ഞ് ഞാൻ കേട്ടിട്ടില്ല. നെഗഡി എന്ന് പറയുന്നൊരു ചാനൽ തുടങ്ങി. സീരിയസ് ആയിട്ട് ഞാൻ ഇതിനു വേണ്ടി തുടങ്ങി. 2 ഇട്ട്. അതിൽ ഒരാളും കൂടെ വരും. ഒരു സർപ്രൈസ് ഉണ്ട്. ഒരു ഹോസ്റ്റും കൂടെ ഉണ്ട്. എന്താ വെച്ചാൽ 2 പേരും കൂടെ നിന്നിട്ട് അങ്ങനെ ഒരു നെഗടി മാത്രമേ പറയുള്ളൂ. അതായത് നമ്മുടെ ജീവിതത്തിൽ ഉണ്ടായിട്ടുള്ള നെഗ് മാത്രം. കുറെ ഇല്ല നിന്റെ ജീവിതത്തിൽ ഇല്ലേ? അപ്പൊ അതില് അലയ നീ അവനെ നമ്പരുത്. ഭൂലോക ഫ്രോഡാണ് ഈ മാഹി. ജോമോൻ ഇവൻ നിന്നെ പ്രാങ്ക് അടിക്കാൻ വേണ്ടി മലപ്പുറം വിളിച്ച. ഞാനും ജോമോനോട് ഉണ്ട് മാഹിമച്ചാന്റെ പോഡ്കാസ്റ്റിൽ പ്രാങ്കടാ രാവിലെ 9 മണിക്ക്. മച്ചാനായോണ്ട് ഞാൻ വിശ്വസിച്ചു പോയി. പറയേണ്ട ഒരു ആവശ്യമില്ല. അതാണ് ഞാൻ ഇങ്ങനെ ആലോചിച്ചത്. എടാ നീ ഇവിടെ ഇരുന്നിട്ട് എവിടെ 2 പേരും കൂടെ എന്ന് പറയണേ. നീ ഭയങ്കര ജെന്യുവൻ ആയിട്ടാണ് പടം ഭയങ്കര സപ്പോർട്ട് ചെയ്ത്. ഇവര് പോലും പറയാതെ നീ അലിയന്റെ ആ ഒരു റിവ്യൂല് ഒരുപാട് ആൾക്കാർ കയറിയിട്ടുണ്ടോ? ജെന്യുവൻ ആയിട്ടാണ്. നീ ഭയങ്കര ജെന്യുവൻ ആയിട്ടാണ് വന്ന നേരം തൊട്ട് ഈ പോഡ്കാസ്റ്റിൽ നിന്നെ പറ്റിയിട്ടാണ് പറയുന്നത്. സീരിയസ് ആയിട്ട് അപ്പോഴേ മനസ്സിൽ വെച്ച് ഞാൻ ആരെ പറ്റിക്കാം. നമ്മളെ പോഡ്കാസ്റ്റിൽ ഇങ്ങനെ ഒരു പ്രാങ്ക് സെക്ഷൻ കൊണ്ടുവരണമെന്ന് കുറെ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഈ കമന്റിലൂടെയൊക്കെ. അപ്പൊ ഈ ഐഡിയ ഞാനല്ല ഇട്ടതേ. ആരിട്ടെന്ന് പറയട്ടെ? ചൂരല്ല, ജാസിമ. നീ ഇങ്ങനെ വിളിച്ചൊരു നെഗറ്റീവ് പറയാ. പിന്നെ അടിപൊളി പടമായിരുന്നു. എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു. നമ്മള് ഒരു 2 മണിക്കൂറേ ഉള്ളൂ. നമ്മളെ കൂടുതൽ ഡിസ്റ്റർബ് ചെയ്യുന്നില്ല പടം. നമ്മൾ എൻജോയ് ആണ്. ഞാൻ ഇങ്ങനെ ആലോചിക്കായിരുന്നു മച്ചാന് സാധാരണഗതിയിൽ ഇഷ്ടപ്പെടുന്നത്. കാരണം മച്ചാൻ അങ്ങനെ ലൈറ്റ് ഹാർട്ടഡ് ഹ്യൂമർ ഇഷ്ടമല്ലേ.
ഇവര് പോഡ്കാസ്റ്റിന് വിളിച്ചിട്ട് വരാത്തതിന്റെ വിഷമത്തിൽ ഇഷ്ടപ്പെടാത്തതാണ് എനിക്ക് മനസ്സിലാവണില്ലായിരുന്നു. പക്ഷെ ഇങ്ങനത്തെ ഒരു കഥ ഉണ്ടായിട്ടുണ്ട് കേട്ടോ പോഡ്കാസ്റ്റില്. അതായത് ഇവര് വിളിച്ചിട്ട് വന്നില്ല. അത് നീ പോഡ്കാസ്റ്റ് കണ്ടു നോക്കണേ, മനസ്സിലാവും. ആരൊക്കെ ഉണ്ട് ഇപ്പൊ അവിടെ? ജോമോനുണ്ട്, ജാസിമുണ്ട്, പിന്നെ അനശ്വരമുണ്ട്. അനശ്വരയുടെ ഒക്കെ ഫ്ലെക്സ് ആണല്ലേ? അനശ്വരയുടെ സിജുവിന്റെ ഒക്കെ ഫ്ലെക്സ് അനശ്വരയുടെ ഫ്ലെക്സ് മാത്രമല്ല, ആശിക്കുണ്ട്. ഇന്നലെ ഉണ്ടല്ലോ, ഇന്നലെ മെനിങ്ങാന്ന് ഞാൻ ഈ പടം ഒന്നുകൂടെ കണ്ട് തിയേറ്ററിൽ എന്നിട്ട് വ്ളോഗും എടുത്ത്. കാരണം എനിക്ക് അമ്മാതിരി ഇഷ്ടപ്പെട്ടു ഈ പടം. ആ വ്ളോഗ് പോസ്റ്റ് ചെയ്യും. ആ വ്ളോഗ് ഒരു 3-4 ദിവസത്തിനെ ഇറങ്ങും. ഓക്കെ, ഇവ അനാവശ്യമായിട്ട് പ്രൊമോട്ട് ചെയ്യണം കേട്ടോ പടം. സത്യസന്ധമായിട്ടല്ലേ? മാഹിനെ അങ്ങനെ ചുമ്മാ 2 തവണയൊക്കെ. അപ്പൊ പടത്തിന്റെ മൈലേജ് ഒന്ന് ആലോചിച്ച് നോക്കണം. അത്രമാത്രം നല്ല കിടലം പടമാണ്. നമ്മളും ചിരിച്ചിട്ട് ആ തിയേറ്ററിൽ ഒരു മരണ വീട്ടിൽ നടക്കുന്ന സംഭവങ്ങളാണ്. ഒന്ന് ആലോചിച്ച് നോക്ക്. എനിക്ക് രണ്ടാമത് കണ്ടപ്പോഴത്തേക്ക് ഞാൻ കുറച്ചുകൂടെ എനിക്ക് ആ ഇമോഷണൽ സൈഡ് കുറച്ചുകൂടെ കണക്ട് എനിക്ക് കാരണം ഏത് മാമിയെ വളയ്ക്കുന്ന സീനാണോ? അതല്ല, രണ്ടാമത് വിളിച്ചപ്പോഴത്തേക്കും എനിക്ക് മറ്റേ എന്ന് പറഞ്ഞാ ആ മരണ വീട്ടിലാണിത് നടക്കുന്നെന്നുള്ളൊരു ഡെപ്ത് പെട്ടെന്ന് മനസ്സിലോട്ട് കയറി ഇടയ്ക്ക്. ഓക്കെ, അപ്പൊ പടം നല്ലതായിട്ട് ഓടുന്നുണ്ട്, ഇനിയും ഓടട്ടെ. എല്ലാവിധ വിജയാശംസകളും. എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ട പടം വെച്ചാൽ ഞാൻ ഭയങ്കരമായിട്ട് ചിരിച്ചൊരു പടമാണ്. മനസ്സിലായി. നിന്റെ കല്യാണത്തിനെ പറ്റിയിട്ട് ഇവിടെ പറയുന്നുണ്ടായിരുന്നു നമ്മള്. അപ്പൊ ഞാൻ ഇങ്ങനെ അവൻ എന്റെ കല്യാണത്തിന് പണി ചെയ്തെന്ന് പറയുമ്പോ ഇവരെ നിക്കറ് കീറി അത് കേട്ടിട്ട്. അപ്പൊ തിരിച്ചു കൊടുക്കണോന്ന് പറയുന്നു. അപ്പൊ അതിനു വേണ്ടി പ്ലാനിങ്ങും ഉണ്ട്. എന്ത് ഒന്നും മിണ്ടാത്ത? അല്ല, ഞങ്ങൾ ഇവിടെ കല്യാണത്തിന്റെ ഡിസ്കഷനിലിടയിൽ ഇരിക്കുകയായിരുന്നു. അപ്പോഴാണ് ചേട്ടൻ കോള് വന്നത്. ശരി ശരി, അപ്പൊ നടക്കട്ടെ. സന്തോഷം. താങ്ക് യു. ജാസ്മിന് കമ്മിറ്റ് ആയ അടുത്ത പടം വല്ല ഒന്ന് ഇത് ഒരു വിളി വന്നില്ല? നോക്കിയേ പിടിക്കണുള്ളൂ. ഇല്ല, വന്നില്ല. നോക്കാം. ഒരു പടം കമ്മിറ്റ് ആയിരുന്നത് പോയല്ലോ, ഡ്രോപ്പ് ആയല്ലോ. ഭീകരനാ? അത് ഡ്രോപ്പ് ആയി. അത് നടൻ എന്ന് പറയുന്ന രീതിയിലായിരുന്നു. നായകൻ പരിപാടിയാണ്. പക്ഷെ ഇപ്പൊ അത് നമ്മള് പോസ്റ്റ്പോണ്ട് ആണ്. ഡ്രോപ്പ് ആയല്ലേ? അത് ഭയങ്കര എക്സ്പെക്ട് ചെയ്തോ അളിയൻ? കഥ അത് എനിക്കും അത് അങ്ങനെ ഇപ്പൊ ചെയ്യണ്ടെന്നുള്ള ഇത് തന്നെയാണ്. വെറുതെ നമ്മള് ഒരു സുപ്രഭാതത്തിൽ കയറി നായകൻ പരിപാടി ഞാൻ എന്നുള്ള രീതിയിൽ വന്നിട്ട് കാര്യമില്ല. നമ്മൾ കുറച്ചുകൂടെ ഇവിടെ കിടന്ന് പണിയെടുത്തിട്ടേ കാര്യമില്ല. ഇനി അടുത്ത ഭയങ്കര പ്രതീക്ഷയോടെ കാത്തിരിക്കുന്ന പടം ഏതാണ്? അടുത്തത് നമ്മുടെ ജോൺ പോൾ ജോർജിന്റെ ഗപ്പി ഡയറക്ട് പുള്ളിയുടെ പടം. പേരിപ്പ അറിയാതെ ഞാൻ പറഞ്ഞു. ഗപ്പി ഡയറക്ട് ചെയ്ത പുള്ളി ഇത്രയും ലോങ് ഗ്യാപ്പ് ഡയറക്ട് ചെയ്ത അമ്പിളി രോമാഞ്ചം പ്രൊഡ്യൂസ് ചെയ്ത് പുള്ളിയുടെ പടം. ഓക്കെ, അത് തുടങ്ങിയ സ്റ്റാർട്ട് ചെയ്തോ? അത് ഷൂട്ട് കഴിഞ്ഞ? ഡബ്ബൊക്കെ കഴിഞ്ഞ്. അതെങ്ങനെ, സീരിയസ് പരിപാടിയാണോ കോമഡി പരിപാടിയാണോ? സീരിയസ്. അപ്പൊ ഇതുവരെ കാണാത്ത ജോമോനെ നമുക്ക് കാണാൻ പറ്റും. ഫസ്റ്റ് ടൈം സീരിയസ്. ഏലസ് വാങ്ങിച്ച് കെട്ടിയേ പറ്റും കേട്ടോ. അല്ല നടക്കൂല. ആണോ? പരിപാടി പിടിക്കണല്ലേ? ഇത് ഉത്തരാണോ? അത് 3 ഉണ്ട്. പക്ഷെ ഏതാണ് ഏറ്റവും ഏറ്റവും പവർഫുൾ ആയിട്ടുള്ള? ആനവാലിന്റെ പരിപാടി. ആന അതേ കണക്ക് നിൽക്കുന്ന സമയത്ത് അറിയാതെ ആന അറിയരുത്. ആന അറിഞ്ഞാൽ ബലം പോവും. അങ്ങോട്ട് നോക്കെന്ന് പറഞ്ഞിട്ട് എടുക്കാം. ആന അറിയാതെ അപ്പൊ ബലം പോവും. ഒറ്റ ചവിട്ടായിരിക്കും. അങ്ങനെയാണ് ബലം പോണത്. എന്നിട്ട് കൈ കൊണ്ടെടുത്ത് നൈസായിട്ട് കെട്ടി അങ്ങനെ ചെയ്താൽ വരും. പടം വരും. രാജമൗലി വിളിക്കുന്നില്ല. ചെയ്യണല്ലേ? എന്തെങ്കിലും ചെയ്യണം ആശിക്ക. അങ്ങനെ എന്തെങ്കിലും പരിപാടി പറയുന്നത് ഇവർക്കൊക്കെ അറിയാം, അങ്ങനെ ചെയ്തിട്ടുള്ളവരല്ലേ ഇതൊക്കെ. തിമ്മിങ്കലോ ഉത്സവത്തിനെ ഒരു വാല് ഒന്ന് പറിച്ചു തരണേ. ജാസിമാന്റെ ഇടയില്ലേ ആനയുടെ വാലൊന്ന് പറിച്ചു തരണേ. തിമ്മിങ്കലത്തിന്റെ ഛർദില് നരനെ പോലെ നീന്തി തിമ്മിങ്കലത്തിന്റെ ഛർദില് സാധനം. ഓക്കെ അളിയ, ഞാനൊരു ടാസ്ക് തരട്ടെ. ഇത് കഴിച്ചോണ്ടിരിക്കുമ്പോ ഇത് ഒന്നുകൂടെ കഴിച്ചോ. ഒന്നുകൂടെ നേരത്തെ സമൂസ കഴിച്ചു. ഒരെണ്ണം നിനക്ക് ആ മറ്റേ വെള്ളം കുടിക്കുന്ന സീനില്ലേ, അത് ഭയങ്കര രസമുണ്ടായിരുന്നു. ആ മാമിയുടെ അടുത്ത് സംസാരിക്കുന്ന വറ്റ് മോനെ 2 വറ്റും കൂടെ ഉണ്ടെന്ന് നീ കുടിച്ചിട്ട് തിയേറ്ററിലെ ആരൊക്കെ കൈഡിയായിരുന്നു. അതും ആ ബാക്ക്ഗ്രൗണ്ടിൽ ആ പാട്ട് ഭയങ്കര സത്യം. എനിക്ക് ആത്മാർത്ഥമായിട്ട് കാര്യം പറയാം. പടത്തിൽ ഈ സാധനം ഉണ്ടല്ലോ, സീന് ഭയങ്കര ഡെലിവേറ്റ് ചെയ്യുന്നുണ്ട്. അയ്യോ അടിപൊളി. അത് നമ്മുടെ അത് പാട്ടിന്റെ ആളാരെന്നറിയാമോ? നമ്മുടെ ലിറിക്സും പാടിയതൊക്കെ അങ്കിതേട്ടൻ. അല്ല, ബ്ലാക്കിന് അറിയാമോ? ബ്ലാക്ക് തേപ്പുപാട്ട് കേട്ടിട്ടുണ്ടോ? ചതിച്ചടയെന്നെ
എന്റെ 4 കൊല്ലം പോയടാ പൊന്നെ. അവനാണ് പുള്ളിയാണ് ഇതിന്റെ എഴുത്തും പാടുമല്ലേ ചെറുതായിട്ട്? അവനാ. അല്ല ബ്രോ, ഈണം പിന്നെ നമ്മുടെ ഇതിലെ പാട്ട്, മറ്റേ പാട്ട് സാമ്പ്രാണി പാട്ടായാലും അദീഫിന് അറിയാമോ? അദീഫ് ട്രിവാൻഡ്രംകാരനാ, അറിയായിരിക്കുമല്ലോ അദീഫ്. ഈ ശരിക്കും ജോമോന് ഡയലോഗ് ഒന്നും വലുതായിട്ടില്ല, ആക്ഷനിലാണ് അവൻ പിടിച്ചിരിക്കുന്നത് കുറെ സാധനങ്ങൾ. ഇതിൽ മറ്റേ വിറക് വെട്ടുന്നതാണ്, സൗണ്ട് അത് കൈ നിട്ടാണോ അത് അങ്ങനെ കൈ നിട്ട് പിന്നെ അത് ഭയങ്കര ചിരിയായിരുന്നു കേട്ടോ. സെറ്റിലും ഭയങ്കര സാധനം വരുന്നത് ആണല്ലേ? അതെന്താ അളിയന്റെ അടുത്ത് പറഞ്ഞ എന്തെങ്കിലും ഇങ്ങനെ ഇടുവോ? ഒന്നും പറഞ്ഞില്ലല്ലോടാ. വേറെ ഇട്ട് ഡബിൽ പിടിക്കാൻ പറ്റുമല്ലോ. ഡബിങ്ങിലാണോ പിടിച്ച സാധനം? അല്ല ആ സമയത്ത് ഇട്ടതാണ്, അത് വർക്കായി. ഇവ ടേക്കിലാണ് പറയുന്നത്, ഞാനും കൂടെ ഉള്ള ടേക്കാണ്. ഫസ്റ്റ് ഞാനും ഉണ്ട് ആ ടേക്കില്. ഞാൻ പിടിച്ച അപ്പോഴാണോ പറയുന്നത്. സംസാരിച്ചപ്പോഴത്തേക്കും ഇത് മറ്റേ ബംഗാളി പറയുമ്പോഴത്തേക്കും സൈഡ് ചെയ്തിട്ട് അല്ലെ ആ മാമിയെ വിളക്കുന്ന ആ ഒരു മുഖം ഒന്ന് കാണിക്കാൻ പോലെ നമ്മളെ ആ ഒരു രസമുണ്ടല്ലോ ആ ശക്തി എന്നാ മാത്രം. അല്ല ചുണ്ട ഞാൻ ഇട്ടതാണ്, ആ രസം ഉണ്ടായിരുന്നു ഭയങ്കര ഫീല. പെട്ടെന്ന് ഇങ്ങനെ ഒരു മാമി, ഇപ്പം ആഷിക്കാണ് മാമി, നോക്കട്ടെ അഭിനയം നോക്കട്ടെ. ആഷിക്ക് മാമി പാട്ട് പാടാം, മറ്റേ പാട്ട് മഞ്ചാ അറിയാമോ? പറ്റില്ല. വല്ലാതായി പോയി. ആ ചേച്ചി അടിപൊളിയല്ലേ, ചേച്ചിക്ക് ഇവിടെ ചേച്ചി എനിക്കൊന്ന് കോമഡി മറ്റേ കോമഡി ബമ്പർ ചിരിയാ അതിലൊക്കെ വന്നിട്ടുണ്ടായിരുന്നു തോന്നുന്നു. പക്ഷെ ഇപ്പൊ പുള്ളിക്കാരി ഇവിടെ തട്ടുകടയൊക്കെ ആയിട്ട് അടിപൊളിയാണ്. പക്ഷെ പുള്ളിക്കാരി സൂപ്പർ ആയിട്ട് ചെയ്തില്ല, സെറ്റ് ആയിരുന്നു, അടിപൊളിയായിട്ട്. എസ്ഐയുടെ നമ്പരും കൊടുത്ത് എസ്ഐയുടെ മറ്റേ വാട്സാപ്പിൽ വട്ടത്തിലേ വരൂ, ഫുൾ വട്ടത്തിലുള്ള വീഡിയോ അയച്ചു. സാധാ ഓഡിയോ ഒന്നുമല്ല വന്ന സാധനം, വട്ടത്തില് വീഡിയോ. പിന്നെ നമ്മുടെ സജിച്ചേട്ടൻ അറിയില്ലേ, പ്രസന്റിന്റെ ക്യാരക്ടർ ചെയ്ത അറിയാം ഇതിന്റെ എന്താ വരുന്നു വേറെ ഇതിന്റെ ക്രിയേറ്റീവ് ഡയറക്ടറാണ്. ഇല്ല എനിക്കറിയില്ല. പഴയ സന്മനസ്സിനോട് സമാധാനം കണ്ടിട്ടുണ്ടോ? മറ്റേ സുരാജ് മഞ്ഞാറുണ്ട്, പഴയ സുരാജേട്ടന്റെ പഴയ സീരീസ്, പഴയ ഒരു സീരിയൽ മലയാളത്തിൽ അറിയാമോ? അതില് കപ്പേരായിട്ട് അഭിനയിച്ച ആളാണ് ഈ സജീഷ് സബാ. ഡയറക്ടറാണ് സ്കൂട്ടറിൽ ഇടയ്ക്ക് വരണല്ലേ, മറ്റേ പപ്പൂട്ടി. അതാണ് ഡയറക്ടർ ഒരു ഇടയ്ക്ക് വന്ന് ഇറങ്ങിട്ട് പോയി. ഓക്കെ, അപ്പൊ ജോമനെ വീട്ടിലെല്ലാരും ഹാപ്പി അല്ലേ? എല്ലാരും ഹാപ്പിയാണ്. പുതിയ വീടൊക്കെ വെച്ചോണ്ടിരിക്കുന്നു? ഇല്ല വീട് പഴയ വീട് തന്നെ. കൊച്ചിയിലോട്ട് മാറണം. ഫാമിലി ആയിട്ട് മാറോ? അമ്മയും എല്ലാരും ഒക്കെ ഉണ്ടെങ്കിൽ ഹാപ്പിയാണ്. കല്യാണം കുറച്ച് കഴിയും. ഇവിടെ കല്യാണം കഴിഞ്ഞ് മോനും ഉണ്ട്, 3 വയസ്സാവാറായി, 2.5. ഫാമിലിയിലൊക്കെ സിനിമയിൽ അഭിനയിക്കുന്നതിൽ പ്രശ്നമൊന്നുമില്ല, കുഴപ്പമൊന്നുമില്ല, എല്ലാരും ഹാപ്പിയാണ്, സെറ്റാണ്. വീട്ടില് ആരൊക്കെയാണ്? അനിയൻ, അച്ഛൻ, അമ്മ, അനിയത്തി എന്ത് ചെയ്യുന്നു? അനിയത്തി കല്യാണം കഴിഞ്ഞ് സെറ്റിലാണ്. ഈ പടത്തിൽ എനിക്ക് അവസാനം ഒരു കാര്യം മനസ്സിലായത് കേട്ടോ, ജോമോൻ എന്ത് പറ്റും? അതെന്നെ പോലീസ് പിടിച്ചു, അത് കാണിച്ചിട്ടുണ്ടായിരുന്നു. പിന്നെ നേരെ പടം കഴിഞ്ഞ് നേരെ ക്ലൈമാക്സിലല്ലോ. അടുക്കളയിൽ നിന്ന് അനശ്വര ശക്തിയാണ് എന്ന് പറയുന്ന സീനും കുമാറും എന്തായാലും കൊള്ളാം. അതിലെല്ലാരും ഇപ്പൊ സുബിൻ ദാർസൻ ആയാലും ഒരുപാട് പേര് പറയുകയാണെങ്കിൽ സിനിമയിൽ എല്ലാവരും വന്നിരിക്കണം, അങ്ങനെയാണ് പ്രാധാന്യമുള്ള. അപ്പോൾ വ്യസന സമേതം ബന്ധുമിത്രാദികള്, നിങ്ങളെ ബന്ധുക്കളും എല്ലാവരുമായിട്ട് പോയി പടം കാണുക, രസമാണ്, അത് ഒരു വൈബാണ് ശരിക്കും. ചിരിക്കാനൊക്കെ ട്രിവാൻഡ്രംകാർക്ക് സ്പെഷ്യലി പെട്ടെന്ന് കണക്ട് ചെയ്യാൻ പറ്റും. ഒരു മരണ വീട്ടിൽ നടക്കുന്ന ഫുൾ ഫൺ. എങ്ങനെ മരണ വീട്ടിൽ പോയിട്ട് ചിരിച്ചിട്ടുണ്ടോ അളിയൻ എപ്പോഴെങ്കിലും? ചില കാര്യങ്ങളൊക്കെ കാണുമ്പോൾ നമ്മളറിയാതെ ചിരിച്ചു. അത് അങ്ങനെയാണ്, സ്വാഭാവികമാണ്. അത് നമ്മള് കരഞ്ഞോണ്ട് ഓടി, പിന്നെ അതിൽ കരഞ്ഞോണ്ട് ഒരാൾ ഓടി വരില്ലേ, അപ്പൊ നമ്മളവിടെ കരഞ്ഞോണ്ട് ഓടി വരുന്ന സമയത്ത് ആട്ടുംകുട്ടിയില്ലേ, ആട്ടുംകുട്ടി മേടിച്ചു. ഒരു വലിയൊരു മുട്ടനാടുണ്ടായത് ഫ്രണ്ടില്, ഈ ആട്ടുംകുട്ടി അവരെ ഇടിച്ചങ്ങിട്ടുള്ള ആ ഓടി വരുന്ന സ്ത്രീ ഒരു 2 നമ്മളെ ഇവിടെ ഒരു മരണ വീട്ടില് ആടിടിച്ചിട്ടവരാ, അയ്യോ എന്ന് പറഞ്ഞു വിളിച്ചോണ്ട് ഓടി വരുന്ന സമയത്ത് ഒരു ആട് വന്ന് ഇടിച്ചിട്ട് ചിരിച്ചുപോയി. ദീപുണ്ടെന്ന് പറഞ്ഞത് മറ്റേ ഇത് ബോഡിക്ക് വലം വെക്കുമല്ലോടാ, കുടം വെച്ചിട്ടേ ഇങ്ങനെ വലം വെക്കുമ്പോഴത്തേക്കും മറ്റേ ഇത് വെച്ചൊരു തട്ടി കുടം പൊട്ടിക്കൂലേ, ഒരു കഷണ്ടി ആയിട്ടുള്ള ഒരാളായിരുന്നു കുടം കൊണ്ട് പോയ.
ഇതിന്റെ ഷോർട്ട് ഫിലിം ഇതേ വിപിൻ ഈ വൈബാ. ബിബിൻ ചേട്ടന്റെ കുറെ മരണ പരിപാടികളുണ്ട്. ഉണ്ട്. പുള്ളി ഇത് നിങ്ങൾ മുന്നേ ചെയ്തിട്ടുള്ള സാധനം എന്ന് പറഞ്ഞില്ല, നമ്മള് ഫോട്ടോ ഇട്ടാ അത് യൂട്യൂബിൽ കാണാൻ പറ്റും നമുക്ക്? പറ്റും. പേരെന്താ അതിന്റെ? 5-ന്റെ അന്ന് സഞ്ജയനം. ഓക്കെ, അത് കണ്ടു കഴിഞ്ഞാൽ ഇതായിട്ട് റിലേറ്റ് ചെയ്യാൻ പറ്റുമോ സിനിമ? റിലേറ്റ് ചെയ്യാനൊക്കെ പറ്റും. അത് പ്രീക്വൽ പോലെയാണോ? അങ്ങനെയൊന്നുമല്ല. പടം എടുക്കുന്നതിന് മുമ്പ് അവരൊരു അത് മരണം കഴിഞ്ഞിട്ട് ഇതൊക്കെ കഴിഞ്ഞ ശേഷം ഈ എന്താ സഞ്ജയനത്തിന്റെ പരിപാടിയല്ലേ അതിലുള്ളത്. ഇതില് അതല്ല, ഇത് അതിന് മുമ്പത്തെ സാധനമല്ലേ. അപ്പൊ ആ ഒരു ഡിഫറൻസ് പരിപാടിയൊക്കെ ഉണ്ട്. പക്ഷെ പുള്ളി ആക്ച്വലി ഇതില് ഞാൻ ചെയ്ത ക്യാരക്ടറില്ലേ മെമ്പർ കുമാർ, അപ്പൊ ഏകദേശം റിയൽ ലൈഫിൽ നമ്മുടെ എസ് വിപിൻ ചേട്ടൻ ഏകദേശം ഒരു മെമ്പർ കുമാർ പരിപാടിയായിരുന്നു പുള്ളിക്കാരൻ. അതുകൊണ്ടാണ് പുള്ളിക്ക് ഇങ്ങനത്തെ കുറെ, അതായത് നാട്ടിലെ സോനക്കിലുള്ള പുള്ളി പോകാത്ത മരണങ്ങളില്ല. അപ്പൊ എല്ലാ വീട്ടിലും പോയിട്ടുള്ള ഈ മരണത്തിലുള്ള എക്സ്പീരിയൻസ് ആണ് പുള്ളി ഇതില് ചെയ്തിരിക്കുന്നത്. ഡയറക്ടർ പുള്ളിയുടെ ഇനിയും കുറെ സാധനങ്ങളുണ്ട്. അടിപൊളി. ഞാൻ പ്രതീക്ഷിച്ചില്ല കേട്ടോ നീ ഇങ്ങനെ ഇരിക്കുമെന്നും ഇതിന്റെ മുന്നിൽ ഇങ്ങനെയൊക്കെ സംസാരിക്കുമെന്നൊക്കെ. ഇവ ഭയങ്കര ഇൻട്രോവേർട്ട് എന്നൊക്കെ പലരും പറഞ്ഞ്, കാർത്തിക്കിൻ്റെ അടുത്ത് പറഞ്ഞ് പോഡ്കാസ്റ്റിൽ മച്ചാനെ ജോമോനെ കൊണ്ട് സംസാരിപ്പിക്കാൻ പറ്റിക്കഴിഞ്ഞു കഴിഞ്ഞാൽ അതൊരു ഭാഗ്യം തന്നെയാണ്. പക്ഷെ അവൻ ഒന്നും പറയാതെ തന്നെ അവൻ ഭയങ്കര ഓണായിട്ടാ. താങ്ക്സ് അളിയ. താങ്ക് യു. എന്തിനാ ഞാൻ ഇങ്ങനെയൊക്കെ ഓണായി? നിങ്ങളൊരു സത്യം കേട്ടാ, ഒരു കടിക്കാനൊക്കെ തോന്നണം എനിക്ക്. താങ്ക്സ് അളിയ. നീ എന്താ അല്ല നീ ഓണായി, കാരണം ഞാൻ ഒന്ന് ടെൻഷൻ. ഞാൻ അപ്പൊ എന്റെ അടുത്തും പറഞ്ഞു ചേട്ടാ ഒന്ന് ഓണാക്കി എടുക്കണം ജോമോന്. പക്ഷെ ഓണാക്കേണ്ട ആവശ്യമൊന്നുമില്ല, അളിയൻ ഭയങ്കര കൂളായിട്ട്. അവനറിയാം ഇവ ഓണായില്ലെങ്കിലേ ഞാൻ ഇന്ന് വിളിച്ച് വീണ്ടും സെന്റിമെന്റ് പറയുമെന്ന് അറിയായിരിക്കും. ഒരു തവണ കൂടെ വിളിച്ചാലോ? ജാസ്മിൻ ഹാപ്പി അല്ലേ? അപ്പൊ പിന്നെ ഹാപ്പിയാണ്. ഓക്കെ, ജോമോൻ ഹാപ്പി അല്ലേ? ഹാപ്പിയാണ്. നമുക്കും ഒരുമിച്ചൊക്കെ ഒരു പടത്തിലൊക്കെ ചെയ്യാൻ പറ്റും. എല്ലാം ഏലസ് സെറ്റാക്കി തരും. ഓക്കെ, ആനയുടെ ബലമുള്ള അല്ലേ? നിനക്ക് വേണം അഭിനയിക്കണോ? നീ മാഹി മച്ചൻ ആനയുടെ ചവിട്ട് കിട്ടി പരിക്കിൽ. അടുത്ത വാർത്ത. ഓക്കെ, വൈൻഡ് അപ്പ്, ബൈ.